ചെയ്ത് ചാവേറുകളെ സംരക്ഷിക്കാനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കറുപ്പിന് വിലക്ക്. കറുത്ത വസ്ത്രവും മാസ്കും ധരിച്ചവർ പുറത്ത്. പോലീസ് നിർദ്ദേശമെന്ന് സംഘാടകർ. കോഴിക്കോട്ടെ പരിപാടിയിൽ മുഹമ്മദ് റിയാസ് ധരിച്ചത് കറുത്ത ഷർട്ട്. കറുപ്പിന് വിലക്കില്ലെന്ന് MP ഗോവിന്ദൻ. ആകാശ് തില്ലങ്കേരിക്കെതിരെ ശബ്ദം കടുപ്പിച്ച് CPM. ആകാശ് തനി ക്രിമിനലെന്ന് MP ഗോവിന്ദൻ. അവർക്ക് മുന്നിൽ കീഴടങ്ങില്ല. നേതൃത്വത്തെ വെല്ലുവിളിച്ച് വീണ്ടും ആകാശ് തില്ലങ്കേരി. KK ശൈലജയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരെ FP പോസ്റ്റ്. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിൽ ആശങ്കയില്ലെന്ന് MP ഗോവിന്ദൻ. അവസാന വാക്ക് പറയേണ്ടത് ജനങ്ങൾ. ലൈഫ് മിഷൻ അന്വേഷണം CM രവീന്ദ്രനിലേക്കെന്ന് സൂചന. ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കിഫ്ബി അക്ഷയഖനിയല്ലെന്ന് തോമസ് ഐസക്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു. ഇനി പദ്ധതികൾ അനുവദിക്കരുത്. കിഫ്ബിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടെന്ന് VD സതീശൻ. ജസ്നയുടെ തിരോധാനത്തിൽ വഴിത്തിരിവ്. CBIക്ക് നിർണായക വിവരം ലഭിച്ചു. മോഷണക്കേസ് പ്രതിക്ക് തിരോധാനത്തെക്കുറിച്ച് അറിയാമെന്ന് മൊഴി. കോട്ടയം ADMന്റെ യാത്രാ വിവാദത്തിൽ ട്വിസ്റ്റ്. പരാതിയിൽ റിപ്പോർട്ട് നൽകിയത് ജിനു പുന്നൂസ് തന്നെ. പരാതി അറിയില്ലെന്ന് കലക്ടർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് റിപ്പോർട്ട് നൽകിയിട്ടില്ലെന്നും PK ജയശ്രീ. ഡൽഹി ടെസ്റ്റിലും ഓസ്ട്രേലിയ തകർന്നടിഞ്ഞു. ഇന്ത്യയുടെ ജയം 6 വിക്കറ്റിന്. 10 വിക്കറ്റ് എറിഞ്ഞിട്ട് രവീന്ദ്ര ജഡേജ. ബോർഡർ ഗാവസ്കർ ട്രോഫി നിലനിർത്തി ഇന്ത്യ. സന്തോഷ് ട്രോഫിയിൽ കേരളം പുറത്ത്. പ്രതിരോധിക്കാൻ MP ഗോവിന്ദൻ. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തുന്നവർ ചാവേറുകളെ പോലെയെന്ന് MP ഗോവിന്ദൻ. ചാവേറുകളെ സംരക്ഷിക്കാനാണ് സുരക്ഷ. അത് വസ്ത്രം ധരിക്കുന്നതിനും വിലക്കില്ലെന്നും MP ഗോവിന്ദൻ ന്യൂസ് 18നോട് പറഞ്ഞു. അല്ല, അത് ഗവൺമെൻറ്റിന് എതിരായിട്ട് അതുപോലെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് കടന്നാക്കം നടന്ന ചാവേറുകളെ പോലെ അവിടെയും ഇവിടെയും 5-10 ആളുകൾ ഇരുന്നിട്ട് വണ്ടിക്ക് മുമ്പിലേക്ക് ചാടുക, അമ്മാതിരിയുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ജനകീയ പ്രതിഷേധത്തിന് മുമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് വേറെ സ്വീകരിച്ചിട്ടുണ്ടോ കേരളത്തിൽ? ഞങ്ങളിപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ നിരത്തിക്കൊണ്ട് രാജ്ഭവൻ്റെ മുമ്പിലും അതുപോലെ തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലും ശക്തിയായിട്ടുള്ള സമരം ഞങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ, ഗവർണറുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് അത് തുറന്നു കാണിക്കുന്നതിന് വേണ്ടി. അതൊക്കെ ജനങ്ങൾ അണിനിരത്തിയിട്ടുള്ള സമരമാണ്. ഇതിപ്പോൾ ജനങ്ങൾ അണിനിരത്താതെ 5-10 ആളുകളെ 5-10 ഞങ്ങൾ ഇനിയും കരിങ്കൊടി കാണിക്കും. അതിൻ്റെ നിങ്ങൾക്ക് സംശയം എന്താ? കരിങ്കൊടി കാണിക്കേണ്ടി വരുമ്പോൾ, കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കേണ്ടി വരുമ്പോൾ കരിങ്കൊടി കാട്ടും. അല്ലല്ല, ഞങ്ങൾ കരിങ്കൊടി കാട്ടുന്നത് ജനകീയമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാട്ടുന്നതും. അതുപോലെ തന്നെ ഇപ്പം കാണിക്കുന്നത് ചാവേറുകളായിട്ട് തന്നെയല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എല്ലാവരും. നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ചാവറുകൾ വാഹനത്തിന് മുമ്പിലേക്ക് ചാടുന്ന സന്ദർഭത്തിലല്ലേ പോലീസ് ഉൾപ്പെടെ അവരെ പിടിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. ഒരു ജനകീയമായ ഒരു മുന്നേറ്റം സമരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു എങ്കിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം. വലിയ ഒരു ജനാവലി ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ മുമ്പിൽ നിന്നുകൊണ്ട് നയിച്ച് കോൺഗ്രസ് ആയാലും UDF ആയാലും വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആകാശ് തില്ലങ്കേരി തനി ക്രിമിനലെന്നും അവർക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ന്യൂസ് 18നോട്. പറയുന്നത് മുഴുവൻ പറയട്ടെ, അവർ മറുപടി അർഹിക്കുന്നില്ലെന്നും കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിക്ക് പുറത്താണെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. തനി ക്രിമിനൽ ഈ പാർട്ടിക്ക് ഒരു കാര്യവും മറച്ചു വെക്കാനില്ല.
എന്താണോ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോട്ടെ. ക്രിമിനലുകൾക്കൊന്നും കീഴടങ്ങാനുള്ള ഒരു പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയിരിക്കാൻ ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും മുൾമുനയിൽ നിൽക്കേണ്ട കാര്യമില്ല. ഞങ്ങളിത് ഗൗരവത്തിലെടുക്കുന്നേ ഇല്ല. ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം നിങ്ങൾക്ക് ഒരു വാർത്തയായിട്ട് കൊണ്ടുവരാമെന്നല്ലാതെ ഞങ്ങളതിനെ സംബന്ധിച്ച് ഗൗരവത്തിൽ കാണുന്നില്ല. എന്ത് വേണം പറഞ്ഞോട്ടെ, എന്താ പറയാനുള്ളത് പറയട്ടെ, പോരെ? ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അത് സംബന്ധിച്ച്? അഥവാ ഞാനാണല്ലോ പറയുന്നത്. എന്താണോ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് മുഴുവൻ പറയട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് വലിയ അപകടത്തിലേക്ക് പോകുന്ന ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് പറയും. ഞങ്ങൾ ക്രിമിനൽ രാഷ്ട്രീയത്തിൻ്റെ നിലപാടിനോട് യോജിക്കാതൊരു പാർട്ടിയാണ്. യോജിക്കില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ്. 22ാം പാർട്ടി കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനത്തിലാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഞങ്ങളെടുക്കുന്ന നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുന്നത്. അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന്. അങ്ങനെ പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞത് ക്രിമിനൽ എന്തെങ്കിലും പറഞ്ഞതിന് അടിസ്ഥാനപ്പെടുത്തി ഞങ്ങളെന്ന് മറുപടി പറയാനാ? അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. സ്വർണ്ണക്കടത്ത് കേസിലെ വിവാദങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയിട്ട് കുറെ കാലമായെന്നും അതെല്ലാം ജനം പുച്ഛിച്ചു തള്ളുമെന്നും എം.വി. ഗോവിന്ദൻ. അത്തരം ശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നില്ലെന്ന് കഴിഞ്ഞ 3.5 വർഷമായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. വിവാദങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയിട്ട് കുറെ കാലമായെന്നും എം.വി. ഗോവിന്ദൻ. കുറേ കൊല്ലായി ശിവശങ്കറും നിങ്ങളെല്ലാം കൂടി ചേർന്ന് കേന്ദ്ര ഏജൻസികൾ 5-10 ഏജൻസികളും കേരളത്തിലെ മാധ്യമ ശൃംഖലകൾ മുഴുവനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായിട്ട് ഒരുപാട് കാര്യം പറഞ്ഞ് തീർത്തതാണല്ലോ. ഇപ്പോഴും വീണ്ടും അതിലെ 3ാം പതിപ്പോ 4ാം പതിപ്പിലേക്കാണ് വരുന്നത്. അതെല്ലാം ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരിത് പുച്ഛിച്ച് തള്ളുക ചെയ്യുക. നിങ്ങൾ എന്ത് വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ഉള്ള വാർത്ത കൊടുക്കുകയല്ല, ഇല്ലാതെ വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുമെന്ന് ധാരണ ഉണ്ടാക്കിയിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ടൊരു പ്രതികരണം സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഒരു ശ്രമവും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല എന്ന് കഴിഞ്ഞ 3 കൊല്ലക്കാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ജാഥ പുറപ്പെടാൻ നോക്കുമ്പോൾ ഇമാതിരി എല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതെന്തോ ഒരു പ്രതിരോധത്തിലാക്കാൻ പോകുന്നു. ഒരു പ്രതിരോധത്തിലും ആക്കുന്നില്ല. ഒരു തരത്തിലുള്ള ഒരു പ്രശ്നവും അത് ഉൽപ്പാദിപ്പിക്കുന്നുമില്ല എന്ന കാര്യം ഞാൻ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. KSRTCക്ക് ഈ സർക്കാർ നൽകിയതുപോലെ ഒരു സർക്കാരും സഹായം നൽകിയിട്ടില്ലെന്ന് എം.വി. ഗോവിന്ദൻ. KSRTCയെ നവീകരിക്കാനുള്ള ശ്രമം നടത്തുമെന്നും എം.വി. ഗോവിന്ദൻ പ്രതികരിച്ചു. ഇപ്പോഴും CIT ശക്തിയായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. CIT ഇപ്പോഴും ശക്തിയായിട്ട് രംഗത്തിറങ്ങി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി KSRTCക്ക് നൽകിയ പറഞ്ഞു തീർക്കട്ടെ. കേരളത്തിലെ KSRTCക്ക് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി നൽകിയതുപോലെ ഇത്രയും വലിയൊരു സഹായം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഗവൺമെൻറ്റും KSRTCക്ക് നൽകിയിട്ടില്ല. വെല്ലുവിളിക്കുകയാണ്. പറയാനുള്ളത് പറ. പേരുകളുമായി മനു ഭരത്ത് ചേരുന്നു. മനു, നീണ്ട നേരത്തെ സംസാരത്തിനൊടുവിലാണ് ഇപ്പോഴുള്ള വിവാദങ്ങളെക്കുറിച്ചെല്ലാം CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ താങ്കളോട് സംസാരിച്ചത്. എന്താണ് പൊതുവെ നിലവിലെ പ്രശ്നങ്ങൾ? CM-നെതിരെയുള്ള പ്രതിഷേധം, കരിങ്കൊടി, കറുപ്പിന് വിലക്ക്, ആകാശ് തില്ലങ്കേരി, അർജുൻ ആയങ്കി, അത്തരത്തിലുള്ള പല വിഷയങ്ങളും നിലവിലെ സാഹചര്യത്തിൽ CPM-ന് നേരിടേണ്ടതായിട്ടുണ്ട്. CPM-ന്റെ സെക്രട്ടറി എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിച്ചിരിക്കുന്നത്? നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണോ മറ്റു വിഷയങ്ങളിൽ? നാളെ CPM-ന്റെ ഈ ജനകീയ പ്രതിരോധ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. പ്രധാനമായും ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള നിലപാടുകൾക്കെതിരെയുള്ളൊരു പ്രതിഷേധമായിരിക്കും ഈ ജാഥ ഉയർത്തുക. അതിനെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും ഈ ജാഥയിൽ ഉടനീളം ഉണ്ടാകുക എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒട്ടനവധി രാഷ്ട്രീയ സമകാലിക വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി സംബന്ധിച്ച് അടുത്തിടെ വന്നിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചാണ്. സ്വർണ്ണക്കടത്ത് കേസ് 3-ോ 4-മത്തെയോ എപ്പിസോഡാണ് നടക്കുന്നത്. അത് മുൻപ് പല തവണ പുറത്തു വന്നിട്ടുള്ള വിഷയമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് CPM-ന് തിരിച്ചടിയാകും എന്നുവരെ ചിന്തിച്ചവരുണ്ട്. പക്ഷേ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞു. അതുകൊണ്ട് അതൊന്നും ഇനി ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. മറ്റൊന്ന്, ഈ ആകാശ് തില്ലങ്കേരി, അർജുൻ ആയങ്കി തുടങ്ങിയ ആളുകൾ
കുറേ കാര്യങ്ങൾ തങ്ങൾ തുറന്നു പറയും എന്ന് വ്യക്തമാക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ അങ്ങനെ അവർക്ക് എന്തെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ അവരത് പറയട്ടെ. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ താൻ ഇത് പറയുന്നു, അവർക്ക് തുറന്നു പറയാം, എന്ത് വേണമെങ്കിലും തുറന്നു പറയാം, അതൊന്നും CPMനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇത്തരം ക്രിമിനലുകൾ നടത്തുന്ന എന്തെങ്കിലും പ്രതികരണങ്ങളോട് അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയേണ്ട കാര്യവുമില്ല എന്നായിരുന്നു ശ്രീ MP ഗോവിന്ദൻ്റെ പ്രതികരണം. അതുപോലെ അദ്ദേഹം മറ്റൊരു പ്രധാന കാര്യം പറഞ്ഞത് ഈ സർക്കാരിനെ വേട്ടയാടാനുള്ള ശ്രമങ്ങൾ വളരെ വിപുലമായി നടക്കുന്നു. പക്ഷേ അതിനെതിരെ ശക്തമായൊരു പ്രതിരോധം തീർക്കാൻ കഴിയും. കറുപ്പിനോട് പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ല. കറുപ്പ് മാസ്കോ ഡ്രസ്സോ ധരിച്ചു വരരുത് എന്നൊന്നും ഒരു തരത്തിലുള്ള നിർദ്ദേശവും എവിടെയും ആരും നൽകിയിട്ടില്ല. മറിച്ച് ഈ ആളുകൾ പ്രതിഷേധിക്കുന്നതിനോട് CPMന് എതിർപ്പുമില്ല. ജനകീയമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് CPM രീതിയാണെന്നും മുമ്പും CPM ഇത്തരം സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് ഒരു ചാവേർ ആക്രമണം അല്ലെങ്കിൽ ചാവേർ സമരമാണ്. പെട്ടെന്ന് വണ്ടികളിലേക്ക് എടുത്തു ചാടുകയാണ്. അപ്പോൾ അത്തരക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് MP ഗോവിന്ദൻ പറഞ്ഞത്. ഇതിനെ ഒരു ജനകീയ സമരമായി നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തെങ്കിലും ഒരു വിഷയം ഉന്നയിച്ച് ആളുകളെ സംഘടിപ്പിച്ച് പലതരത്തിലുള്ള സമരങ്ങൾ പാർട്ടികൾ നടത്താറുണ്ട്. CPMും അങ്ങനെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും അതുപോലെ പല ഇടങ്ങളിലേക്കും ബഹുജന മാർച്ചുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ രീതിയിലല്ല ഇപ്പോഴത്തെ ഒരു പ്രതിഷേധം. 2-3 പേർ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് വാഹനങ്ങൾക്ക് നേരെ ചാടുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ ഈ CPMൻ്റെ തെറ്റിദ്ധരത്തിൽ നയരേഖ പുറത്തു വന്നിട്ടുണ്ട്. അത് പാർട്ടിയെ കൂടുതൽ നവീകരിക്കാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൻ്റെ അകത്തുള്ള പലതരം പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കൂടി പാർട്ടിക്കകത്തേക്കും അതിൻ്റെ ചെറിയ പ്രതിഫലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു നവീകരണം പാർട്ടിക്കകത്ത് വേണം. ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടിയെ വെച്ചുകൊണ്ട് ജോലി വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പണം സമ്പാദിക്കുകയോ ആ തരം ഒരു പ്രവർത്തികളും CPM പ്രവർത്തകർക്ക് പാടില്ല, അത് അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മുന്നണി സംവിധാനത്തെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങൾക്ക് ലീഗ് ഇപ്പോൾ വരും എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ലീഗ് മുന്നണിയുടെ ഭാഗമാകും എന്നതിനെക്കുറിച്ച് പറയാനാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പക്ഷേ ദേശവ്യാപകമായി ഒരു ബദൽ സംവിധാനം CPM ഉൾപ്പെടെയുള്ള ശക്തികൾ രംഗത്ത് വരും. എല്ലാ സംസ്ഥാനങ്ങളിലും ദേശവ്യാപകമായി BJPക്കെതിരെ ഒരു പ്രതിഷേധം എന്ന തരത്തിൽ സംഘടനകൾ ജയിച്ചു വരും, രാഷ്ട്രീയ കക്ഷികൾ ജയിച്ചു വരും. കോൺഗ്രസിന് ഒരിക്കലും BJPക്ക് ഒരു ബദലാകാൻ കഴിയില്ല. അതല്ലാത്ത ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ലീഗ് ബന്ധത്തെക്കുറിച്ച് എന്നാൽ ലീഗിനെ സ്വാഗതം ചെയ്യുന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായി ഒന്നും അദ്ദേഹം പറയാൻ തയ്യാറായില്ല. അതൊക്കെ വരാനിരിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം നികുതി വർധനവിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിനെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്ന നിലപാടാണ് MP ഗോവിന്ദൻ സ്വീകരിച്ചത്. കാരണം ഇത്രയും പെട്രോളിന് വില വർദ്ധിപ്പിച്ചത് കേന്ദ്ര സർക്കാരാണ്. ആ കേന്ദ്ര സർക്കാർ 106 രൂപ വരെ വില വർദ്ധിപ്പിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിക്കാത്തവർ 2 രൂപ വില വർദ്ധിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നത് ശരിയായൊരു രീതിയല്ല. അത് വലിയ വിലക്കയറ്റം ഉണ്ടാക്കുമെന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. ഈ പണം ജനങ്ങളുടെ വികസനത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കേന്ദ്ര സർക്കാർ പറയുന്ന രീതിയിൽ അവരും സമാനമായ ഒരു ആശയം കാഴ്ചപ്പാട് തന്നെ വയ്ക്കുന്നു. കാരണം ഈ പെട്രോളിലൂടെ പണം സമാഹരിച്ച് അത് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്ന് അവർ പറയുന്നത് ശരിയല്ല. അവർ അത് വൻകിട കുത്തക മുതലാളികൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് അത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഡിവിസി പൂളിൽ നിന്ന് നേരത്തെ കിട്ടിയിരുന്ന 3.9% തുകയാണ്. അത് ഇപ്പോൾ 1.9% കുറഞ്ഞിരിക്കുന്നു. ഇതിനെതിരെ ഉള്ള ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. അതുപോലെ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം ലഭിക്കേണ്ട പദ്ധതികൾക്കുള്ള തുക വെട്ടിക്കുറയ്ക്കുന്നതും അംഗീകരിക്കാനാവില്ല. അപ്പോൾ അതിനെതിരെയുള്ളൊരു ശക്തമായ പ്രതിഷേധ സമരം ഉയരുകയാണ്. ഒപ്പം തന്നെ വർഗീയത രാജ്യവ്യാപകമായി ഉണ്ട്. അതിനെതിരെ ചെറുക്കാനായി കേരളം ഒരു പ്രതിരോധത്തിൻ്റെ കോട്ട തീർത്തുകൊണ്ട് ഒരു മുന്നേറ്റം കാഴ്ചവെക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ജാഥ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും കേരളം വലിയ ഒരു പ്രതിരോധ മതിൽ സൃഷ്ടിച്ചുകൊണ്ട് ഈ കേന്ദ്ര നയങ്ങൾക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും ഒക്കെ ശക്തമായ നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഉയർന്നു നിൽക്കും എന്നാണ് MP ഗോവിന്ദൻ ഈ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ മുഴുനീളം ആവർത്തിച്ച് പറഞ്ഞത്. നന്ദി മനു. കറുപ്പിന് വിലക്ക്.
കോഴിക്കോട്ടെ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വീണ്ടും കറുപ്പിന് വിലക്ക്. മീഞ്ചന്ത ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് കോളേജ് അധികൃതർ കറുത്ത വസ്ത്രമോ മാസ്കോ ധരിച്ച് വരരുതെന്ന് നിർദ്ദേശം നൽകിയത്. ഇതേ വേദിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കറുത്ത ഷർട്ടിട്ടാണ് എത്തിയത്. വെസ്റ്റിൽ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാനെത്തിയ 2 KIIFB പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട്ടെ മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ജൈവവൈവിധ്യ കോൺഗ്രസ് ആണ് വേദി. പരിപാടി തുടങ്ങും മുന്നേ വിദ്യാർത്ഥികൾക്ക് കോളേജ് അധികൃതരുടെ നിർദ്ദേശമെത്തി. കറുത്ത വസ്ത്രമോ മാസ്കോ ധരിക്കരുത്. പരിപാടിയുടെ വേദിയിലും കർശന നിരീക്ഷണം. നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ആളുകളെ അകത്തേക്ക് കടത്തിവിട്ടത്. ID കാർഡോ പരിപാടിയുടെ ടാഗോ ഇല്ലാത്തവർക്ക് പ്രവേശനമില്ല. ID കാർഡുള്ള മാധ്യമപ്രവർത്തകരിൽ പലരെയും അരമണിക്കൂറോളം സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചു. വേദിക്ക് പുറത്ത് പരിശോധനാ കോലാഹലം. ഇതേ വേദിയിൽ കറുത്ത ഷർട്ടിട്ട് മന്ത്രി PA മുഹമ്മദ് റിയാസ് എത്തിയത് കൗതുകമായി. ജൈവവൈവിധ്യ കോൺഗ്രസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതും വൻ പോലീസ് അകമ്പടിയിൽ മുഖ്യമന്ത്രി ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദിന്റെ വീട്ടിലേക്ക് തിരിച്ചു. ജൈവവൈവിധ്യ കോൺഗ്രസിൽ മുഖ്യമന്ത്രി എത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് വെസ്റ്റ് ഹില്ലിൽ 2 KIIFB പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരിങ്കൊടി കാണിക്കാനെത്തിയവരാണ് KIIFB പ്രവർത്തകരെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 കോഴിക്കോട്. പോലീസാണ് കറുത്ത വസ്ത്രം പാടില്ലെന്ന് നിർദ്ദേശം നൽകിയതെന്നാണ് മീഞ്ചന്ത ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി പറഞ്ഞത്. കറുപ്പിന് വിലക്ക് ഏർപ്പെടുത്തി കോളേജ് ഒരു സർക്കുലറും നൽകിയിട്ടില്ലെന്നും പ്രിൻസിപ്പൽ ന്യൂസ് 18നോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി വീട്ടിലിരിക്കുന്നതാണ് നല്ലതെന്ന് പ്രതിപക്ഷ നേതാവ്. ആരെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത്? മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ പേടിയാണെന്നും BD സതീശൻ. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പേരിൽ പ്രവർത്തകരെയും നേതാക്കളെയും അനധികൃതമായി കരുതൽ തടങ്കലിലെടുക്കുന്നതിനെതിരെ കോൺഗ്രസ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. മുഖ്യമന്ത്രിക്ക് പൊതുപരിപാടികളുണ്ടെങ്കിൽ ജനത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. സഞ്ചാര സ്വാതന്ത്ര്യവും ഇഷ്ടമുള്ള വസ്ത്രധാരണവും ഉൾപ്പെടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൌലിക അവകാശങ്ങളുടെ മേൽ കടന്നുകയറുകയാണ് സംസ്ഥാന ഭരണകൂടമെന്നും K സുധാകരൻ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KIIFB അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ KIIFB ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറുമെന്ന്. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. KIIFBയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു KIIFB പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം KIIFB വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ KIIFB വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് KIIFB ഇനിയൊരു അക്ഷയ ഖനിയല്ല.
കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകളെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി, ഡാൻ തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ വി ടി ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 സ്പോർട്സ്. കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ സെമി കാണാതെ പുറത്ത്. ജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കേരളം പഞ്ചാബിനോട് സമനില വഴങ്ങി. 24-ാം മിനിറ്റിൽ വൈശാഖ് മോഹനൻ കേരളത്തിന് ലീഡ് നൽകിയെങ്കിലും 34-ാം മിനിറ്റിൽ രോഹിത് ഷെയ്ഖിലൂടെ പഞ്ചാബ് സമനില പിടിച്ചു. And hence it will just heat up and take the game to an exciting point. Will almost another chance with the right, the shot comes in, it's 1-0 and there it is, the goal we were talking about. It's a Vishak Mohanan. Well, that will just boost the intensity of the game. And that's a sharp turn and the sharp finish from Vishak Mohanan. Abdur Rahim with the assist. Look at that, one touch ahead, beats good Tej. And no chance for find the perfect pass this time. Bhupinder driving inside. Paramjeet will deliver towards the far side. Kamaldeep will control. It's onside and that's 1-1. It's the equalizer. And Rohit Sheikh. കളിയുടെ വിവരങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു. എൽദോ, വളരെ നിർണായകമായ മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യന്മാർക്ക് എന്താണ് സംഭവിച്ചത്? വൈശാഖിന്റെ ഗോളിൽ വലിയ പ്രതീക്ഷയായിരുന്നു, സെമിയിൽ കടക്കും എന്നുള്ള പ്രതീക്ഷകളായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. ആരൊക്കെയാണ് സെമി കളിക്കുന്നത്? കൂടുതൽ വിവരം. ധന്യ, വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ഇന്നത്തെ മത്സരത്തിൽ. പ്രത്യേകിച്ചും പഞ്ചാബിനെതിരെ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള കേരളം ഇറങ്ങുമ്പോൾ അത് കേരളത്തിന് അത്ര പ്രയാസകരമാകില്ല എന്ന് കരുതിയിരുന്നു ഭൂരിഭാഗം ഫുട്ബോൾ പ്രേമികളും. പക്ഷേ ഇതുവരെ തോൽവി വഴങ്ങാത്ത ഒരു ടീമായിരുന്നു പഞ്ചാബ്. ഈ ടൂർണമെന്റിൽ അത്രമാത്രം മികച്ച രീതിയിലാണ് മുന്നേറിയത് പഞ്ചാബ്. പക്ഷേ പഞ്ചാബ് ആദ്യം ഗോൾ വഴങ്ങി. വൈശാഖ് മോഹനൻ 24-ാം മിനിറ്റിൽ കേരളത്തിന് ലീഡ് സമ്മാനിച്ചതാണ്. പക്ഷേ 10 മിനിറ്റിന്റെ ദൈർഘ്യം മാത്രം ആ ആശ്വാസത്തിന്. 10 മിനിറ്റിനപ്പുറം പഞ്ചാബ് തിരികെ അടിച്ചു. രണ്ടാം പകുതിയിൽ പരമാവധി ശ്രമിച്ചു, ഏറ്റവും മികച്ച പ്രകടനം നടത്താൻ ശ്രമം നടത്തി കേരളത്തിന്റെ ഭാഗത്തുനിന്ന്. പക്ഷെ ഒരിക്കൽ പോലും പഞ്ചാബിന്റെ പ്രതിരോധത്തെ മറികടന്ന് നീങ്ങാൻ സാധിച്ചില്ല. 90 മിനിറ്റിന് ശേഷം 7 മിനിറ്റിന്റെ ആഡ് ഓൺ ടൈമിൽ ലഭിച്ചതാണ് കേരളത്തിന്. പക്ഷേ അപ്പോഴും ഗോൾ സ്കോറിംഗ് മാത്രം അന്യമായി നിന്നു. ഈ മത്സരത്തിൽ ആവേശകരമാകുമായിരുന്ന ഒരു സെമി പ്രവേശം അത് കേരളത്തിന് സാധ്യമാക്കാൻ കഴിയാതെ പോയി. സൗദിയിലേക്കുള്ള വിമാന ടിക്കറ്റ് ഇനി ക്യാൻസൽ ചെയ്യാം. ഒരുപക്ഷെ സൗദിയിൽ സന്തോഷ് ട്രോഫിയുടെ സെമി ഫൈനലും ഫൈനലും നിശ്ചയിച്ചപ്പോൾ തന്നെ കേരളത്തിലെ മലയാളി ഫുട്ബോൾ പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്നത് കേരളത്തിന്റെ കളി സൗദിയിൽ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് കേരളത്തിന് നിലവിലെ ചാമ്പ്യന്മാർ മഞ്ചേരിയിൽ കേരളം കിരീടവുമായി എത്തിയതിന്റെ ഓർമ്മകൾ മായുമ്പോൾ തന്നെ തൊട്ടടുത്ത സന്തോഷ് ട്രോഫിയിൽ കേരളം തോൽവി വഴങ്ങുകയാണ്. ഏറ്റവും ദയനീയം, കേരളം ഗ്രൂപ്പിൽ 3-ാം സ്ഥാനക്കാരായിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. കർണാടകവും ഒപ്പം പഞ്ചാബും 1-2 സ്ഥാനക്കാരായി സെമി ഫൈനലിലേക്ക് മുന്നേറി. സർവീസസ് മറ്റൊരു ഗ്രൂപ്പിൽ നിന്നും ഇതിനോടകം തന്നെ മുന്നേറിയിട്ടുണ്ട്. കേരളത്തിന് ഇനി നാട്ടിലേക്ക് മടങ്ങാമെന്നുള്ളതാണ് വസ്തുത. എന്നാണെങ്കിലും പരമാവധി ശ്രമിച്ചു, പക്ഷേ സെമിയിലേക്ക് നോക്കൌട്ട് ബർത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല കേരളത്തിന്. ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ 6 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ബോർഡർ-ഗാവസ്കർ ട്രോഫി നിലനിർത്തി. 115 റൺസ് വിജയലക്ഷ്യം 2 ദിവസം ശേഷിക്കെ ഇന്ത്യ മറികടന്നു. 2 ഇന്നിംഗ്സിലുമായി 10 വിക്കറ്റ് വീഴ്ത്തിയ രവീന്ദ്ര ജഡേജയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഒറ്റ സെഷനിൽ 9 വിക്കറ്റ്, 1 വിക്കറ്റിന് 62 റൺസ് എന്ന നിലയിൽ നിന്ന് 113 റൺസിന് ഓൾ ഔട്ടിലേക്ക് കൂപ്പുകുത്തിയതാണ് ഓസീസിന് തിരിച്ചടിയായത്.
42 റൺസ് മാത്രം വഴങ്ങി 7 വിക്കറ്റുകൾ പിഴുത് കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം രവീന്ദ്ര ജഡേജ കാഴ്ചവെച്ചപ്പോൾ അത് ഇന്ത്യയുടെ വിജയം അനായാസമാക്കി. 3 വിക്കറ്റ് വീഴ്ത്തി അശ്വിനും ജഡേജയ്ക്കൊപ്പം കൂടി. 43 റൺസ് എടുത്ത ട്രാവിസ് ഹെഡും 35 റൺസ് എടുത്ത മാർണസ് ലെബൂഷേനും പിൻവാങ്ങിയതോടെ ഓസീസ് കളി കൈവിട്ടു. ഇരട്ടയാക്കം കടന്ന മറ്റൊരു സ്കോറർ ഇല്ലായിരുന്നു ഓസ്ട്രേലിയയ്ക്ക്. മറുപടി ബാറ്റിംഗ് അനായാസമായിരുന്നില്ല ഇന്ത്യക്കും. രാഹുൽ വന്നപാടെ മടങ്ങി. ക്യാപ്റ്റൻ 31 റൺസിനും മുൻ ക്യാപ്റ്റൻ കോഹ്ലി 20 റൺസിനും ശ്രേയസ് അയ്യർ 12 റൺസിനും തിരികെ കയറി. എന്നാൽ 100ാം ടെസ്റ്റ് കളിച്ച ചേതേശ്വർ പൂജാര എസ് ഭരത്തിനെ കൂട്ടുപിടിച്ചാണ് വിജയം നേടിയെടുത്തത്. 4 മത്സരങ്ങളുടെ പരമ്പരയിൽ 2-0 മുന്നിലെത്തിയതോടെ ബോർഡർ ഗാവസ്കർ ട്രോഫി ഇന്ത്യൻ ഷെൽഫിൽ തുടരും. അടുത്ത 2 മത്സരങ്ങളിൽ ഒന്നിലെങ്കിലും ജയിച്ചാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലും ഇന്ത്യ കളിക്കും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലൊന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയ ഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി ഡാൻ, തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ വി ടി ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ
അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും? എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ചിന്നക്കനാലിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. വാഴകൃഷി നശിപ്പിച്ചു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വൻ ലഹരിവേട്ട. പിടിച്ചത് 75 ലക്ഷം രൂപയുടെ പാൻ മസാല. കാസർഗോഡ് ലഹരിമുക്ത ജാഗ്രതാ സമിതി പ്രവർത്തകർക്ക് നേരെ ആക്രമണം. ഒരാൾ അറസ്റ്റിൽ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പശുക്കളിൽ ചർമ്മമുഴ വ്യാപകം. പ്രതിസന്ധിയിൽ ക്ഷീര കർഷകർ. മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായം കിട്ടുന്നില്ലെന്ന് കർഷകർ. നീലേശ്വരത്തെ ബോട്ട് ടെർമിനൽ പ്രവർത്തന സജ്ജം. ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുമെന്ന് പ്രതീക്ഷ. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. ബേസിൽ ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് ആന കലി തീർത്തത്. വാഴകൃഷി നശിപ്പിച്ചു. സമീപത്തെ റേഷൻ കടയ്ക്ക് നേരെ 1 മാസം മുമ്പ് അരിക്കൊമ്പൻ ആക്രമണം നടത്തിയിരുന്നു. റേഷൻ കടയുടെ സമീപത്തെ സോളാർ ഫെൻസിംഗിൽ തട്ടിയ ഒറ്റയാൻ പിന്നോട്ട് പോവുകയും സമീപത്തുള്ള വാഴത്തോട്ടം പൂർണ്ണമായും നശിപ്പിക്കുകയുമായിരുന്നു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വീണ്ടും വൻ പാൻ മസാല വേട്ട. 75 ലക്ഷം രൂപയുടെ പാൻ മസാല ഉൽപ്പന്നങ്ങൾ കരുനാഗപ്പള്ളി പോലീസ് പിടികൂടി. 95,000 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെടുത്തത്. വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. വാഹനം വാടകയ്ക്ക് എടുത്തതെന്ന് തെളിയിക്കുന്ന രേഖകളും വാഹനത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തി. നേരത്തെ ലഹരിക്കടത്തിന് പിടിച്ച വാഹന ഉടമ അൻസാറാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയ വാഹനം കരാർ നൽകിയതിന്റെ സാക്ഷി. ആലുവ മണപ്പുറത്ത് ശിവരാത്രിയുടെ ഭാഗമായുള്ള ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുകയാണ്. കോവിഡിന് ശേഷമുള്ള ശിവരാത്രി ആഘോഷ ചടങ്ങുകൾ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമാണ് ആലുവ ശിവരാത്രി മണപ്പുറം. പിതൃക്കൾക്ക് ബലിയർപ്പിക്കാൻ ആയിരങ്ങളാണ് മണപ്പുറത്തേക്ക് ഒഴുകിയെത്തുന്നത്. അമാവാസി ദിവസമായ നാളെയും ബലിതർപ്പണ ചടങ്ങുകൾ തുടരും. ഏതാണ്ട് ഒരു 10-25 വർഷത്തിന് ശേഷമായി സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കും. ആഘോഷങ്ങളൊക്കെ നല്ല ആഘോഷങ്ങളാണ്. ബലിറ്റില്ല, ഇടാൻ പോണുള്ളൂ. ഭയങ്കര തിരക്ക്. ഈ തവണ നല്ല രീതിയിലാണ് ശിവരാത്രി മണപ്പുറം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെയും പൊതുജനങ്ങളുടെയും നല്ല താല്പര്യം മാത്രമായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാ വിഭാഗ ആളുകളും സ്വരീമയുടെ ബലിയർപ്പണം ചെയ്ത് മടങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പിനും ശേഷം അർദ്ധരാത്രിയോടെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ ഔപചാരികമായി ആരംഭിച്ചത്. എങ്കിലും ഇന്നലെ പുലർച്ചെയും പലരും പിതൃക്കൾക്ക് തർപ്പണം ചെയ്തു മടങ്ങി. ലക്ഷാർച്ചന തൊഴുതും ഉപവാസമനുഷ്ഠിച്ചും ശിവപഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടും ആയിരങ്ങൾ മഹാദേവനെ തൊഴുതു. കോവിഡ് ഇടവേളയ്ക്ക് ശേഷമെത്തിയ ശിവരാത്രി ആഘോഷങ്ങൾക്കും ബലിതർപ്പണ ചടങ്ങുകൾക്കുമായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത്. 116 ബലിത്തറകളും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. മൺമറഞ്ഞുപോയ പിതൃക്കളുടെ ഓർമ്മകൾക്ക് ബലിപിണ്ഡം അർപ്പിച്ച് ആത്മനിർവൃതിയോടെ ആയിരങ്ങളാണ് ആലുവ മണപ്പുറത്തു നിന്നും മടങ്ങുന്നത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. കൊല്ലം കുമ്മിളിൽ എഴുന്നള്ളത്തിനിടയിൽ ആന ഇടഞ്ഞു. ചിതറ കുമ്മിൾ ശിവക്ഷേത്രത്തിൽ നടന്ന എഴുന്നള്ളത്തിനിടയിലാണ് ആന ഇടഞ്ഞത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ആനപ്പുറത്തിരുന്ന 2 പാപ്പാന്മാർ താഴെ വീഴുകയും വിരണ്ടോടിയ ആന കസേരകൾ നശിപ്പിക്കുകയും ചെയ്തു. ചുറ്റമ്പലത്തിനുള്ളിലായതിനാൽ ഭക്തജനങ്ങൾക്ക് പുറത്തേക്ക് ഓടി മാറാൻ സാധിച്ചു. തുടർന്ന് പാപ്പാന്മാർ ചേർന്ന് ആനയെ തളയ്ക്കുകയായിരുന്നു.
നോക്കുന്നുണ്ട്. കാസർഗോഡ് ലഹരിമുക്ത ജാഗ്രതാ സമിതിയുടെ പ്രവർത്തകർക്ക് നേരെ ആക്രമണം. ജുനൈഫ്, സമ്മദ്, ഷറഫുദ്ദീൻ എന്നിവരാണ് ഇക്ബാൽ ഹൈസ്കൂൾ പരിസരത്ത് വെച്ച് ലഹരി മാഫിയ സംഘങ്ങൾ ആക്രമിച്ചത്. അക്രമി സംഘം സ്കൂൾ പരിസരത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പരിക്കേറ്റവരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് കുറ്റ്യാടിയിൽ MDMA-യുമായി യുവാവ് പിടിയിലായി. നരിക്കുട്ടം ചാൽ സ്വദേശി സൂരജ് തരിപ്പൊയിൽ ആണ് പിടിയിലായത്. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന MDMA ആണ് ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. പത്തനംതിട്ടയിൽ ആറന്മുളയ്ക്ക് സമീപം പമ്പാ നദിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ എബിന്റെ മൃതദേഹം കണ്ടെത്തി. ഫയർഫോഴ്സും നാട്ടുകാരും രാവിലെ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചിട്ടികുളങ്ങര കണ്ണമംഗലം സ്വദേശിയാണ് എബിൻ. ഇന്നലെ വൈകിട്ട് സഹോദരങ്ങളായ മെഫിൻ എന്നിവരുടെ മൃതദേഹങ്ങളും കണ്ടെത്തിയിരുന്നു. മാരമൺ കൺവെൻഷൻ കാണാനെത്തിയ ചിട്ടികുളങ്ങര സ്വദേശികളായ 8 അംഗ സംഘത്തിൽപ്പെട്ട യുവാക്കളാണ് ആറന്മുളയ്ക്ക് സമീപമുള്ള പാരാപ്പുഴക്കടവിൽ അപകടത്തിൽപ്പെട്ടത്. കോട്ടയം നഗരസഭയിൽ UDF ഭരണസമിതിയെ പുറത്താക്കാൻ ഇടതുമുന്നണി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം നാളെ പരിഗണിക്കും. കോൺഗ്രസ് അംഗം മരിച്ചതിനെ തുടർന്ന് UDFന്റെ ഭൂരിപക്ഷം കുറഞ്ഞ സാഹചര്യത്തിൽ അവിശ്വാസ പ്രമേയം നിർണായകമാണ്. അതേസമയം നോട്ടീസ് പരിഗണിക്കുന്നതിൽ 8 അംഗങ്ങളുള്ള BJPയുടെ നിലപാടും നിർണായകമാണ്. ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള UDF ഭരണത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും ആരോപിച്ചാണ് LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. 22 അംഗങ്ങൾ വീതമാണ് ഇടത് വലത് മുന്നണികൾക്കുള്ളത്. അടുത്തിടെ ഒരു കോൺഗ്രസ് അംഗം മരിച്ചതോടെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നിർണായകമാകുകയാണ്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നും തന്നെ നഗരസഭയുടെ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ധൂർത്തിൻ്റെയും പ്രതിരൂപമായിട്ട് കോട്ടയം നഗരസഭ മാറിയിരിക്കുക. ഇന്ന് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഇല്ലാത്ത വിധം നഗരസഭയെ കുത്തുവാള എടുപ്പിക്കുന്ന തരത്തിലേക്ക് ഭരണാധികാരി എന്ന നിലയ്ക്ക് ചെയർപേഴ്സൺ ഇന്ന് കോട്ടയം നഗരസഭ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം കൗൺസിലർ മരിച്ചതിന് പിന്നാലെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. ഇടത് ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. ഈ അവിശ്വാസം ഒരു കോൺഗ്രസ് അംഗം മരണപ്പെട്ടു. സ്വാഭാവികമായി ഞങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു മരണത്തെ ആഘോഷവും അവസരവുമാക്കി മാറ്റി ഭരണം പിടിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നു. അതിൻ്റെ ധാർമ്മികത നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഏത് അധർമ്മത്തിലൂടെയും ഭരണത്തെ അട്ടിമറിക്കുക, എങ്ങനെയെങ്കിലും തങ്ങൾക്ക് ആ ഭരണത്തിൽ കയറാനായിട്ട് പറ്റുമോ എന്ന് നോക്കുക, ഇത് മാത്രമാണ് ഈ അവിശ്വാസം കൊണ്ട് അവർ ലക്ഷ്യമിടുന്നത്. 8 അംഗങ്ങളുള്ള BJP നിലപാടാണ് നിർണായകം. BJP വിട്ടുനിന്നാൽ അവിശ്വാസ പ്രമേയം പാസ്സാകില്ല. കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് BJP ഓഫീസിൽ ചേരുന്നുണ്ട്. അതിനുശേഷം പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് രാവിലെ BJPയുടെ നിലപാട് എന്താണെന്നുള്ളത് ആ യോഗത്തിന് ശേഷം പാർട്ടി വ്യക്തമാക്കുന്നതായിരിക്കും. നേരത്തെ ഇടതുപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തെ BJP പിന്തുണച്ചത് വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. അവിശ്വാസം പാസ്സായെങ്കിലും ആരോഗ്യ കാരണങ്ങളാൽ ഇടതംഗം വിട്ടുനിന്നതോടെയാണ് കഴിഞ്ഞ തവണ LDFന് ഭരണം നഷ്ടമായത്. G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.
ഈ മാസം 25 മുതൽ 27 വരെ ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം. പുതുക്കാട്, തൃശൂർ സ്റ്റേഷനുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിയന്ത്രണം. ജനശതാബ്ദി ഉൾപ്പെടെ 4 ട്രെയിനുകൾ പൂർണ്ണമായും 3 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി. 26-ലെ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി, എറണാകുളം ഷൊർണൂർ മെമു, എറണാകുളം ഗുരുവായൂർ, 27-ലെ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എന്നിവയാണ് പൂർണ്ണമായും റദ്ദാക്കിയത്. കോഴിക്കോട് ചാത്തമംഗലത്ത് വീട്ടുവളപ്പിൽ കണ്ട മൂർഖൻ പാമ്പിനെ പിടികൂടി. ചാത്തമംഗലം സ്വദേശി ജിതിന്റെ വീട്ടുവളപ്പിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. വനം വകുപ്പിന്റെ RRT വാളണ്ടിയർ കള്ളനോട് സ്വദേശി കബീറാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. 2 ദിവസം മുമ്പും പാമ്പിനെ പരിസര പ്രദേശങ്ങളിൽ കണ്ടിരുന്നു. അതിൽ കയറും. ഹലോ, കാസർഗോഡ് നീലേശ്വരത്ത് 8 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ബോട്ട് ടെർമിനൽ തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. ടൂറിസം കേന്ദ്രമായ കോട്ടപ്പുറം പുഴയോരത്ത് ബോട്ട് ടെർമിനൽ യാഥാർത്ഥ്യമാക്കിയത്. കായൽ ടൂറിസത്തിന് മാറ്റുകൂട്ടാൻ കോട്ടപ്പുറത്ത് നിർമ്മിച്ചതാണ് വഞ്ചിവീട് ടെർമിനൽ. ഇത് പ്രവർത്തന സജ്ജമായി. വിനോദസഞ്ചാര വകുപ്പിന്റെ ധനസഹായത്തോടെ ഉൾനാടൻ ജലഗതാഗത വകുപ്പാണ് ടെർമിനൽ പൂർത്തിയാക്കിയത്. ഓടുപാകി മനോഹരമാക്കിയ മേൽക്കൂരയോടുകൂടി തലയെടുപ്പോടെ നിൽക്കുന്ന ഹൗസ് ബോട്ട് ടെർമിനലിനോട് അനുബന്ധിച്ച് 4.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട്. സഞ്ചാരികൾക്കായി ഒരുക്കിയ വ്യൂ പോയിന്റുകളും കരിങ്കൽ ബെഞ്ചുകളും ടെർമിനലിന്റെ പ്രത്യേകതയാണ്. 4 തട്ടുകളായി ഉയരം ക്രമീകരിച്ച 4 ബോട്ട് ജെട്ടികൾ ഇവിടെയുണ്ട്. ഒരേ സമയം 4 വഞ്ചി വീടുകൾക്ക് വിവിധ കാലാവസ്ഥയിൽ പാർക്ക് ചെയ്ത് സഞ്ചാരികളെ കയറ്റാൻ കഴിയും. ഉത്തര മലബാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോട്ടപ്പുറം ബോട്ട് ടെർമിനൽ. നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നത്. 132 മീറ്റർ നീളത്തിലുള്ള ടെർമിനൽ 8 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. കോട്ടപ്പുറം പാലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിലും ഇന്റർലോക്ക്, സോളാർ വിളക്കുകൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. കായൽ ടൂറിസം രംഗത്ത് ഉത്തര മലബാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി കോട്ടപ്പുറം മാറുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് 18 കാസർഗോഡ്. മതസഹോദര്യത്തിന്റെ പ്രതീകമാണ് കാസർഗോട്ടെ പെരുമ്പട്ട ഗ്രാമം. ഇവിടെ പള്ളികളിൽ ചെന്ന തെയ്യം മുസ്ലിം സഹോദരങ്ങൾക്ക് ഇളനീർ സാദം നൽകുന്നതാണ് പതിവ്. താഴത്തിടം പാടർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന്റെ സമാപന ദിവസം വിഷ്ണുമൂർത്തി തെയ്യം മുനീറുൾ ഇസ്ലാം ജുമാ മസ്ജിദിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. അത് മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചരിത്ര നിമിഷങ്ങളിലൊന്നാണ്. മുസ്ലിം സഹോദരങ്ങൾക്ക് ഇളനീർ പ്രസാദം നൽകിയാണ് തെയ്യം പള്ളിയിൽ നിന്നും മടങ്ങുന്നത്. വാങ്കുവിളികളാൽ മുഖരിതമായ പള്ളിക്കുള്ളിലെ മഖാമിന് മുന്നിൽ തടിച്ചുകൂടിയ പുരുഷാരവത്തിന് അനുഗ്രഹവും ഒപ്പം സാഹോദര്യത്തിന്റെ സന്ദേശവും ചൊരിഞ്ഞാണ് വിഷ്ണുമൂർത്തി തെയ്യം പടിയിറങ്ങുക. പെരുമ്പട്ട ഗ്രാമം ഒന്നടങ്കം തെയ്യാട്ടക്കാവുകളിലെ ആ വേറിട്ട ആചാരത്തിന് സാക്ഷ്യം വഹിക്കും. 3 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന കളിയാട്ടത്തിന്റെ സമാപന ദിവസമാണ് ക്ഷേത്രത്തിൽ കെട്ടിയാടിയ പരദേവത സമീപത്തെ മുനീറുൾ ഇസ്ലാം ജുമാ മസ്ജിദിൽ സന്ദർശനം നടത്തുക. ഇക്കുറിയും ആചാരം മനോഹരമായി തന്നെ നടപ്പാക്കി. ഏറെക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ഇവിടുത്തെ കളിയാട്ടം 9 വർഷം മുൻപാണ് പുനരാരംഭിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. മികച്ച നിലവാരത്തിലേക്ക് ഉയരുകയാണ് കോഴിക്കോട്ടെ ഒരു സർക്കാർ സ്കൂൾ. വെള്ളിമണ്ണ GM-UP സ്കൂൾ മോഡൽ പ്രീ പ്രൈമറിയുടെ ഭാഗമായി ഒരുക്കിയ വർണ്ണ കൂടാരത്തെക്കുറിച്ചറിയാം. 1924 വെളിമണ്ണ GM-UP സ്കൂൾ തുടങ്ങുന്നത്. പഠന നിലവാരത്തിനോടൊപ്പം ഭൗതിക സൗകര്യങ്ങളും മികച്ചതാണ് ഇവിടെ. 740 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ക്ലാസ് മുറികളും പരിസരവും മനോഹരമാക്കിയിട്ടുണ്ട്. 10 ലക്ഷം രൂപ ഇതിനായി ചെലവിട്ടു. 13 ഇടങ്ങളാണ് വർണ്ണക്കൂടാരത്തിന്റെ പ്രത്യേകത. 13 ഇടങ്ങളാണ് ഈ സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പുറത്തായിട്ട് ഹരിതോദ്യാനവും അതോടൊപ്പം കളിയിടവുമൊക്കെ
ഈ ക്ലാസ് റൂമുകളുടെ പുറത്താണ് സംവിധാനിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടതാണ് 13 ഇടങ്ങൾ. വർണ്ണക്കൂടാരം ഒരുങ്ങിയതോടെ സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറി. ചുമരുകൾ ചിത്രങ്ങളാൽ നിറഞ്ഞു. ഉല്ലാസത്തിനുള്ള പാർക്കുകൾ, ക്ലാസ് മുറികൾ ഡിജിറ്റലായി. കളിയാണ് രീതി, സ്നേഹമാണ് ഭാഷ എന്ന ആപ്തവാക്യം ശരിക്കും അന്വർത്ഥമാക്കുന്ന രീതിയിൽ അവർക്ക് പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ ഈ വർണ്ണക്കൂടാരം കുട്ടികളെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. NITയിലെ വിദ്യാർത്ഥികളാണ് ചുമരുകളിൽ വർണ്ണക്കൂടാരം തീർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. സ്കൂളിലെ അധ്യാപികമാരും ചുവരിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ചുവെച്ചു. സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം നാട്ടുകാരും ഒരുമിച്ച് നിന്നതിന്റെ വിജയമാണിതെന്ന് PTA പ്രസിഡന്റ് TK അൻവർ സാദത്ത് പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥികളാണെങ്കിലും പ്രവാസികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ഒക്കെ തന്നെ സജീവമായി ഇതിലെല്ലാ വികസന പ്രവർത്തനങ്ങളും അവരുടേതായ പങ്കാളിത്തമുണ്ട്. അധ്യാപനം ജോലി മാത്രമല്ലെന്നും അത് സമൂഹത്തോടുള്ള കടമയാണെന്നുമാണ് ഇവർ കാട്ടിത്തരുന്നത്. ന്യൂസ് 18 താമരശ്ശേരി. കായംകുളത്ത് വിധവയുടെ പെട്ടിക്കട സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചതായി പരാതി. ചേരാവള്ളി സ്വദേശി രോഹിണിയുടെ പെട്ടിക്കടയാണ് കത്തിച്ചത്. 5 വർഷം മുമ്പ് രോഹിണിയുടെ ഭർത്താവിന്റെ മരണശേഷം ഉപജീവനത്തിനായി തുടങ്ങിയതാണ് ഈ പെട്ടിക്കട. 25,000 രൂപയോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഇടവേളയിലേക്ക്. കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലൊന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. അത് പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയ ഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകളെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി ഡാൻ, തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ VT ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ VT ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്
ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പാഴ്ത്തുണികളിൽ നിന്ന് ചവിട്ടി നിർമ്മിക്കുന്ന പദ്ധതിയുമായി കോഴിക്കോട്ടെ മണിയൂർ പഞ്ചായത്ത്. ഇതുവഴി വരുമാനവും ഒപ്പം പാഴ്ത്തുണികളുടെ പുനരുപയോഗവുമാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. കണ്ണൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജീസുമായി സഹകരിച്ചാണ് പാഴ്ത്തുണികളിൽ നിന്ന് ചവിട്ടി നിർമ്മിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. മണിയൂർ പഞ്ചായത്തിന്റെ നാനോ കാർപ്പറ്റ് വീവിംഗ് യൂണിറ്റ് വഴി നടപ്പാക്കും. കൂടുതൽ യന്ത്രം നിർമ്മിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകാനാണ് പഞ്ചായത്ത് ആലോചിക്കുന്നത്. പഴകിയ തുണികൾ സ്ട്രിപ്പുകളാക്കി ഉപകരണത്തിൽ വെച്ച് തയ്ച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതൊരു 10-20 വീടുകൾ സ്ഥാപിച്ചാൽ പോലും 20 സാധാരണക്കാർക്ക് ഇത്രയും പെട്ടെന്ന് തൊഴിൽ ലഭിക്കാൻ പറ്റുന്ന സംവിധാനമായിട്ടാണ്. ഒന്ന്, ഇത്തരം പഴകിയ വസ്തുക്കൾ നല്ല നിലക്ക് നിർമ്മാർജ്ജനം ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ തൊഴിൽ സാധ്യത ഉണ്ടാക്കാൻ പറ്റും. ചവിട്ടി വ്യാപകമായി നമ്മളെ വീടുകളിൽ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും. വീവിംഗ് യൂണിറ്റ് നിർമ്മിച്ചത് മണിയൂരിലെ ഒരു വെൽഡിംഗ് സ്ഥാപനത്തിൽ നിന്നാണ്. പാലക്കാട് ചാലിശ്ശേരിയിൽ നടക്കുന്ന പഞ്ചായത്ത് ദിനാഘോഷത്തിൽ വീവിംഗ് യൂണിറ്റ് പ്രദർശിപ്പിക്കും. എല്ലാത്തരം തുണികളും ഈ ചവിട്ടി നിർമ്മിക്കാൻ പ്രയോജനപ്പെടുത്താനാകും. ന്യൂസ് 18 വടകര. പശുക്കളിലെ ചർമ്മമുഴ വ്യാപകമായതോടെ ആശങ്കയിലാണ് ക്ഷീര കർഷകർ. തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായിക്കോണത്താണ് രോഗബാധ രൂക്ഷമായിരിക്കുന്നത്. കഴക്കൂട്ടം, ചന്തവിള, കാട്ടായിക്കോണം വാർഡുകളിൽ കന്നുകാലികളിൽ ചർമ്മമുഴ രോഗം പടരുകയാണ്. കഴക്കൂട്ടത്ത് മൃഗാശുപത്രിയുണ്ടെങ്കിലും ചികിത്സ കിട്ടാതെ ഒരു പശു ചത്തു. വാവറക്കോണത്തെ ക്ഷീരകർഷകയായ മിനിയുടെ 20 ലിറ്റർ പാൽ നൽകിയിരുന്ന പശുവാണ് ചത്തത്. 7 പശുക്കൾക്ക് കൂടി രോഗബാധയുണ്ട്. ഇവർക്ക് മാത്രം 13 പശുക്കളുണ്ട്. കൂടുതൽ പശുക്കളിലേക്ക് രോഗം പടരുമെന്ന ആശങ്കയിലാണ് കർഷകർ. യഥാസമയം മൃഗാശുപത്രിയിൽ നിന്നും ചികിത്സ ലഭിക്കുന്നില്ലെന്നും കർഷകർ പരാതിപ്പെടുന്നു. സ്വകാര്യ ഡോക്ടർമാരെ എത്തിക്കുമ്പോൾ നല്ലൊരു തുക ചിലവാകുന്നു. ഈ ഡോക്ടറെ വിളിച്ച സമയത്ത് വരേയില്ല. എനിക്ക് സമയത്ത് ഒരു ചികിത്സയും എൻ്റെ കന്നാലിയൊക്കെ കിട്ടുന്നില്ല. അവർ വിളിക്കുമ്പോൾ ഞാൻ 2 ദിവസം, ഇതിന് മുന്നേ എനിക്ക് അടുത്ത ദിവസം ഒരു പശു ഇങ്ങനെ 2 ദിവസമായി പ്രസവിച്ച് വീണു. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ ഫോൺ എടുത്തില്ല. ഒരു 10-20 പ്രാവശ്യം കാരണം എൻ്റെ ഒരു ഇതുകൊണ്ടാണ് വിളിച്ചത്. ആ പശുവിൻ്റെ വെപ്രാളം, എണീക്കയില്ല, കിടക്കയില്ല, അങ്ങനത്തെ ഒരു വെപ്രാളം കൊണ്ട് ഒരു വിറയൽ പോലെ വന്നു. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എൻ്റേതായ കാര്യങ്ങളുണ്ട്, എനിക്ക് ഹോസ്പിറ്റൽ കാര്യമൊക്കെയാണ്, നിങ്ങൾക്ക് നിങ്ങളെ കാര്യം മാത്രമെന്നും പറഞ്ഞിട്ട് അവർ ഫോൺ വച്ചു. കൂടുതൽ കന്നുകാലികളിലേക്ക് രോഗം ബാധിച്ചാൽ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകുമെന്ന് കർഷകർ പറയുന്നു. ന്യൂസ് 18 കഴക്കൂട്ടം. അസ്നമോൾ വളരെ പ്രിയത്തോടെ വളർത്തിയതാണ് ആട്ടിൻകുട്ടിയെ. അച്ഛൻ്റെ ചികിത്സാ ചെലവ് താങ്ങാതെ വന്നപ്പോഴാണ് ആട്ടിൻകുട്ടിയെ വിൽക്കേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ അസ്നമോൾക്ക് പുതിയൊരു ആട്ടിൻകുട്ടിയെ കിട്ടി. മലയോരത്തെ പാലോട് ഇടിഞ്ഞാർ സ്കൂളിലെ ആഗ്രഹപ്പെട്ടിയിലൂടെയാണ് അസ്നമോളുടെ ആഗ്രഹം സഫലമായത്. ഈ വാർത്തയോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇടിഞ്ഞാർ സർക്കാർ ട്രൈബൽ സ്കൂളിലെ ആഗ്രഹപ്പെട്ടിയിൽ 5ാം ക്ലാസ്സുകാരി അസ്നമോൾ കുറിപ്പെഴുതിയിട്ടു. എന്റെ കൂട്ടുകാരിയായിരുന്നു കുഞ്ഞാറ്റയാട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ. എന്നാൽ വാപ്പയുടെ ചികിത്സയ്ക്ക് കാശ് തികയാതെ വന്നപ്പോൾ ഉമ്മ അവളെ വിറ്റു. കുഞ്ഞാറ്റയെ വിറ്റതോടെ വലിയ സങ്കടത്തിലാണ് ഞാൻ. എനിക്കൊരാടിനെ വാങ്ങി നൽകാമോ? ആഗ്രഹപ്പെട്ടി എന്ന മാജിക് ബോക്സിൽ നിന്ന് കുറിപ്പ് കിട്ടിയ അധ്യാപകർ അസ്നമോളുടെ ആഗ്രഹം സഫലീകരിച്ചു. തവിട്ടും വെള്ളയും നിറമുള്ള പുതിയ ആടിനും അസ്നമോൾ പേരിട്ടു കുഞ്ഞാറ്റയെന്ന്. ടീച്ചർ ലിബിന ടീച്ചർ പറഞ്ഞു ഇങ്ങനെ ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എഴുതിയിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതിയിട്ടു. എനിക്കിത് കുഞ്ഞാറ്റ എന്നാണ് ആടിൻ്റെ പേരും.
എനിക്ക് HM എല്ലാവരും കൂടെ എനിക്കൊരു ആടിനെ തന്നു. ആട്ടിൻകുട്ടിയുടെ പേരാണ് കുഞ്ഞാറ്റ. ആദിവാസി ഊരുകളിൽ നിന്നടക്കം പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അധ്യാപകർ മുൻകൈയെടുത്താണ് ആഗ്രഹപ്പെട്ടി സ്ഥാപിച്ചത്. കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അധ്യാപകർ മുൻകൈയെടുത്ത് സാധിച്ചു നൽകും. അസ്നയുടെ പിതാവ് ഷിബുവിന്റെ ക്യാൻസർ ചികിത്സയ്ക്കായാണ് അസ്നയുടെ കൂട്ടുകാരിയായ കുഞ്ഞാറ്റയെ ഉമ്മ ഫാത്തിമ വിറ്റത്. ഇപ്പോൾ അസ്നയുടെ പിതാവ് ജീവിച്ചിരിപ്പില്ല. ഇനി നല്ല എഴുത്തുകാരിയാകണമെന്നാണ് അസ്നമോളുടെ ആഗ്രഹം. ന്യൂസ് 18 തിരുവനന്തപുരം. കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകളെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി, ഡാൻ തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ VT ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ VT ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല.
അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. അത് പിന്നെ ഗതാഗത മന്ത്രിക്കെതിരെ തുറന്നടിച്ച് AK ബാലൻ. വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്ത. ആന്റണി രാജുവിനെതിരെ തുറന്നടിച്ച് AK ബാലൻ. KSRTCയിൽ നടപ്പാക്കുന്നത് സർക്കാർ വിരുദ്ധ നയമെന്ന വിമർശനം. പ്രശ്നങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നു. മാനേജ്മെന്റിനും വിമർശനം. KSRTCയെ നവീകരിക്കുമെന്ന് MV ഗോവിന്ദൻ. സർക്കാർ ഉദ്യോഗസ്ഥരെ വിമർശിച്ച AK ബാലൻ. ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ മന്ത്രിമാരെ സോപ്പിട്ട് വശത്താക്കാൻ റിസർച്ച് നടത്തുന്നു. ഉദ്യോഗസ്ഥ വൃന്ദത്തെ നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ബാലൻ. മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കറുപ്പിന് വിലക്ക്. കറുത്ത വസ്ത്രവും മാസ്കും ധരിച്ചവർ പുറത്ത്. പോലീസ് നിർദ്ദേശമെന്ന സംഘാടകർ. കോഴിക്കോട്ടെ പരിപാടിയിൽ മുഹമ്മദ് റിയാസ് ധരിച്ചത് കറുത്ത ഷർട്ട്. കറുപ്പിന് വിലക്കില്ലെന്ന് MV ഗോവിന്ദൻ. സർക്കാരിനെതിരായ വിമർശനങ്ങളെ പ്രതിരോധിച്ച് MV ഗോവിന്ദൻ ന്യൂസ് 18-ൽ. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നത് ചാവേറുകളെന്ന വിമർശനം. സുരക്ഷ കൂട്ടിയത് ചാവേറുകളെ സംരക്ഷിക്കാനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ആകാശ് തില്ലങ്കേരിക്കെതിരെ ശബ്ദം കടുപ്പിച്ചു CPM. ആകാശ് തനി ക്രിമിനലെന്ന MV ഗോവിന്ദൻ. അവർക്ക് മുന്നിൽ കീഴടങ്ങില്ല. നേതൃത്വത്തെ വെല്ലുവിളിച്ച് വീണ്ടും ആകാശ്. KK ശൈലജയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരെ FB പോസ്റ്റ്. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിൽ ആശങ്കയില്ലെന്ന് MV ഗോവിന്ദൻ. അവസാന വാക്ക് പറയേണ്ടത് ജനങ്ങൾ. ലൈഫ് മിഷൻ അന്വേഷണം CM രവീന്ദ്രനിലേക്കെന്ന സൂചന. ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഡൽഹി ടെസ്റ്റിലും ഓസ്ട്രേലിയ തകർന്നടിഞ്ഞു. ഇന്ത്യയുടെ ജയം 6 വിക്കറ്റിന്. 10 വിക്കറ്റ് എറിഞ്ഞിട്ട് രവീന്ദ്ര ജഡേജ. ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്തി ഇന്ത്യ. സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ സെമി ഫൈനൽ കാണാതെ കേരളം പുറത്ത്. ജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ പഞ്ചാബിനെതിരെ സമനില. ഗ്രൂപ്പിൽ നിന്ന് പഞ്ചാബും കർണാടകയും സെമിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. KSRTCയിൽ ഗതാഗത മന്ത്രിയുടെ നിലപാട് LDF സർക്കാർ നയത്തിന് വിരുദ്ധമെന്ന് AK ബാലൻ. ജീവനക്കാരെ മൊത്തം ബാധിക്കുന്ന പ്രശ്നത്തിൽ ഏകപക്ഷീയമായ തീരുമാനമെടുത്തതിന് ശേഷം യൂണിയനുകളുമായി വേണമെങ്കിൽ ചർച്ച ചെയ്യാമെന്നാണ് മന്ത്രിയുടെ നിലപാട്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ മാനേജ്മെന്റ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളതെന്നും ബാലൻ കുറ്റപ്പെടുത്തി. ഉദ്യോഗസ്ഥർക്കെതിരെയും ബാലൻ വിമർശനമുയർത്തി. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, മന്ത്രി ആന്റണി രാജുവിന്റെ നിലപാടുകൾക്കെതിരെ ഏകപക്ഷീയമായി അദ്ദേഹം KSRTCയിൽ നിലപാടുകൾ എടുക്കുന്നു എന്നുള്ളതാണ് AK ബാലൻ പറയുന്നത്. ഈ ഇടതുമുന്നണിയിൽ മുഴുവനായി ഇത്തരത്തിലൊരു അഭിപ്രായമാണോ ഉള്ളത്? ഈ KSRTCയിൽ മാനേജ്മെന്റ് നിലവിലെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ പൂർണ്ണമായും തൊഴിലാളികൾക്ക് വിരുദ്ധമായിട്ടുള്ളത് തന്നെയാണല്ലേ? എന്തായാലും മാനേജ്മെന്റ് അത്തരമൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ചയാണ് ശമ്പളം ഗഡുക്കളായി നൽകാം, അത്തരത്തിൽ ഗഡുക്കളായി വേണ്ടാത്തവർ അത് എഴുതി നൽകണമെന്നുള്ള ആവശ്യം മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചത്. അതിന് മുന്നോടിയായി നടന്ന ട്രേഡ് യൂണിയൻ ചർച്ചയിലും മാനേജ്മെന്റ് ഇക്കാര്യം ഉന്നയിച്ചു. എന്നാൽ ആ ട്രേഡ് യൂണിയൻ ചർച്ചയിൽ 3 അംഗീകൃത യൂണിയനുകളും ഈ തീരുമാനത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ CMD അത്തരമൊരു ഉത്തരവിറക്കിയത്. അതായത് ഗഡുക്കളായി ശമ്പളം വേണ്ട എന്നുള്ളവർ എഴുതി നൽകണമെന്നുള്ള തീരുമാനം. അതിനുശേഷം ഗതാഗത മന്ത്രി അടക്കം പ്രതികരിച്ചത് ഇത്തരത്തിൽ തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല, അവർക്ക് പരാതി ഉണ്ടെങ്കിൽ കേൾക്കാം, അവരെയും കൂടി അവരുടെ വേണമെങ്കിലും ചർച്ചയ്ക്ക് വിളിക്കാമെന്നുള്ള പ്രതികരണമാണ് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനെയാണ് ഇപ്പോൾ മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ AK ബാലൻ തള്ളിപ്പറയുന്നത്. മന്ത്രിയുടെ നിലപാട് ഇടതുമുന്നണി നയമല്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിമർശനം. ഇതുകൂടാതെ നിലവിൽ KSRTCയിൽ നടക്കുന്നത് അത് ഒരു പ്രത്യേക യൂണിയൻ
യൂണിയന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്, അതായത് BMS യൂണിയനെ വേണ്ടിയുള്ള പ്രവർത്തനമാണ് എന്ന് പരോക്ഷമായി AK ബാലൻ കുറ്റപ്പെടുത്തുന്നു. ഇത്തരത്തിൽ KSRTCയിലെ മറ്റ് യൂണിയനുകളെല്ലാം ഇല്ലാതാക്കി BMS യൂണിയൻ മാത്രമായി നിലനിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. അത് നേരത്തെ തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ചില ഉദ്യോഗസ്ഥർ ആരംഭിച്ചിരുന്നു. എന്തായാലും അത് മന്ത്രി തിരിച്ചറിയണമെന്നും AK ബാലൻ തന്റെ പ്രസ്താവനയിൽ പറയുന്നു. എന്തായാലും ഗുരുതരമായ ആരോപണമാണ്. നേരത്തെ 2022 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ KSRTC മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും എന്നുള്ള നയമായിരുന്നു ട്രേഡ് യൂണിയനുകൾ എടുത്തത്. മാനേജ്മെന്റ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള എല്ലാ പുതിയ നിർദ്ദേശങ്ങളും മാനേജ്മെന്റിന്റെ നിർദ്ദേശങ്ങളും തൊഴിലാളി യൂണിയനുകൾ അംഗീകരിച്ചിരുന്നു. അപ്പോഴൊന്നും പക്ഷേ ശമ്പളം ഗഡുക്കളായി നൽകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന കാര്യം സൂചിപ്പിക്കുക പോലും ഉണ്ടായില്ല. ശമ്പളം 5-ാം തീയതി നൽകാം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു അന്ന് എടുത്തത്. പക്ഷെ അതിന് വിപരീതമായിട്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ മാനേജ്മെന്റ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന് മന്ത്രി കൂടി അംഗീകാരം നൽകിയിരിക്കുന്നു. ആ സാഹചര്യമാണ് ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ CPM നേതാവ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഈ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് യൂണിയനുകൾക്ക് പരാതിയില്ല, പരാതി ഉണ്ടെങ്കിൽ അവർ രംഗത്തേക്ക് വരട്ടെ എന്നുള്ളതാണ്. ഈ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ എല്ലാ രാഷ്ട്രീയ യൂണിയനുകളും അവരുടെ നിലപാട് വ്യക്തമാക്കിയതല്ലേ. അതായത് ഈ പറയുന്ന പുതിയ പരിഷ്കാരങ്ങളോട് യോജിക്കാൻ താല്പര്യമില്ല, ഇത്തരത്തിൽ ശമ്പളം നൽകുന്ന, ഗഡുക്കളായി ശമ്പളം നൽകുന്ന നിലപാടിനോട് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് വെക്കുന്ന നിലപാടിനോടൊന്നും യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് ആ ചർച്ചയിൽ തന്നെ വ്യക്തമാക്കിയതല്ലേ. പിന്നീട് പ്രത്യേകിച്ചൊരു പരാതി നൽകേണ്ട സാഹചര്യം ഉണ്ടോ? ആ ചർച്ചയിൽ മന്ത്രി പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് മന്ത്രി അതിന് ന്യായീകരണമായി പറയുന്നത്. കാരണം മന്ത്രിയോട് ആലോചിക്കാതെയാണ് മാനേജ്മെന്റ് അത്തരമൊരു തീരുമാനമെടുത്തത്. അത്തരത്തിൽ ശമ്പളം നൽകുന്നത് സംബന്ധിച്ചുള്ള എന്ത് തീരുമാനങ്ങളും മാനേജ്മെന്റിന് എടുക്കാം എന്നുള്ള ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. കാരണം ഗതാഗത മന്ത്രി പൂർണ്ണമായി ഇത്തരത്തിൽ മാനേജ്മെന്റ് തീരുമാനങ്ങൾക്ക് വിട്ട് ഗതാഗത മന്ത്രി കൈയൊഴിയുകയാണ്. കാരണം ഇത് മാനേജ്മെന്റ് ഒരു തീരുമാനമാണ്, മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനമാണ്. എന്തായാലും അത് തന്നോട് ആലോചിച്ചില്ല. തൊഴിലാളി സംഘടനകൾക്ക് പരാതി ഉണ്ടെങ്കിൽ പറയാം. ഇത്തരത്തിൽ ഇതുവരെ തനിക്ക് പരാതി ലഭിച്ചിട്ടില്ല. എന്തായാലും പരാതി ഉണ്ടെങ്കിൽ പറയാം, തൊഴിലാളികളുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട്. പക്ഷേ AK ബാലൻ പറഞ്ഞത് അത്തരത്തിൽ ഒരു തീരുമാനമെടുത്ത് അത് ഉത്തരവായി ഇറക്കിയ ശേഷം വേണമെങ്കിൽ ഇത്തരത്തിൽ ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്യാം എന്നുള്ളത് അതൊരു ഇടതുപക്ഷ നയമല്ല, LDFന്റെ നയമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിമർശനം. കാരണം ഇത്തരത്തിൽ ടാർഗറ്റ് നിശ്ചയിച്ച് ഓരോ ഡിപ്പോകൾക്കും ടാർഗറ്റ് നിശ്ചയിക്കുകയും ആ ടാർഗറ്റ് അനുസരിച്ച് ടാർഗറ്റ് പൂർത്തിയാക്കുന്നവർക്ക് കൃത്യം 5-ാം തീയതി ശമ്പളവും ടാർഗറ്റ് പൂർത്തിയാക്കാത്തവർക്ക് ഗഡുക്കളായി പിന്നീട് ശമ്പളം നൽകാം എന്നുള്ളതായിരുന്നു മാനേജ്മെന്റ് തൊഴിലാളി സംഘടനകളുമായി ചേർന്ന യോഗത്തിൽ മുന്നോട്ട് വെച്ച പ്രധാന അജണ്ട. എന്നാൽ അത് മുഴുവൻ യൂണിയനുകളും തള്ളിക്കളഞ്ഞപ്പോഴാണ് പുതിയൊരു ഉത്തരവിലൂടെ വീണ്ടും ഇത് നടപ്പാക്കാൻ വേണ്ടി മറ്റൊരു വഴി മാനേജ്മെന്റ് സ്വീകരിച്ചത്. അതാണ് ഇത്തരത്തിൽ ഗഡുക്കളായി ശമ്പളം 5-ാം തീയതി ഗഡുക്കളായി നൽകുന്ന ശമ്പളം വേണ്ടാത്ത തൊഴിലാളികൾ അത് എഴുതി നൽകണം. അത് വലിയൊരു തന്ത്രമാണ് മാനേജ്മെന്റ്. കാരണം അത്തരത്തിൽ ഒരു തൊഴിലാളി എഴുതി നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ തൊഴിലാളിക്ക് എത്ര വൈകിയായിരുന്നാലും ശമ്പളം കൊടുത്താൽ മതി, അതിനെ 5-ാം തീയതി തന്നെ വേണമെന്നില്ല എന്നുള്ള ഒരു സത്യവാങ്മൂലം മൂലം ആയിപ്പോകും തൊഴിലാളി അങ്ങനെ എഴുതി നൽകുന്നത്. അത്തരമൊരു ഉത്തരവ് കത്തിച്ചുകൊണ്ടായിരുന്നു എല്ലാ ട്രേഡ് യൂണിയനുകളും ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചത്. എന്തായാലും ഈ തീരുമാനത്തിൽ നേരത്തെ തന്നെ തീരുമാനവുമായി അല്ലെങ്കിൽ തൊഴിലാളി നേതാക്കൾ പൂർണ്ണമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ തന്നെ പുറത്തിറക്കി ഇപ്പോൾ AK ബാലൻ വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത്. മന്ത്രിക്കെതിരെയും മാനേജ്മെന്റിനെതിരെയുമാണ് വിമർശനം. എന്തായാലും നേരത്തെ തന്നെ അതിന് മറ്റൊരു ഉദാഹരണം കൂടി, അതായത് ഒരു പ്രത്യേക യൂണിയനെ മാത്രം വളർത്തിയെടുക്കുക എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ്, അത് മന്ത്രി തിരിച്ചറിയണം എന്നാണ് AK ബാലൻ ഈ പ്രസ്താവനയിൽ പറയുന്നത്. അതായത് മന്ത്രി ലക്ഷ്യമിടുന്നത് AK ബാലൻ ലക്ഷ്യമിടുന്നത് BMS യൂണിയനെ വളർത്തിയെടുക്കാൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് പരോക്ഷമായി പറയുന്നത്. എന്തായാലും ആ തീരുമാനം മന്ത്രി തിരിച്ചറിയണം, അത് തിരിച്ചറിഞ്ഞു വേണം ഇത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ എന്നുള്ളതാണ്. എന്തായാലും ഈ LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമായിരുന്നു ആദ്യമായിട്ട് BMS യൂണിയൻ അംഗീകാരം, ട്രേഡ് യൂണിയൻ രംഗത്ത് അംഗീകാരം KSRTCയിൽ നേടിയെടുക്കുന്നത്. ഏകദേശം 18% വോട്ട് നേടിയായിരുന്നു ട്രേഡ് യൂണിയൻ, അംഗീകൃത ട്രേഡ് യൂണിയനായി BMS യൂണിയൻ മാറുന്നത്. അത് ശരി ഉമേഷ് ദയവായി തുടരുക. ഇപ്പോൾ പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഡിജോ കാപ്പൻ,
ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ പ്രസ്താവനകൾ നിലപാടുകൾ ഒക്കെ തന്നെയും ഈ തൊഴിലാളി വിരുദ്ധമാണ് എന്നുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ AK ബാലൻ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ഇത്തരത്തിൽ മന്ത്രി ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ നിലപാടിനോട് AK ബാലന്റെ ഈ പുതിയ വിമർശനത്തോട് യോജിക്കുകയാണോ താങ്കൾ? അല്ല, ഇത്രയും കാലം KSRTC ഭരിച്ച മന്ത്രിമാര് ഓരോരോ തീരുമാനങ്ങൾ എടുത്തതിന്റെ ഒരു തിക്ത അനുഭവമാണിത്. മന്ത്രിമാരെടുത്തത് കൊണ്ടല്ല, ട്രേഡ് യൂണിയനുകൾ മന്ത്രിമാരെയും കോർപ്പറേഷന്റെ ബോർഡിനെയും നിയന്ത്രിക്കാൻ പോയത് കൊണ്ടുണ്ടായ അപകടമാണ്. ഞങ്ങളിതൊക്കെ ഒരു 85-90 മുതൽ 90 കാലഘട്ടങ്ങളിൽ മുതൽ ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ബസ് ജീവനക്കാരുടെ റേഷ്യോ, അതായത് 12 പേരായിരുന്നു ഒരു ബസ്സിന്റെ ജീവനക്കാർ എന്ന് പറയുന്നത്. ഇപ്പൊ ഡ്രൈവറും കണ്ടക്ടറും ഇല്ലാതെ ബസ് ഓടാൻ പറ്റില്ല. പക്ഷെ ചീഫ് ഓഫീസിലൊക്കെ ഒന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഖമായി കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്ന ഒരു വിഭാഗം ആളുകളെ പണ്ട് കാണാമായിരുന്നു. കമ്പ്യൂട്ടർവൽക്കരണം വന്നു. KSRTCയിൽ എന്ത് നടപടി കമ്പ്യൂട്ടർവൽക്കരണവുമായി നടത്തി? അപ്പൊ അങ്ങനെ വന്ന ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത ചാർജ് KSRTCക്ക് വേണ്ടി ബസ് ചാർജ് വർധനവ് നടത്തി. എന്നിട്ടും KSRTC രക്ഷപ്പെടുന്നില്ല. ഇന്ന് 2000 കോടി രൂപയോളമാണ് ഒരു പൊതു ഖജനാവിൽ നിന്ന് ഈ 3000 സർവീസുകൾ നടത്തുന്നതിനായിട്ട് KSRTC പ്രതിവർഷം കഴിഞ്ഞ വർഷമൊക്കെ ചെലവഴിച്ചത്. അപ്പൊ ഇത് എവിടെയെങ്കിലും ചെന്ന് നിൽക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ KSRTCയുടെ ഈ വകുപ്പ് CPM ഏറ്റെടുത്തിട്ട് ആ ഘടകകക്ഷിക്ക് വേറെ വകുപ്പ് കൊടുക്കട്ടെ. ഇനി അവര് നോക്കിയാൽ ഇത് നന്നാവുന്നു. ഏതൊക്കെയാലും ഒത്തിരി ആളുകൾ ഇത് പരിഷ്കരിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇത് ഒരു വലിയ ബാധ്യതയായി കേരള സമൂഹത്തിന് വരുന്നു. KSRTC മാത്രമല്ല, വരും കാലങ്ങളിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഇത് തന്നെയാണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സർവീസ്, അതായത് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ളിടത്ത് തന്നെ ഈ പ്രതിസന്ധി വരും. കഴിഞ്ഞ ശമ്പള പരിഷ്കരണം കൊണ്ട് 25,400 കോടി രൂപയുടെ അധിക ബാധ്യത കേരളത്തിന് കൊടുത്തു. അതാണ് ക്ഷേമ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ജനങ്ങളുടെ മേൽ ടാക്സ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ 1.5% വരുന്ന ട്രേഡ് യൂണിയനുകളിൽ നിന്ന് കിട്ടുന്ന വമ്പിച്ച വരുമാനം പാർട്ടി ഫണ്ടിലോട്ട് വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ പണം കിട്ടുന്നവരോട് നന്ദി കാണിക്കണം. ജനങ്ങളെ കൊള്ളയടിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ഡിജോ കാപ്പൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ KSRTC CIT ഓർഗനൈസിംഗ് സെക്രട്ടറി സന്തോഷ് കൂടി ചേരുകയാണ്. ശ്രീ സന്തോഷ്, ഈ ഗഡുക്കളായി ശമ്പളം നൽകുക, അതും വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശമ്പളം നൽകുന്ന രീതിയോട്, ആ മാനേജ്മെന്റിന്റെ തീരുമാനത്തോട് ആ ചർച്ചയിൽ തന്നെ പൂർണ്ണമായും വിയോജിച്ചതാണ് എല്ലാ ട്രേഡ് യൂണിയനുകളും. പക്ഷേ അത് വകവയ്ക്കാതെ ആ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പൂർണ്ണമായ പിന്തുണ ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് തീർത്തും ജനാധിപത്യ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വിരുദ്ധമാണ് എന്നുള്ള AK ബാലന്റെ വിമർശനം, അതിനോട് എത്രമാത്രം യോജിക്കുന്നു? അല്ല, AK ബാലൻ സഖാവിന്റെ വിമർശനത്തോടു കൂടി പൂർണ്ണമായിട്ടും അസോസിയേഷൻ പിന്തുണ അറിയിക്കുകയാണ്. അദ്ദേഹം സത്യസന്ധമായി തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രീ ഡിജോ പ്രസാദ് പറഞ്ഞതുപോലെ ഇതൊന്നും വേണ്ട, ഈ സംവിധാനമൊന്നും വേണ്ട എന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. എല്ലാ കാലത്തും അദ്ദേഹം ഒരു KSRTC വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല. അതൊക്കെ പ്രേക്ഷകർക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും അറിയാം. ഇവിടെ ഉത്തരവ് സംബന്ധിച്ച് വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റ ദൗർഭാഗ്യകരമാണ്. അത് നമ്മൾ ഇന്നലെയും നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം ഒരു ശമ്പളം ബാങ്കിൽ വരുമ്പോൾ തന്നെ അതിന്റെ പകുതിയോളം ജീവനക്കാരുടെ ലോൺ റീപേയ്മെന്റ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ മറ്റു മേഖലകളെ കണക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടി ജീവിക്കുന്ന ജീവനക്കാരല്ല KSRTCയിലെ ജീവനക്കാർ. തുച്ഛമായ വേതനത്തിൽ ജീവിക്കുന്ന ജീവനക്കാരാണ്. അതുകൊണ്ട് തന്നെ മറ്റു ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളുടെ എല്ലാം ഈ ശമ്പളം ബാങ്കിൽ വരുമ്പോൾ തന്നെ ബാങ്കുകാർ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. പിന്നെ ഉള്ളത് കിട്ടുന്ന പൈസ കൊണ്ട് അധിഷ്ഠിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് ഏകപക്ഷീയമായി നടപ്പിലാക്കുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നമ്മൾ ആരംഭിക്കുന്നതാണ്. നമ്മൾ 17-ാം തീയതി സംഘടന ആഹ്വാനം ചെയ്തതനുസരിച്ച് എല്ലാ ഡിപ്പോകളിലും ഈ ഉത്തരവ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുകയുണ്ടായി. ഉജ്ജ്വലമായ തൊഴിലാളി പങ്കാളിത്തമാണ് അതിൽ ഉണ്ടായിരുന്നത്. നാളെ ചീഫ് ഓഫീസ് കടയിൽ നമ്മുടെ സംഘടന പ്രതിഷേധ ധർണ നടത്തുകയാണ്. നാളത്തെ ദിവസം എന്ന് പറയുന്നത് പൊതുഗതാഗതം ആരംഭിച്ചിട്ട് 85 വർഷം പിന്നിടുകയാണ്. 1938 ആദ്യമായി പൊതുഗതാഗത ചലനം ഉണ്ടായത്. അന്ന് തന്നെ എല്ലാ വർഷവും നമ്മൾ സംഘടന ഓരോ ജനകീയ ക്യാമ്പയിനായിട്ട് മുന്നോട്ട് വരുന്നതാണ്. പക്ഷെ ഇന്നത്തെ പ്രതിസന്ധി കാരണം നമ്മൾ നാളെ ഈ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധ ധർണയും KSRTC മാനേജ്മെന്റിന്റെ വ്യവസായ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധമായ
സമീപനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 10,000 കത്തുകൾ ശ്രീ സന്തോഷ്, ഇത്തരത്തിൽ KSRTCയിൽ ജീവനക്കാർക്കൊരു ടാർഗറ്റ് നിശ്ചയിക്കുക, വരുമാനത്തിനനുസരിച്ച് ശമ്പളം നൽകുക എന്നൊക്കെ പറയുന്നത് തീർത്തും യുക്തി വിരുദ്ധമല്ലേ? തീർച്ചയായിട്ടും ഇത്രയും ആധുനിക കാലത്തിലെ ഏറ്റവും തൊഴിലാളി വിരുദ്ധമായ സമീപനമാണ്. ഒന്ന് നോക്കൂ, ഈ ഷെഡ്യൂളുകളെ എല്ലാം നിശ്ചയിക്കുന്നത് KSRTC മാനേജ്മെന്റ് ആണ്. ഏത് റൂട്ടിൽ എപ്പോഴും വണ്ടി ഓട്ടിക്കണം, എങ്ങനെ വണ്ടി ഓട്ടിക്കണം എന്ന് നിശ്ചയിക്കുന്നത് KSRTC മാനേജ്മെന്റ് ആണ്. ആ റൂട്ടിൽ ജീവനക്കാർ വണ്ടി ഓട്ടിച്ച് കിട്ടുന്ന വരുമാനം പരമാവധി കൊണ്ട് അടയ്ക്കുന്നുണ്ട്. 3400 ബസ് ഓട്ടിച്ചുകൊണ്ട് പ്രതിമാസം 200 കോടി രൂപ കളക്ഷൻ കൊണ്ട് അടയ്ക്കുന്നെങ്കിൽ ജീവനക്കാർ ജോലി ചെയ്യാതെ ഈ കളക്ഷൻ കൊണ്ട് അടയ്ക്കാൻ കഴിയില്ലല്ലോ. അത് ഓരോ ഡിപ്പയ്ക്ക് ഓരോ സാഹചര്യമാണ്. കുളത്തുപുഴ ഡിപ്പയുടെ സാഹചര്യമല്ല തിരുവനന്തപുരം സെൻട്രലിലുള്ളത്. തിരുവനന്തപുരം സെൻട്രലിന്റെ സാഹചര്യമായിരിക്കില്ല കൊട്ടാരക്കരയുള്ളത്. ഓരോ ഡിപ്പയ്ക്ക് ഒരു സാഹചര്യമുണ്ട്. ബൈ റൂട്ടുകളും മറ്റു മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ചില ഡിപ്പോകളുണ്ട്. അപ്പോൾ അത് തികച്ചും അപരിഷ്കൃതമായ ഒരു സമീപനമാണ് അത് സ്വീകരിക്കുന്നത്. ആരുടെ ബുദ്ധിയിലാണ് മണ്ടത്തരങ്ങൾ ഉദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അതിശയകരമായി സംഘടന നോക്കിക്കാണുന്നത്. അത് മാത്രമല്ല, വരുമാനമുള്ള എല്ലാ റൂട്ടുകളും സ്വിഫ്റ്റിലോട്ട് മാറ്റിക്കൊണ്ട് പഴയ ബസ്സുകളിട്ടുകൊണ്ട് ഈ ടാർഗറ്റ് സഹിക്കുക എന്നുള്ളത് ഒരു കാലത്ത് നടക്കാത്ത കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ടാർഗറ്റ് നിശ്ചയിക്കുമ്പോൾ വേറെ 1-2 ചോദ്യങ്ങളുണ്ട്. ഇപ്പോ വർക്ക്ഷോപ്പുകളുണ്ട്. സെൻട്രൽ എക്സ്, മാവേലിക്കര RW, ആലുവ RW, കോഴിക്കോട് RW, ചീഫ് ഓഫീസ് ഉൾപ്പെടെ അവിടെ ഏത് നിലയ്ക്കാണ് ടാർഗറ്റ് നിശ്ചയിക്കാൻ പോകുന്നത്? അത് മാത്രമല്ല, ഈ സർക്കാരിന്റെ എല്ലാ മേഖലയിലും ടാർഗറ്റ് നിശ്ചയിക്കട്ടെ. RTO ഗതാഗത വകുപ്പിന് കീഴിലുള്ള RTO ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ദിവസം ഇത്ര ടാർഗറ്റ് അയച്ചാൽ ശമ്പളം തരുന്നുള്ള നിലപാടുണ്ടായിക്കോട്ടെ. അതൊന്നുമില്ലാതെ ഒരു പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ഒരു വിഭാഗം തൊഴിലാളികളെ മാത്രം ഈ പീഡിപ്പിക്കുന്ന സമീപനം തീർച്ചയായിട്ടും ഗതാഗത മന്ത്രി അതിന് പിന്തുണ കൊടുക്കുന്നത് അവസാനിപ്പിച്ചേ മതിയാകും. ഇന്ത്യൻ സർക്കാരിലെ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കുറച്ചുകൂടെ തൊഴിലാളികൾക്ക് അനുകൂല സമീപനം സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് സംഘടനയ്ക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ സന്തോഷ് ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന്. AITUCയുടെ പ്രതിനിധി MG രാഹുൽ കൂടി ചേരുകയാണ്. ശ്രീ രാഹുൽ, ഈ തൊഴിലാളികൾ, യൂണിയനുകൾ എല്ലാവരും തന്നെ ഈ പുതിയ പരിഷ്കരണങ്ങൾക്കെതിരെ ആ ചർച്ചയിൽ തന്നെ ശബ്ദമുയർത്തിയതാണ്. എന്നിട്ടും ഏകപക്ഷീയമായ നിലപാടുമായി മാനേജ്മെന്റും അതിനെ പിന്താങ്ങിക്കൊണ്ട് ഗതാഗത മന്ത്രിയും മുന്നോട്ട് പോവുകയാണ്. ശക്തമായ വിമർശനമാണ് AK ആന്റണിക്കെതിരായി ഉന്നയിച്ചിട്ടുള്ളത്. എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം? AK ആന്റണിക്കെതിരായിട്ടാണോ ആന്റണി രാജുവിനെതിരായിട്ടാണോ? ക്ഷമിക്കണം, ആന്റണി രാജുവിനെതിരായി AK ബാലൻ. AK ബാലൻ ഒരു തൊഴിലാളി പൊതുസമൂഹത്തോട് പ്രതിബദ്ധതയോടുകൂടി ഇടപെടുന്ന ഒരു നേതാവാണ്. സ്വാഭാവികമായി അങ്ങനെ പറയുക അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ആന്റണി രാജുവിന്റെ നിലപാട് കേരളത്തിന്റെ പൊതുസമൂഹത്തിനൊട്ടും യോജിച്ചതല്ല. അയാളൊരു ലോട്ടറി അടിച്ചതുപോലെ ഒരു മന്ത്രിസ്ഥാനം കിട്ടി എന്നതിന്റെ പേരിൽ കേരളത്തിന്റെ പൊതുഗതാഗതം മുഴുവൻ അദ്ദേഹത്തിന്റെ കാൽക്കീഴിലാണ് എന്നൊരു നിലപാടിലാണ് പല ഘട്ടങ്ങളിലും തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുന്നത്. യുക്തിപത്രമാണോ ഏതെങ്കിലും തീരുമാനമെന്ന് ചോദിച്ചാൽ ഒരു തീരുമാനത്തിലും യുക്തിപത്രമല്ല. ഏതെങ്കിലും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാവുന്നില്ല. എടുക്കുന്ന ഏതെങ്കിലും തീരുമാനം നിയമപരമാണോ എന്ന് ചോദിച്ചാൽ എടുക്കുന്ന ഒരു തീരുമാനം നിയമപരമല്ല. ഒരാഴ്ചക്ക് മുമ്പ് കേരളത്തിന്റെ നിയമസഭയിൽ ബഹുമാന്യായ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചപ്പോ KSRTCക്ക് ബഡ്ജറ്റ് വിഹിതം കുറവാണ് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചപ്പോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു നിയമസഭയിൽ പറഞ്ഞത്, സാർ KSRTC നന്നാവുന്നതിന്റെ ലക്ഷണമാണ് സാർ സർക്കാരിന് ബജറ്റ് വിഹിതം കുറച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നത്. KSRTCക്ക് വേണ്ടി ഗവൺമെന്റ് മാറ്റിവെക്കുന്ന ബജറ്റ് വിഹിതം കുറയുന്നതിന് കാരണം KSRTCയിൽ വരുമാനം കൂടുന്നുണ്ട്, അത് നന്നാവുന്നതിന്റെ ലക്ഷണമാണ് സാർ. അതിനെ അങ്ങനെ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് മനസ്സിലാവുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതേ ആന്റണി രാജു 7 ദിവസം പിന്നിടുമ്പോഴേക്ക് വരുമാനമില്ലാത്തതുകൊണ്ട് KSRTCക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു, പകുതിയാക്കുന്നു, ഗഡുക്കളാക്കുന്നു എന്ന് പറയാൻ ഒരു ഉളുപ്പുമില്ലാതെ പറയാണ്. ഇത് സത്യത്തിൽ ആരെയാണ് ഇവരെല്ലാം വെട്ടികളാക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. പ്രതിമാസം 200 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം വരുന്ന ഒരു സ്ഥാപനത്തിൽ കേരളത്തിൽ ഞങ്ങളല്ലാതെ പിന്നെ വേറെ വൈദ്യുതി ബോർഡോ അങ്ങനെ മറ്റേതെങ്കിലും നല്ല വരുമാനം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളെ ഉണ്ടാവും. ബാക്കി കേരളത്തിലെ ബാക്കി എല്ലാ സർവീസ് സെക്ടറാണ്. അവരൊന്നും ആ നിലയിൽ വരുമാനം ഉണ്ടാക്കുന്നവരല്ല. കേരളത്തിൽ കൃത്യനിഷ്ഠയോടുകൂടി ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും എല്ലാം വാങ്ങുന്നവർ. ഞങ്ങൾക്ക് ഒരു മാസം 200 കോടി രൂപ ഓരോ 24 മണിക്കൂർ കൂടുമ്പോൾ 6-7 കോടി രൂപയാണ് ഞങ്ങൾ കൊണ്ടുവന്ന് ഖജനാവിൽ അടയ്ക്കുന്നത്. ആ പണത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകേണ്ട ശമ്പളം മാത്രം സർക്കാർ തന്നാൽ മതി. ബാക്കി ഡീസലിന് പണം കൊടുക്കാനും ഞങ്ങൾ കൊണ്ടുവന്ന വരുമാനം,
കടം തിരിച്ചടയ്ക്കാൻ ഞങ്ങൾ കൊണ്ടുവന്ന വരുമാനം, സ്പെയർ പാർട്സ് വാങ്ങാൻ ഞങ്ങൾ കൊണ്ടുവന്ന വരുമാനം, MACTക്ക് ഞങ്ങൾ കൊണ്ടുവന്ന വരുമാനം, ബസ്സുകളുടെ ഇൻഷുറൻസ് പുതുക്കാൻ ഞങ്ങൾ കൊണ്ടുവന്ന വരുമാനം, എല്ലാത്തിനും ഞങ്ങൾ കൊണ്ടുവന്ന വരുമാനം ആവാം. പക്ഷെ ശമ്പളം കൊടുക്കാൻ ഞങ്ങൾ കൊണ്ടുവന്ന വരുമാനം പോരാ. അതിന് അവർ ഓവർഡ്രാഫ്റ്റ് എടുക്കും, അല്ലെങ്കിൽ സർക്കാർ പണം തരണം. ഞാൻ വളരെ വിനീതത്തോടുകൂടി ചോദിക്കുകയാണ്, മനുഷ്യാധ്വാനത്തിന് വില കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളതെങ്കിൽ ആ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതനുസരിച്ചും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞതനുസരിച്ചും വരുമാനത്തിൽ നിന്ന് പ്രഥമ പരിഗണന ശമ്പളത്തിന് കൊടുക്കണം. ബാക്കി കടം തിരിച്ചടയ്ക്കാൻ സർക്കാർ പണം തരുമ്പോൾ ആ പണം വാങ്ങിച്ച് കടം തിരിച്ചടയ്ക്കട്ടെ. അതല്ലെങ്കിൽ സർക്കാർ പണം തരുമ്പോൾ അത് വാങ്ങി ഡീസലിന് കൊടുക്കട്ടെ. അതല്ലെങ്കിൽ സർക്കാർ പണം തരുമ്പോൾ അത് വാങ്ങി സ്പെയർ പാർട്സ് കമ്പനികൾക്ക് കൊടുക്കട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ മാനേജ്മെന്റ് ചിന്തിക്കാത്തത്? എന്തായാലും ഇവർക്കൊക്കെ പണം കൊടുക്കണം. ആ പണം കൊടുക്കുന്നത് സർക്കാരിന്റെ പണം വാങ്ങി ശമ്പളമേ കൊടുക്കൂ. സർക്കാരിന്റെ പണം വാങ്ങി ഡീസലിന് കൊടുക്കില്ല, ഓയിൽ കമ്പനിക്ക് കൊടുക്കില്ല, സ്പെയർ പാർട്സ് കമ്പനിക്ക് കൊടുക്കില്ല, കടം തിരിച്ചടക്കില്ല എന്നൊരു ദുർവാശി ഒരു മാനേജ്മെന്റ് എടുത്താൽ ആ വാശി അംഗീകരിച്ചു കൊടുക്കാൻ കേരളത്തിൽ തൊഴിലാളി സമൂഹവും ജനങ്ങളും, എന്റെ നല്ല ധാരണ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ആർക്കും അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടല്ല എന്ന് തന്നെയാണ്. തീർച്ചയായും അതുകൊണ്ട് ആ നിലപാട് മാറണം. മുഖ്യമന്ത്രി എടുത്ത് പറഞ്ഞതും പ്രകാരം 5-ാം തീയതി ശമ്പളം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണം. തീർച്ചയായും വളരെ നന്ദി ശ്രീ രാഹുൽ ഈ നിമിഷം പ്രതികരിച്ചതിന്. ഏതായാലും KSRTCയിൽ ഗതാഗത മന്ത്രിയുടെ നിലപാട് LDF സർക്കാർ നയത്തിന് വിരുദ്ധമെന്നുള്ള രൂക്ഷമായ വിമർശനമാണ് AK ബാലന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ജീവനക്കാരെ മൊത്തം ബാധിക്കുന്ന പ്രശ്നത്തിൽ ആന്റണി രാജു ഏകപക്ഷീയമായ തീരുമാനം എടുത്തു എന്നുള്ളതാണ് AK ബാലൻ പറയുന്നത്. അതേസമയം തന്നെ ബ്യൂറോക്രസിക്കെതിരെയും രൂക്ഷമായ വിമർശനം AK ബാലൻ ഉന്നയിച്ചിരുന്നു. ബ്യൂറോക്രസിയിലെ ചെറിയൊരു വിഭാഗം മന്ത്രിമാരെ സോപ്പിട്ട് വശത്താക്കുന്നതിന് റിസർച്ച് നടത്തി പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. അതുകൊണ്ട് തന്നെ 1ാം പിണറായി സർക്കാരിന്റെ ജനോപകാരപ്രദമായ പല നടപടികളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു. ഈ വസ്തുത മനസ്സിലാക്കി തെറ്റായ രൂപത്തിൽ വഴിവിട്ട് ചിന്തിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെ നിയന്ത്രിക്കുന്നതിനും തിരുത്തുന്നതിനും സർക്കാർ തയ്യാറാക്കണമെന്ന് അഭ്യർത്ഥിക്കണമെന്നും ബാലൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട്. ഉമേഷ്, ഈ സർക്കാരിന്റെ പല നടപടികളും പദ്ധതികളും നടപ്പാക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നത് ഈ ഉദ്യോഗസ്ഥ വൃന്ദമാണ് എന്നുള്ള ഒരു വിമർശനമാണ് AK ബാലന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. വിശദാംശങ്ങൾ. തീർച്ചയായും, അതായത് KSRTC കൂടാതെ KSEBയിലെ ഒരു പ്രശ്നം കൂടി ചൂണ്ടിക്കാട്ടിയാണ് AK ബാലൻ ഈ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ ഇടപെടലിനെ കുറിച്ച് പറയുന്നത്. KSEBയിൽ നേരത്തെ ചേർന്ന മന്ത്രിതല യോഗത്തിൽ സ്മാർട്ട് മീറ്റർ വാങ്ങുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിരുന്നില്ല. ട്രേഡ് യൂണിയനുകളും ആ യോഗത്തിൽ പങ്കെടുത്തതാണ്. എന്നാൽ ആ യോഗത്തിന് വിരുദ്ധമായി ട്രേഡ് യൂണിയനുകളുടെ തീരുമാനത്തിന് വിരുദ്ധമായി സ്മാർട്ട് മീറ്റർ വാങ്ങാനുള്ള നടപടിക്രമങ്ങളും ടെൻഡറും ആരംഭിച്ചു. ഇത് മന്ത്രിതല എടുത്ത തീരുമാനത്തിന് വിരുദ്ധമാണ്. ഇത്തരത്തിൽ ബ്യൂറോക്രസിയിലെ ചെറിയൊരു വിഭാഗം മന്ത്രിമാരെ സോപ്പിട്ട് വശത്താക്കുന്നതിനെ റിസർച്ച് നടത്തി പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. അതുകൊണ്ട് തന്നെ 1ാം പിണറായി സർക്കാരിന്റെ ജനോപകാരപ്രദമായ പല നടപടികളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നു. അതായത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന പല ജനോപകാരപ്രദമായ പല പ്രവർത്തനങ്ങളും ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട് എന്ന് പരോക്ഷമായി ഇത്തരത്തിൽ ഈ പ്രസ്താവനയിൽ കൂടി AK ബാലൻ തന്നെ സമ്മതിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും തൊഴിലാളികളും ജീവനക്കാരും സർക്കാരിനൊപ്പമാണ്. ഈ വസ്തുത മനസ്സിലാക്കി തെറ്റായ രൂപത്തിൽ വഴിവിട്ട് ചിന്തിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെ നിയന്ത്രിക്കാനും തിരുത്താനും സർക്കാർ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും ഈ പ്രസ്താവന അവസാനിക്കുമ്പോൾ AK ബാലൻ പറഞ്ഞു വെക്കുന്നു. എന്തായാലും സർക്കാരിന് കൂടിയുള്ള ഒരു പരോക്ഷ വിമർശനമാണ്. അതായത് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചറിഞ്ഞ് അവരെ നിയന്ത്രിച്ചു നിർത്താൻ സർക്കാരും തയ്യാറാകണമെന്നുള്ള പരോക്ഷ വിമർശനം കൂടി ഉന്നയിച്ചിട്ടാണ് AK ബാലൻ എന്തായാലും ഈ പ്രസ്താവന നിർത്തുന്നത്. KSRTC മാനേജ്മെന്റിനും KSEB മാനേജ്മെന്റിനെതിരെ രൂക്ഷമായ വിമർശനവും ഈ പ്രസ്താവനയിൽ ഉന്നയിക്കുന്നുണ്ട്. ആര്യ. യെസ്, തീർച്ചയായും ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. KIIFB അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല.
അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകളെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി ഡാൻ, തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ VT ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ VT ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. കറുപ്പിന് വിലക്ക്. കോഴിക്കോട്ടെ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വീണ്ടും കറുപ്പിന് വിലക്ക്. മീഞ്ചന്ത ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് കോളേജ് അധികൃതർ കറുത്ത വസ്ത്രമോ മാസ്കോ ധരിച്ച് വരരുതെന്ന് നിർദ്ദേശം നൽകിയത്. ഇതേ വേദിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കറുത്ത ഷർട്ടിട്ടാണ് എത്തിയത്. വെസ്റ്റ് ഹില്ലിൽ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാനെത്തിയ 2 KSU പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട്ടെ മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ജൈവവൈവിധ്യ കോൺഗ്രസാണ് വേദി. പരിപാടി തുടങ്ങും മുന്നേ വിദ്യാർത്ഥികൾക്ക് കോളേജ് അധികൃതരുടെ നിർദ്ദേശമെത്തി. കറുത്ത വസ്ത്രമോ മാസ്കോ ധരിക്കരുത്. പരിപാടിയുടെ വേദിയിലും കർശന നിരീക്ഷണം. നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ആളുകളെ അകത്തേക്ക് കടത്തിവിട്ടത്. ID കാർഡോ പരിപാടിയുടെ ടാഗോ ഇല്ലാത്തവർക്ക് പ്രവേശനമില്ല. ID കാർഡുള്ള മാധ്യമപ്രവർത്തകരിൽ പലരെയും അരമണിക്കൂറോളം സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചു. വേദിക്ക് പുറത്ത് പരിശോധനാ കോലാഹലം. ഇതേ വേദിയിൽ കറുത്ത ഷർട്ടിട്ട് മന്ത്രി PA മുഹമ്മദ് റിയാസ് എത്തിയത് കൗതുകമായി. ജൈവവൈവിധ്യ കോൺഗ്രസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതും വൻ പോലീസ് അകമ്പടിയിൽ മുഖ്യമന്ത്രി ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദിന്റെ വീട്ടിലേക്ക് തിരിച്ചു. ജൈവവൈവിധ്യ കോൺഗ്രസിൽ മുഖ്യമന്ത്രി എത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് വെസ്റ്റ് ഹില്ലിൽ 2 KSU പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരിങ്കൊടി കാണിക്കാനെത്തിയവരാണ് KSU പ്രവർത്തകരെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 കോഴിക്കോട്. പോലീസാണ് കറുത്ത വസ്ത്രം പാടില്ലെന്ന നിർദ്ദേശം നൽകിയതെന്ന മീഞ്ചന്ത ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി. കറുപ്പിന് വിലക്ക് ഏർപ്പെടുത്തി കോളേജ് ഒരു സർക്കുലറും നൽകിയിട്ടില്ലെന്നും പ്രിൻസിപ്പൽ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല കോളേജിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ എല്ലാ കുട്ടികളും അവരുടെ ID കാർഡ് ധരിക്കണം. അതേപോലെ തന്നെ
അവര് എന്താണ് കറക്റ്റ് 9:15 ആവുമ്പോഴേക്കും കോളേജിൽ എത്തണം, ഓഡിറ്റോറിയം ഓക്യുപ്പൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻ, അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, കൈൻഡ്ലി റിക്വസ്റ്റ് ദ സ്റ്റുഡൻസ് ടു അവോയ്ഡ് ബ്ലാക്ക് ഡ്രസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് റിക്വസ്റ്റ് ചെയ്തു. സർക്കുലറിലില്ല, ഇങ്ങനെ നമ്മളോട് ഡയറക്റ്റ് ചെയ്തതുകൊണ്ട് നമ്മളെ കുട്ടികളോട് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടേ ഉള്ളൂ. മുഖ്യമന്ത്രി വീട്ടിലിരിക്കുന്നതാണ് നല്ലതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ആരെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത്? മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ പേടിയാണെന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പേരിൽ പ്രവർത്തകരെയും നേതാക്കളെയും അനധികൃതമായി കരുതൽ തടങ്കലിൽ വെക്കുന്നതിനെതിരെ കോൺഗ്രസ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. മുഖ്യമന്ത്രിക്ക് പൊതുപരിപാടികളുണ്ടെങ്കിൽ ജനത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. സഞ്ചാര സ്വാതന്ത്ര്യവും ഇഷ്ടമുള്ള വസ്ത്രധാരണവും ഉൾപ്പെടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൌലികാവകാശങ്ങളുടെ മേൽ കടന്നുകയറാനാണ് സംസ്ഥാന ഭരണകൂടം ശ്രമിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. പ്രതിരോധിക്കാൻ MV ഗോവിന്ദൻ. കറുത്ത വസ്ത്രം ധരിക്കുന്നതിനെ ആരും വിലക്കിയിട്ടില്ലെന്നും കരിങ്കൊടി പ്രതിഷേധവുമായി എത്തുന്ന ചാവേറുകളെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൂട്ടിയതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആകാശ് തില്ലങ്കേരി തനി ക്രിമിനൽ, എന്തു വേണമെങ്കിലും വെളിപ്പെടുത്തിക്കോട്ടെ എന്നും ഗോവിന്ദൻ. സ്വർണ്ണക്കടത്ത് കേസ് ജനം പുച്ഛിച്ച് തള്ളുമെന്നും കേന്ദ്ര ഏജൻസികളുടെ നടപടികളിൽ ആശങ്കയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി ന്യൂസ് 18നോട് പറഞ്ഞു. കാസർഗോഡ് നിന്ന് ജനകീയ പ്രതിരോധ ജാഥ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യൂസ് 18നോട് നിലപാട് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ കുറച്ചുപേർ ചാവേറുകളെ പോലെ വാഹനത്തിന് മുന്നിൽ ചാടി വീഴുകയാണ്. കോൺഗ്രസ് നടത്തുന്നത് ജനകീയ സമരമല്ല. അല്ല, അത് ഗവൺമെന്റിന് എതിരായിട്ട് അതുപോലെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് കടന്നാക്കം നടന്ന ചാവേറുകളെ പോലെ അവിടെ ഇവിടെയും 5-10 ആളുകൾ ഇരുന്നിട്ട് വണ്ടിക്ക് മുമ്പിലേക്ക് ചാടുക, അമ്മാതിരിയുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ജനകീയ പ്രതിഷേധത്തിന് മുമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് വേറെ സ്വീകരിച്ചിട്ടുണ്ടോ കേരളത്തിൽ? സ്വർണ്ണക്കടത്ത് കേസിൽ വിവാദങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അത്തരം ശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നില്ലെന്ന് കഴിഞ്ഞ 3.5 വർഷമായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറേ കൊല്ലായി ശിവശങ്കറും നിങ്ങളെല്ലാം കൂടി ചേർന്ന് കേന്ദ്ര ഏജൻസികൾ 5-10 ഏജൻസികളും കേരളത്തിലെ മാധ്യമ ശൃംഖലകൾ മുഴുവനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായിട്ട് ഒരുപാട് കാര്യം പറഞ്ഞ് തീർത്തതാണല്ലോ. ഇപ്പോഴും വീണ്ടും അതിൻ്റെ 3-ാം പതിപ്പോ 4-ാം പതിപ്പിലേക്കാണ് വരുന്നത്. അതെല്ലാം ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരിത് പുച്ഛിച്ച് തള്ളുക ചെയ്യുക. ആകാശ് തില്ലങ്കേരി തനി ക്രിമിനലാണ്, അവർക്ക് മുന്നിൽ കീഴടങ്ങില്ല. അവർക്കെന്താണ് വെളിപ്പെടുത്താനുള്ളതെന്ന് അവർ തുറന്നു പറയട്ടെ, ഒരു പ്രശ്നവുമില്ല. തനി ക്രിമിനൽ, ഈ പാർട്ടിക്ക് ഒരു കാര്യവും മറച്ചു വെക്കാനില്ല. എന്താണോ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോട്ടെ. ക്രിമിനലുകൾക്കൊന്നും കീഴടങ്ങാനുള്ള ഒരു പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയിരിക്കാൻ ഞങ്ങൾക്കൊരു കാര്യത്തിലും മുൾമുനയിൽ നിൽക്കേണ്ട കാര്യമില്ല. ഞങ്ങളിത് ഗൗരവത്തിലെടുക്കുന്നേ ഇല്ല. KSRTCക്ക് ഈ സർക്കാർ നൽകിയതുപോലെ ഒരു സർക്കാരും സഹായം നൽകിയിട്ടില്ല. KSRTCയെ നവീകരിക്കാനുള്ള ശ്രമം നടത്തും. കേരളത്തിലെ KSRTCക്ക് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി നൽകിയതുപോലെ ഇത്രയും വലിയൊരു സഹായം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഗവൺമെന്റും KSRTCക്ക് നൽകിയിട്ടില്ല. വെല്ലുവിളിക്കുകയാണ്, പറയാനുള്ളത് പറ. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ഇന്ധന സെസ്സിനെ ന്യായീകരിച്ച MV ഗോവിന്ദൻ പക്ഷേ കേന്ദ്ര സർക്കാർ ഇനി ഇന്ധനവില വർദ്ധിപ്പിച്ചാൽ സമരം ചെയ്യുമെന്നും വ്യക്തമാക്കി. ജനകീയ പ്രതിരോധ ജാഥ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ പ്രതിരോധത്തിന്റെ മതിൽ ഉയർത്താൻ കേരളത്തിലെ ജനങ്ങളെ സജ്ജരാക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി മനു ഭരത്, ന്യൂസ് 18. സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപം തുടർന്ന് തില്ലങ്കേരി സംഘം. KK ശൈലജയുടെ പേഴ്സണൽ സ്റ്റാഫ് രാഗിത് APക്കെതിരായാണ് അധിക്ഷേപം. ഫേസ്ബുക്ക് പരാമർശങ്ങൾ പാർട്ടി പരിശോധിക്കുമെന്നും CPM ആകാശ് തില്ലങ്കേരിക്ക് ഭയപ്പെടുന്ന പാർട്ടിയല്ല എന്നും KK ശൈലജ പ്രതികരിച്ചു. തില്ലങ്കേരി സംഘവുമായി സമൂഹമാധ്യമങ്ങളിൽ യുദ്ധം വേണ്ടെന്ന് CPM കഴിഞ്ഞ ദിവസം അണികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ CPMനെ പ്രകോപിപ്പിച്ച് വീണ്ടും ഫേസ്ബുക്കിലൂടെ വെല്ലുവിളി ഉയർത്തുകയാണ് ആകാശ് തില്ലങ്കേരിയും കൂട്ടരും. CPM വട്ടപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ AP രാഗിത് കാണിക്കാത്ത മര്യാദ തിരിച്ചും കാണിക്കില്ലെന്നാണ് ആകാശ് തില്ലങ്കേരി പോസ്റ്റ് ചെയ്തത്. RSSന്റെ കടന്നാക്രമണങ്ങളെ ചെറുത്തതിന് കൊലക്കേസിൽപ്പെട്ട സഖാവിനെയും ഭാര്യയെയും രാഗിത് തെറിവിളിച്ചുവെന്നും രക്തസാക്ഷിത്വത്തിന് മങ്ങലേൽപ്പിച്ചുവെന്നും പോസ്റ്റുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റുകളെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കുമെന്നും ന്യായത്തിന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂവെന്നും KK ശൈലജ MLA പ്രതികരിച്ചു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പാർട്ടി എന്നുള്ള നിലയിലെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ന്യായത്തിന്റെ ഭാഗത്ത് മാത്രമേ എങ്ങനെയായാലും നിൽക്കുകയുള്ളൂ. CPIM അങ്ങനെ ആർക്കും ഭയപ്പെടുന്ന ഒരു പാർട്ടിയല്ല. കാരണം
എന്നാൽ മയപ്പെടും. അത് ജനങ്ങളോടാണ് CPM മയപ്പെടുന്നത്. ന്യായത്തിന്റെ കൂടെ നിന്നില്ലെങ്കിലും രാഗിന്ദിനെ താങ്ങാൻ വേണ്ടി തങ്ങളെ കരിവാരി തേക്കരുതെന്നാണ് ജിജോ തില്ലങ്കേരിയുടെ പോസ്റ്റ്. അതേസമയം പാർട്ടിയാണ് വലുതെന്നും എന്ത് നിലപാടെടുത്താലും പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്നുമാണ് ജയപ്രകാശ് തില്ലങ്കേരി ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ തന്റെ നാട്ടിൽ തന്റെ ന്യായവും നീതിയും താൻ തന്നെ തെരഞ്ഞെടുക്കുമെന്നും ജയപ്രകാശ് പോസ്റ്റിൽ കുറിച്ചു. ന്യൂസ് 18 കണ്ണൂർ. ലൈഫ് മിഷൻ കോഴക്കേസും അർജുൻ ആയങ്കി വിവാദവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടെ CPMന്റെ ജനകീയ പ്രതിരോധ യാത്ര നാളെ തുടങ്ങും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന യാത്ര കാസർഗോഡ് കുമ്പളയിലാണ് തുടങ്ങുക. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ജാഥ 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തി മാർച്ച് 18-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. രാഷ്ട്രീയ സ്ഥിതി ചർച്ച ചെയ്യാനും ജനങ്ങളുമായി സംവദിക്കാനുമാണ് യാത്ര. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കാനും കേന്ദ്ര അവഗണനയും തുറന്നുകാട്ടാനുമാണ് പ്രധാനമായും ജാഥ നടത്തുന്നത്. കാസർഗോഡ് ജില്ലയിൽ ചെർക്കള, കുണ്ടംകുഴി, കാഞ്ഞങ്ങാട്, കാലിക്കടവ് എന്നിവിടങ്ങളിലാണ് സ്വീകരണം. തുടർന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. ഓരോ കേന്ദ്രങ്ങളിലും പരമാവധി പ്രവർത്തകരെ അണിനിരത്താനാണ് തീരുമാനം. കേരളത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുള്ള ഏക സംസ്ഥാനം. ഈ സംസ്ഥാനത്തോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം അവസാനിപ്പിക്കുന്നതിന് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമം നടത്തുന്നു. ഇത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് നടത്തേണ്ടതായിട്ടുണ്ട്. അതേസമയം ലൈഫ് മിഷൻ കോഴക്കേസ്, അർജുൻ ആയങ്കി വിവാദം, ബജറ്റിലെ ഇന്ധന സെസ് വർധന തുടങ്ങിയ കാര്യങ്ങളും യാത്രയിൽ വിശദീകരിക്കേണ്ടി വരും. ജാഥയുടെ ഭാഗമായി ജില്ലാ കേന്ദ്രങ്ങളിൽ പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയും ഉണ്ടാകും. ന്യൂസ് 18 കാസർഗോഡ്. ഒരിടവേള കൂടി. കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കണ്ടേ, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയ ഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും
അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകളെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി, ഡാൻ തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ വി ടി ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ടത് ഇതൊക്കെ ചെയ്തു വെച്ചാണ്. നേതാവ് വി ടി ബൽറാം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, ഇതാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കിഫ്ബിയുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തോമസ് ഐസക് കേരളം കണ്ട ഒരു വലിയ ധനകാര്യ ശാസ്ത്രജ്ഞനാണ് എന്നുള്ള അവകാശവാദമാണ് ആദ്യം പിൻവലിക്കേണ്ടത്. ആ നിലയിലുള്ള പുകഴ്ത്തലുകളൊന്നും നീതി അർഹിക്കുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. കാരണം അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു കിഫ്ബി എന്ന് പറയുന്നത് കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം മാത്രമാണ്. CPM ആക്ടിന്റെ കീഴിൽ വന്നുകൊണ്ട് കടമെടുപ്പിന് പരിധി നിശ്ചയിക്കപ്പെട്ടപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള എക്സ്ട്രാ ബജറ്ററി ബോറോയിങ് മാത്രമാണ്. അതിന് കിഫ്ബി പേരിട്ട് കുറെ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും ഒക്കെ രൂപത്തിൽ കൂടുതൽ കടമെടുക്കാനുള്ള ഒരു ഉപായം എന്നതിനപ്പുറത്ത് ഇതിലൊന്നുമില്ല എന്നുള്ളത്. വാർത്തകളിലേക്ക്. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയേക്കും. സ്വപ്ന സുരേഷും CM രവീന്ദ്രനും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ കോഴയിടപാടിൽ ഒരു കോക്കസ് പ്രവർത്തിച്ചു എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ വിളിച്ചുവരുത്താൻ ED ഒരുങ്ങുന്നത്. മുമ്പ് ലൈഫ് മിഷൻ കേസിൽ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും CM രവീന്ദ്രൻ ഹാജരായിരുന്നില്ല. EDയുടെ കസ്റ്റഡിയിലുള്ള ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിൽ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളിൽ ഭവന പദ്ധതിയുടെ കരാർ തയ്യാറാക്കുന്നതിൽ സംശയമുണ്ടെങ്കിൽ രവീന്ദ്രനെ വിളിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. പ്രളയ സഹായത്തിന് അഭ്യർത്ഥിച്ചുകൊണ്ട് CM രവീന്ദ്രനും സ്വപ്ന സുരേഷും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റും EDയുടെ കൈവശമുണ്ട്. CM രവീന്ദ്രനെതിരായ സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെയും പശ്ചാത്തലത്തിലാണ് നടപടി. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ CM രവീന്ദ്രനെ ED ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലുമായി ശിവശങ്കർ സഹകരിക്കുന്നില്ലെന്നാണ് ED പറയുന്നത്. M ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ന്യൂസ് 18 കൊച്ചി. കിഫ്ബി അക്ഷയഖനി അല്ലെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക്. 50,000 കോടിയുടെ പദ്ധതിയാണ് കിഫ്ബിയിലൂടെ ലക്ഷ്യമിട്ടത്. പരിധി കഴിഞ്ഞതിനാൽ കിഫ്ബിയിലൂടെ ഇനി പദ്ധതികൾ അനുവദിക്കരുതെന്നും തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. കിഫ്ബിയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഐസക്കിന്റെ പ്രതികരണം സംബന്ധിച്ച ചോദ്യത്തിനാണ് VD സതീശന്റെ മറുപടി. പ്രതിപക്ഷം ഇക്കാര്യം ആദ്യം പറഞ്ഞപ്പോൾ തോമസ് ഐസക് സമ്മതിച്ചില്ലെന്നും സതീശൻ പറഞ്ഞു. BBC ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡ് മാധ്യമപ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന BBC ഹിന്ദി വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ട ലേഖനത്തിലാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. മണിക്കൂറുകളോളം മാധ്യമപ്രവർത്തകരെ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല. ഉദ്യോഗസ്ഥരിൽ ചിലർ മോശമായി പെരുമാറി. മാധ്യമപ്രവർത്തകരുടെ കമ്പ്യൂട്ടറുകളും ഫോണും പരിശോധിച്ചു. ജോലിയുടെ സ്വഭാവം സംബന്ധിച്ചും വിവരങ്ങൾ ശേഖരിച്ചു. സംരക്ഷണ സമയം അവസാനിച്ചതിനു ശേഷം മാത്രമാണ് ഈ മാധ്യമപ്രവർത്തകരെ ജോലി ചെയ്യാൻ അനുവദിച്ചതെന്നും BBC വ്യക്തമാക്കി. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.
കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലൊന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയ ഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകളെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി ഡാൻ, തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ വി ടി ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലൊന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. സേതാവ് വി ടി ബൽറാം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, ഇതാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കിഫ്ബിയുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തോമസ് ഐസക് കേരളം കണ്ട ഒരു വലിയ ധനകാര്യ ശാസ്ത്രജ്ഞനാണ് എന്നുള്ള അവകാശവാദമാണ് ആദ്യം പിൻവലിക്കേണ്ടത്. ആ നിലയിലുള്ള പുകഴ്ത്തലുകളൊന്നും നീതി അർഹിക്കുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം
കായിക വാർത്തകൾ. ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ 6 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്തി. 115 റൺസ് വിജയലക്ഷ്യം 2 ദിവസം ശേഷിക്കെ ഇന്ത്യ മറികടന്നു. 2 ഇന്നിംഗ്സിലുമായി 10 വിക്കറ്റ് വീഴ്ത്തിയ രവീന്ദ്ര ജഡേജയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഒറ്റ സെഷനിൽ 9 വിക്കറ്റ്, 1 വിക്കറ്റിന് 62 റൺസ് എന്ന നിലയിൽ നിന്ന് 113 റൺസിന് ഓൾ ഔട്ടിലേക്ക് കൂപ്പുകുത്തിയതാണ് ഓസീസിന് തിരിച്ചടിയായത്. 42 റൺസ് മാത്രം വഴങ്ങി 7 വിക്കറ്റുകൾ പിഴുത് കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം രവീന്ദ്ര ജഡേജ കാഴ്ചവെച്ചപ്പോൾ അത് ഇന്ത്യയുടെ വിജയം അനായാസമാക്കി. 3 വിക്കറ്റ് വീഴ്ത്തി അശ്വിനും ജഡേജയ്ക്കൊപ്പം കൂടി. 43 റൺസ് എടുത്ത ട്രാവിസ് ഹെഡും 35 റൺസ് എടുത്ത മാർണസ് ലബൂഷേനും പിൻവാങ്ങിയതോടെ ഓസീസ് കളി കൈവിട്ടു. ഇരട്ടയാക്കം കടന്ന മറ്റൊരു സ്കോറർ ഇല്ലായിരുന്നു ഓസ്ട്രേലിയയ്ക്ക്. മറുപടി ബാറ്റിംഗ് അനായാസമായിരുന്നില്ല ഇന്ത്യക്കും. രാഹുൽ വന്നപാടെ മടങ്ങി. ക്യാപ്റ്റൻ 31 റൺസിനും മുൻ ക്യാപ്റ്റൻ കോഹ്ലി 20 റൺസിനും ശ്രേയസ് അയ്യർ 12 റൺസിനും തിരികെ കയറി. എന്നാൽ 100ാം ടെസ്റ്റ് കളിച്ച ചേതേശ്വർ പൂജാര എസ് ഭരത്തിനെ കൂട്ടുപിടിച്ചാണ് വിജയം നേടിയെടുത്തത്. 4 മത്സരങ്ങളുടെ പരമ്പരയിൽ 2-0 മുന്നിലെത്തിയതോടെ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യൻ ഷെൽഫിൽ തുടരും. അടുത്ത 2 മത്സരങ്ങളിൽ ഒന്നിലെങ്കിലും ജയിച്ചാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലും ഇന്ത്യ കളിക്കും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. നിലവിലെ ചാമ്പ്യന്മാരായ കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ സെമി ഫൈനൽ കാണാതെ പുറത്ത്. ജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ പഞ്ചാബിനോട് സമനില വഴങ്ങി. പഞ്ചാബും കർണാടകയും സെമിയിലേക്ക് മുന്നേറി. നിലവിലെ ചാമ്പ്യന്മാരെന്ന ഖ്യാതിയിൽ എത്തിയവരായിരുന്നു. നമ്മുടെ ആരാധക വൃന്ദത്തെ കണ്ടിട്ടാണ് സൗദിയിൽ നോക്കൌട്ട് മത്സരങ്ങൾ നിശ്ചയിച്ചതുപോലും. എന്നാൽ അവിടേക്ക് പറക്കാനുള്ള ചിറകറ്റു ഭുവനേശ്വറിൽ തന്നെ. പ്രതീക്ഷ കാക്കും വിധമായിരുന്നു 24ാം മിനിറ്റിൽ വിശാഖ് മോഹന്റെ ഗോള്. Another chance with the right, the shot comes in, it's 1-0 and there it is, the goal we were talking about. It's a Vishak Mohanan. Well, that'll just boost the intensity of the game. And that's a sharp turn and the sharp finish. കേരളത്തിന്റെ ആരാധകരുടെ ആർപ്പുവിളിക്ക് പക്ഷേ 10 മിനിറ്റിന്റെ ദൈർഘ്യം മാത്രം. ഡിഫൻസിലെ വീഴ്ചയെ കരുവാക്കി രോഹിത് ഷെയ്ഖ് സ്ലൈഡ് ചെയ്ത് പന്ത് വലയിലാക്കി. Parmjeet will deliver towards the far side. Kamaldeep will control, it's onside and that's 1-1. It's the equalizer. രണ്ടാം പകുതിയിൽ ആക്രമണത്തിന്റെ വൈവിധ്യം കണ്ടുവെങ്കിലും സമനില പൂട്ടിലെക്കാൻ കേരളത്തിനായില്ല. 7 മിനിറ്റിന്റെ ഇഞ്ചുറി ടൈമിന് ശേഷം ഫൈനൽ വിസിൽ കേട്ടതും നിരാശയുടെ മടക്ക ടിക്കറ്റ് മാത്രം മിച്ചം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. പിതാവിന്റെ ചികിത്സയ്ക്കായി പ്രിയപ്പെട്ട ആടിനെ വിൽക്കേണ്ടി വന്ന അസ്നമോൾക്ക് പുതിയ ആടിനെ കിട്ടി. തിരുവനന്തപുരത്തെ മലയോര മേഖല പാലോട് ഇടിഞ്ഞാർ സ്കൂളിലെ ആഗ്രഹപ്പെട്ടിയിലൂടെയാണ് അസ്നമോളുടെ ആഗ്രഹം സഫലീകരിച്ചത്. ഈ റിപ്പോർട്ടോടെ വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ അപർണ ചേരും. നമസ്കാരം. ഇടിഞ്ഞാർ സർക്കാർ ട്രൈബൽ സ്കൂളിലെ ആഗ്രഹപ്പെട്ടിയിൽ 5ാം ക്ലാസ്സുകാരി അസ്നമോൾ കുറിപ്പെഴുതിയിട്ടു. എന്റെ കൂട്ടുകാരിയായിരുന്നു കുഞ്ഞാറ്റയാട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ. എന്നാൽ വാപ്പയുടെ ചികിത്സയ്ക്ക് കാശ് തികയാതെ വന്നപ്പോൾ ഉമ്മ അവളെ വിറ്റു. കുഞ്ഞാറ്റയെ വിറ്റതോടെ വലിയ സങ്കടത്തിലാണ് ഞാൻ. എനിക്കൊരാടിനെ വാങ്ങി നൽകാമോ? ആഗ്രഹപ്പെട്ടി എന്ന മാജിക് ബോക്സിൽ നിന്ന് കുറിപ്പ് കിട്ടിയ അധ്യാപകർ അസ്നമോളുടെ ആഗ്രഹം സഫലീകരിച്ചു. തവിട്ടും വെള്ളയും നിറമുള്ള പുതിയ ആടിനും അസ്നമോൾ പേരിട്ടു കുഞ്ഞാറ്റയെന്ന്. ടീച്ചർ ലിബിന ടീച്ചർ പറഞ്ഞു ഇങ്ങനെ ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എഴുതിയിടാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ എഴുതിയിട്ടു. എനിക്കിത് കുഞ്ഞാറ്റ എന്നാണ് ആടിൻ്റെ പേരും. എനിക്ക് HM എല്ലാവരും കൂടെ എനിക്കൊരു ആടിനെ തന്നു. ആട്ടിൻകുട്ടിയുടെ പേരാണ് കുഞ്ഞാറ്റ. ആദിവാസി ഊരുകളിൽ നിന്നടക്കം പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അധ്യാപകർ മുൻകൈയെടുത്താണ് ആഗ്രഹപ്പെട്ടി സ്ഥാപിച്ചത്. കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അധ്യാപകർ മുൻകൈയെടുത്ത് സാധിച്ചു നൽകും. അസ്നയുടെ പിതാവ് ഷിബുവിന്റെ ക്യാൻസർ ചികിത്സയ്ക്കായാണ് അസ്നയുടെ കൂട്ടുകാരിയായ കുഞ്ഞാറ്റയെ ഉമ്മ ഫാത്തിമ വിറ്റത്. ഇപ്പോൾ അസ്നയുടെ പിതാവ് ജീവിച്ചിരിപ്പില്ല. ഇനി നല്ല എഴുത്തുകാരിയാകണമെന്നാണ് അസ്നമോളുടെ ആഗ്രഹം. ന്യൂസ് 18 തിരുവനന്തപുരം. കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്
ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ്. 50,000 കോടി 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോൾ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയ ഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകളെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി ഡാൻ, തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ VT ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ VT ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് അതിന് 2 മാസം മുമ്പ് കറുപ്പിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. കറുത്ത മാസ്ക് വയ്ക്കാൻ പാടില്ല, കറുത്ത ചുരിദാർ പാടില്ല, കറുത്ത ഷർട്ട് പാടില്ല, ഒന്നും ധരിക്കാൻ പാടില്ല. കറുപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസ് കൊണ്ടുപോകും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെളുപ്പിനോടായിരുന്നു ദേഷ്യം. കതറിട്ട് ആരെങ്കിലും റോട്ടിൽ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവരെ കരുതൽ തടങ്കലിൽ കൊണ്ടുപോകും. മുഖ്യമന്ത്രി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി വരുന്ന വഴി മുഴുവൻ വിജനമാകണമെന്ന് ഇപ്പം നിർബന്ധമാണ്. മനുഷ്യനെ കാണാൻ പാടില്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് മുഖ്യമന്ത്രി വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. അല്ല, അത് ഗവൺമെൻറ്റിന് എതിരായിട്ട് അതുപോലെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് കടന്നാക്കം നടന്ന ചാവുകറുകളെ പോലെ അവിടെയും ഇവിടെയും 5-10 ആളുകൾ ഇരുന്നിട്ട് വണ്ടിക്ക് മുമ്പിലേക്ക് ചാടുക, അമ്മാതിരിയുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ജനകീയ പ്രതിഷേധത്തിന് മുമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് വേറെ സ്വീകരിച്ചിട്ടുണ്ടോ കേരളത്തിൽ? ഞങ്ങൾ കരിങ്കൊടി കാട്ടുന്നത് ജനകീയമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ കാട്ടുന്നതും
അതുപോലെ തന്നെ ഇപ്പം കാണിക്കുന്ന ചാവുകളായിട്ട് തന്നെയല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എല്ലാവരും. കറുപ്പ് വിലക്കുക, കുട വിലക്കുക, കറുത്ത മാസ്ക് വിലക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓരോ ഔദ്യോഗിക പരിപാടിക്ക് മുൻപും പരിപാടിയിലും ഈ നടപടിയൊക്കെ കേരള പോലീസ് സ്വമേധയാ സ്വീകരിക്കുന്നതാണ്. സർക്കാരിന് ഇതിലൊന്നും ഒരു പങ്കുമില്ല. മുഖ്യമന്ത്രി പ്രതിഷേധത്തെ പേടിക്കുകയാണ്. ഇതുവരെ ഇല്ലാത്ത ഈ സുരക്ഷയും നിയന്ത്രണങ്ങളും ആർക്കെതിരെയാണ്? എന്തിനാണ് ജനത്തോട്, ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളോട് ഈ അസഹിഷ്ണുതയെന്ന് വീണ്ടും ചോദിക്കുന്നതായില്ലേ ഇന്ന് കോഴിക്കോട് നടന്ന പ്രതിഷേധം അടിച്ചമർത്തലും? കരിങ്കൊടി പ്രതിഷേധം ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെയും സമരമാർഗമായിരുന്നില്ലേ? എന്നിട്ടും കറുപ്പ് വിലക്കിയും കരുതൽ തടങ്കലിന്റെ എണ്ണം കൂട്ടിയും എന്ത് സന്ദേശമാണ് ഭരണകൂടം ജനങ്ങൾക്ക് നൽകുന്നത്? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പ്രൈം ഡിബേറ്റിൽ പാനലിസ്റ്റുകളായി ചേർന്നു ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം CPM നേതാവ് M. ഷാജർ, BJP നേതാവ് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി AK ഷാനിബ്, ഒപ്പം രാഷ്ട്രീയകാര്യ നിരീക്ഷകനായ NM പിയേഴ്സണും പ്രൈം ഡിബേറ്റിനൊപ്പം ചേരുന്നു. 4 പാനലിസ്റ്റുകൾക്കും പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ M. ഷാജർ, മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന വേദിയുടെ സദസ്സിലൊന്നും കരിങ്കൊടി വീശി ആരെങ്കിലും പ്രതിഷേധിച്ചതായിട്ട് കാണുന്നില്ല. ആ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ അവിടെ ഉണ്ടാകുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകരെ ഇത്രയധികം കരുതൽ തടങ്കലിൽ വെക്കുന്നത്? M. ഷാജർ, കേൾക്കാമെന്ന് കരുതുന്നു. സാങ്കേതിക വിഷയങ്ങൾ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിലേക്ക് തന്നെ, ആദ്യത്തെ ചോദ്യം അദ്ദേഹത്തിലേക്ക് തന്നെയാണ് വരേണ്ടത്. ഞാൻ അദ്ദേഹത്തിലേക്ക് എത്താം. ശ്രീ NM പിയേഴ്സൺ, കരിങ്കൊടി സമരമാർഗമായിരുന്ന ഒരു പാർട്ടിയാണ്. ഈ കറുപ്പിനോട് ഇങ്ങനൊരു അസഹിഷ്ണുതയുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് പോലും ചരിത്രപരമായിട്ട് ഒരു വൈരുദ്ധ്യം ഉണ്ടാകുന്നില്ലേ? അല്ല, ഇത് ഒരു ഇടതുപക്ഷത്തിന്റെ സമീപനമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം ഏത് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടം എടുക്കുന്ന പല തീരുമാനങ്ങളും അത് സ്വീകാര്യമായിരിക്കില്ല. അങ്ങനെ സ്വീകാര്യമാകാത്ത എല്ലാ പ്രശ്നങ്ങളോടും അവർ പ്രതിഷേധിക്കുകയും അത് തിരുത്തണമെന്നും മാറ്റണമെന്നും ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെടുന്നതാണ് ജനാധിപത്യം. ആവശ്യപ്പെട്ടതിന്റെ പേരിൽ സർക്കാർ അത് തിരുത്തണം എന്ന് നിർബന്ധമില്ല. പക്ഷേ അത് ആവശ്യപ്പെടാനായിട്ടുള്ള അവകാശം പ്രതിപക്ഷത്തിനും അതുപോലെ പൊതുസമൂഹത്തിനും അംഗീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ്. ആ ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയെ അംഗീകരിക്കാതിരിക്കുന്ന സമയത്താണ് കറുത്ത നിറത്തെ പോലും യഥാർത്ഥത്തിൽ അകറ്റി നിർത്താനായിട്ട് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം, ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് പോലീസ് പ്രവർത്തിക്കുന്ന സമയത്ത് പോലീസ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോകുന്നതാണ് മുഖ്യമന്ത്രിയുടെ പരാജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് കാണിക്കുന്ന എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ന്യായീകരിക്കലല്ല ഒരു പോലീസ് മന്ത്രിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ ചുമതല എന്ന് പറയുന്നത്. തന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനും തന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനും അനുസൃതമായിട്ടുള്ള രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകേണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായ അത് തിരുത്താൻ പറയാനായിട്ടുള്ള ഒരു മാനസിക ശേഷി നേതാവിനില്ലെങ്കിൽ ആ നേതാവിന്റെ വലിയ പരാജയമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയുള്ളൂ. ഇത് പിണറായി വിജയന്റെ മാത്രം പ്രശ്നമല്ല. കേന്ദ്രം ഭരിക്കുന്ന മോദി BBC-യുടെ അവർ കാണിച്ചായിട്ടുള്ള ഡോക്യുമെന്ററി, ആ ഡോക്യുമെന്ററി കാണിച്ചതിനെതിരായിട്ട് പ്രതിഷേധിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അതിന്റെ പേരിൽ അവരുടെ ഓഫീസറെ അവരെ ഭയപ്പെടുത്തുക, ഇതൊക്കെ എല്ലാ ഭരണകൂടവും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അപരന്മാര്, അവരെ സമൂഹം, അവരെ അവസ്ഥ എന്ന് പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ഒരു കാര്യം. എന്ന് വെച്ചാൽ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവരിൽ ഇല്ല എന്നുള്ളതാണ്. പ്രതിപക്ഷം വേണ്ട, ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ കാണിക്കുന്നത്, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതെല്ലാം നിങ്ങൾ അംഗീകരിക്കാൻ, ഇത് സ്വേച്ഛാധിപതികളുടെ സ്വഭാവമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ ചുമതല എന്ന് പറയുന്നത് അദ്ദേഹം വീട്ടിലിരിക്കട്ടെ എന്ന് പറയലല്ല, അദ്ദേഹത്തിനോട് കൃത്യമായിട്ടുള്ള രീതിയിൽ പൊതുസമൂഹത്തിന്റെ പ്രതിഷേധത്തെ അറിയിക്കുക എന്നുള്ള ആ പ്രതിഷേധം
അത് നടത്താനായിട്ടുള്ള അവകാശം നേടിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ എന്താണ് ഓടി വരുന്ന കാറിന് മുമ്പിൽ ചാടലല്ല പ്രതിഷേധം എന്ന് പറയും. ഇവർക്ക് എന്തുകൊണ്ട് വലിയ തരത്തിലുള്ള വലിയ ജനകീയമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്തി പ്രതിഷേധിച്ചൂടെ? അതിന്റെ സാധ്യതകളുണ്ട്. അത് ചെയ്തേ പറ്റൂ. കാരണം അത്തരത്തിൽ ഈ പ്രതിഷേധമായിട്ട് അംഗീകരിക്കുന്ന സ്ഥലയിലേക്ക് ഇതിനെ രാഷ്ട്രീയമായിട്ട് കൊണ്ടുപോകേണ്ടത് വലിയ ആവശ്യമാണ്. റൈറ്റ്, ഞാൻ തിരികെ എത്താം. ശ്രീ എൻ പിയേഴ്സൺ. ശ്രീ എം ഷാജർ, നേരത്തെ ചില സാങ്കേതിക വിഷയങ്ങൾ വന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെ. മുഖ്യമന്ത്രി പലയിടത്തായ ഔദ്യോഗിക പരിപാടികൾ നടത്തുന്നു, അദ്ദേഹം പോകുന്നു. ഈ പരിപാടി നടക്കുന്ന വേദിയിൽ സദസ്സിലൊന്നും ആരെങ്കിലും കരിങ്കൊടി വീശി ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചതായിട്ട് കാണുന്നില്ല. എന്നിട്ടും കോൺഗ്രസ് പ്രവർത്തകരെ അനാവശ്യമായി കരുതൽ തടങ്കലിൽ വെക്കുകയാണോ? ഒന്ന്, മുഖ്യമന്ത്രിക്ക് സുരക്ഷ നൽകിയില്ലെങ്കിലാണ് ചർച്ച വെക്കേണ്ടത്. മുഖ്യമന്ത്രിക്ക് സുരക്ഷാ വീഴ്ചയോ മറ്റോ സംഭവിച്ചാലല്ലേ നമ്മൾ ആ വിഷയം പരിശോധിക്കേണ്ടത്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് സുരക്ഷ നൽകിയെന്ന് പറഞ്ഞ് രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാധ്യമങ്ങൾ ചർച്ച നടത്തുമോ? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സുരക്ഷാ വീഴ്ചയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ വാഹനം ആക്രമിക്കപ്പെട്ട് അദ്ദേഹത്തിന് പരിക്കേറ്റ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു പോലീസിൻ്റെ സുരക്ഷ പോലും ഇല്ലാതെ കേരളത്തിലെ ഏത് പൊതുപരിപാടിയിലും പിണറായി വിജയൻ എന്ന കേരളത്തിലെ CPM നേതാവ് പങ്കെടുക്കും. അതിനകത്ത് അദ്ദേഹത്തിന് വേണ്ടുന്ന സുരക്ഷ നൽകാൻ വേണ്ടിയിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്കും ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർക്കും സാധിക്കും. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന അദ്ദേഹം നിങ്ങൾ സുരക്ഷ നൽകേണ്ടതില്ല എന്ന് CPMന് പറയാൻ വേണ്ടി സാധിക്കുമോ? അദ്ദേഹം ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് നൽകേണ്ടുന്ന സുരക്ഷയെ സംബന്ധിച്ച് കൃത്യമായും പോലീസിനൊരു മാനദണ്ഡമുണ്ടല്ലോ. ആ സുരക്ഷ ഒരുക്കുന്നത് ബ്ലൂ ബുക്കാണ്. അതോടൊപ്പം തന്നെ അതിന് താഴെ വരുന്നത് യെല്ലോ ബുക്കാണ്. യെല്ലോ ബുക്ക് തന്നെ ഉള്ളത് SP-യുടെ കയ്യിലാണ്, ജില്ലാ പോലീസ് മേധാവിയുടെ കയ്യിലാണ്. അതിന് താഴേക്ക് ആ സുരക്ഷയെ സംബന്ധിച്ച് എന്താണ് മാനദണ്ഡമെന്ന് പോലും താഴേക്ക് പറയില്ല. അത്രമാത്രം സുരക്ഷിതമാണ്. അതൊരു VIP സുരക്ഷ ആ നിലയിലല്ലേ പോകുന്നത്? നിങ്ങൾ ഈ പറയുന്നത് പോലെ കയ്യടി നേടാൻ വേണ്ടിയിട്ട് മുഴുവൻ സുരക്ഷയും പിൻവലിക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് തന്നെ കേന്ദ്ര ഏജൻസികളുടെ പോലും തീവ്രവാദി ഭീഷണി പോലും നേരിടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അത് കേന്ദ്ര ഏജൻസി തന്നെ ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ടിലൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ നിങ്ങളെല്ലാം പറഞ്ഞ വാക്ക് കേട്ടിട്ട് സുരക്ഷ പിൻവലിച്ച് കയ്യടി നേടാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അങ്ങനെ കയ്യടി നേടാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ അപകടമായിരുന്നില്ലേ? അതിന് ഉദാഹരണമല്ലേ പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ? പഞ്ചാബി ഗായകനും കോൺഗ്രസ് നേതാവുമായിരുന്ന സിന്ധു മുസേവാലെ അദ്ദേഹം കൊല്ലപ്പെട്ടില്ലേ സുരക്ഷ പിൻവലിച്ചപ്പോൾ? അതുകൊണ്ട് അങ്ങനെ അത്തരമൊരു സുരക്ഷ പിൻവലിക്കുക എന്നുള്ളത് അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ നമ്മുടെ രാജ്യത്ത് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കേരളത്തെ പഞ്ചാബുമായി താരതമ്യപ്പെടുത്തുന്നത് കൗതുകകരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതിലേക്ക് കടക്കുന്നില്ലെങ്കിലും ചോദിക്കട്ടെ, കറുപ്പിന് വിലക്കുണ്ടോ? എന്തുകൊണ്ടാണ് കറുപ്പ് ധരിച്ചുകൊണ്ട് മീജന്ത ഗവൺമെന്റ് കോളേജിലെ കുട്ടികൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ എത്തണ്ട എന്നുള്ളൊരു നിർദ്ദേശം വന്നത് എന്തുകൊണ്ടായിരിക്കും? അതും ഈ സുരക്ഷാ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടുള്ളതായിരുന്നു. അല്ല, ഒരു പഞ്ചാബിൽ വിമാനത്തിനകത്ത് കയറി പഞ്ചാബിലെ മുഖ്യമന്ത്രിയെ ആരും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് കേരളത്തിലാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ വിമാനത്താവളത്തിനകത്തും വിമാനത്തിനകത്തും കയറിയിട്ട് ഏതെങ്കിലും ഒരു പ്രതിഷേധ സമരം നടത്തിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതാർക്ക് സാധിക്കാത്തത് കൊണ്ടല്ലോ. വിമാന ടിക്കറ്റ് ലഭിക്കാത്തത് കൊണ്ടോ വിമാനത്തിനകത്ത് കയറാൻ വേണ്ടിയിട്ട് കാശില്ലാത്തത് കൊണ്ടല്ലല്ലോ ഏതെങ്കിലും പ്രതിപക്ഷ സംഘടനകൾ അത്തരം സമരം ചെയ്യാത്തത്. കേരളത്തിൽ അത്ര പോലും സമരം എന്ന നിലയിൽ ആഭാസവും തീവ്രവാദ പ്രവർത്തനത്തിൽ തുല്യമായ പ്രവർത്തനവും നടത്തിയവരാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് അതിലും ഒരു ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സുരക്ഷാ ഭീഷണി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ നിലനിൽക്കുന്നു. അതാണോ CPM പറഞ്ഞു വെക്കുന്നതും? CPM അല്ലല്ലോ പറഞ്ഞു വെച്ചത്. CPMന്റെ നിർദ്ദേശപ്രകാരമാണോ ഈ കേരളത്തിലെയും രാജ്യത്തിലെയും ഓരോ VIPകൾക്കും സുരക്ഷ നിർദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് കൃത്യമായും പോലീസ് നൽകിയിരിക്കുന്ന ബ്ലൂ ബുക്കിൽ നിർദ്ദേശമുണ്ട്. അതിന്റെ ഭാഗമാണോ കറുപ്പിനുള്ള വിലക്ക്? അപ്പോൾ ഷാജറ, ഞാൻ ആ ചോദിച്ച മെയിൻ പോയിന്റ്, കറുപ്പിനുള്ള വിലക്ക്, കറുത്ത വസ്ത്രത്തിന്, കറുത്ത മാസ്കിന് ഉള്ള വിലക്ക് ഈ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ളതാണോ? അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ?
നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ അടുത്ത കാലത്ത് ഇന്നത്തെ പരിപാടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ കറുപ്പ് വിലക്ക് എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നില്ല. എനിക്കും ബോധ്യപ്പെടുന്നില്ല, CPM-നും ബോധ്യപ്പെടുന്നില്ല, ഞങ്ങൾക്ക് ആർക്കും ബോധ്യപ്പെടുന്നില്ല. മീഞ്ചന്ത കോളേജിലെ കുട്ടികളോട് കറുത്ത വസ്ത്രം ധരിച്ചു വരരുത് എന്ന് കോളേജ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് താങ്കൾക്കും അറിയാമെന്ന് കരുതുന്നു. വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കോളേജ് അധികൃതർ നിർദ്ദേശം നൽകുന്നു, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുത്ത വസ്ത്രം ധരിച്ചു വരരുത് എന്നുള്ളത്. കറുത്ത മാസ്ക് പോലും ധരിച്ചു വരരുത് എന്നുള്ള നിർദ്ദേശം കോളേജിൽ കുട്ടികൾക്ക് നൽകിയിരുന്നു. അത് സുരക്ഷയുടെ ഭാഗമായിട്ടുള്ളതാണോ? അത് ആ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എന്തെങ്കിലും പങ്കുണ്ടോ? പോലീസിന് അതിൽ പങ്കുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, അത്തരമൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് അതേ കോഴിക്കോട് വെച്ച് നടന്ന മറ്റൊരു പരിപാടിയുണ്ട്, മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി. അതിൻ്റെ ഒരു ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ജൈവ വൈവിധ്യ പരിപാടിയിൽ കറുത്ത പർദ്ദ ധരിച്ച് സെൽഫി എടുക്കുന്ന 2 സ്ത്രീകളുടെ ചിത്രമുണ്ട്. ആ ചിത്രം മാത്രമേ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ, കൂടുതൽ ചിത്രങ്ങളുണ്ട്. അതാരെന്ന് ചോദിച്ചാൽ അവർ കാസർഗോഡ് ജില്ലയിലെ ലീഗിൻ്റെ നേതാക്കന്മാരാണിവർ. ഇതാ, അതിലൊരാൾ സുഫൈജ അബൂബക്കർ, ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. മറ്റൊരാൾ അവരുടെ കൂടെയുള്ള ഒരു സ്ത്രീ. 2 പേരും കറുത്ത പർദ്ദയാണ് ധരിച്ചിട്ടുള്ളത്. ഇതിന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ സെൽഫി എടുക്കുന്നതോ ഫോട്ടോ എടുക്കുന്ന ചിത്രമാണ്, ചിരിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. ഇവർക്ക് ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? പർദ്ദ ധരിച്ച് വന്ന ആരെങ്കിലും അകത്ത് കയറാതിരുന്നിട്ടുണ്ടോ? എന്തിനാണ് ആരോ ഏതോ വോയിസ് ക്ലിപ്പ് എന്നും പറഞ്ഞിട്ട് ഇതാണ് സർക്കാരിന്റെ നിലപാട് എന്ന് തെറ്റായി നിങ്ങൾ അവതരിപ്പിക്കുന്നത്? കോളേജ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിക്കകത്തും കോളേജ് ആ രീതിയിൽ ഒരു നിർദ്ദേശം നൽകുകയും കുട്ടികൾ അതനുസരിക്കുകയും ചെയ്തു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള വിഷയമാണ്. അതില്ലാത്ത ഒരു കാര്യമല്ല. അതിനകത്ത് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർദ്ദേശവും അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇത് മാനേജ്മെന്റിന്റെ മാത്രം, കോളേജ് മാനേജ്മെന്റിന്റെ മാത്രം നിർദ്ദേശമാണ്. അങ്ങനെയാണോ പറയുന്നത്? ആയിരിക്കുമല്ലോ, നിങ്ങൾ അവരോടല്ലേ ചോദിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. 2011 ആഗസ്റ്റ് 16 കൽപ്പറ്റയിൽ അന്ന് അവിടുത്തെ സിവിൽ സ്റ്റേഷനിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അന്ന് നിവേദനം നൽകാൻ വേണ്ടിയിട്ട് 3 ആദിവാസി സ്ത്രീകൾ പോയപ്പോൾ അവരുടെ അരയിൽ ചുറ്റിയ കറുത്ത തുണി അത് കച്ചയായി കെട്ടിയിരുന്നു. അതന്ന് അഴിച്ചെടുത്തു പോലീസ്. ഒരു കാര്യം ഞാൻ പറയാം, ഇത്തരം പല സംഭവങ്ങളും നമുക്ക് കേരളത്തിൽ തന്നെ കാണിക്കാനുണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇന്ന് കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഇത് ഏതോ സ്കൂൾ മാനേജ്മെന്റിന്റെ ഏതെങ്കിലും അധ്യാപകന്റെയോ നിലപാട് എന്ന് പറയുന്നത്. ഒറ്റ സെക്കൻഡ്. പോലീസ് ശരി, കോളേജ് മാനേജ്മെന്റിന്റെ നിർദ്ദേശം എന്ന് കരുതി മാറ്റി നിർത്തിയാലും പോലീസ് ആ നിലപാടെടുത്തിട്ടില്ലേ? കറുത്ത കുട, കറുത്ത മാസ്ക്, കറുത്ത വസ്ത്രങ്ങൾ ഇത് ധരിച്ചു വന്നവരെ പോലീസ് കടത്തിവിടാത്ത സാഹചര്യങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്നുണ്ടായിട്ടില്ലേ? ഞാൻ നിങ്ങളോട് കാര്യം പറയാം. സർക്കാരിനെ സംബന്ധിച്ചോ CPM-നെ സംബന്ധിച്ചോ ആരെങ്കിലും കറുത്ത മാസ്കോ കറുത്ത വസ്ത്രമോ ധരിച്ച് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നില്ല. മന്ത്രി തന്നെ ഇന്ന് പങ്കെടുത്തത് കറുത്ത ഷർട്ട് ധരിച്ചിട്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ സുരക്ഷയെ സംബന്ധിച്ച്, സുരക്ഷാ മാനദണ്ഡങ്ങളെ സംബന്ധിച്ചും അതിനെ നിശ്ചയിക്കുന്നത് പരിപൂർണമായിട്ടും പോലീസാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. കറുത്ത വസ്ത്രങ്ങളും കരിങ്കൊടിയും VVIP പരിപാടികളെന്നും പോലീസ് നിരോധിക്കുന്നത് ബ്ലൂ ബുക്കിലെ നിർദ്ദേശമാണ്. അതാണ് പ്രധാനമായിട്ടുള്ള ആധാരം. അത് സർക്കാർ പറഞ്ഞത് കൊണ്ടോ പോലീസ് അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞത് കൊണ്ടല്ല. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ കറുത്ത തുണികളും മറ്റുള്ള വിലക്കിന്റെ അതേ കാരണമാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ കാര്യത്തിലും. ഒറ്റ സെക്കൻഡ് ഒന്നിടപെട്ടോട്ടെ. മീഞ്ചന്ത ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി ന്യൂസ് 8-നോട് നേരത്തെ സംസാരിച്ചിരുന്നു. ഒരു ചെറിയ ബൈറ്റ്. ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല കോളേജിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ എല്ലാ കുട്ടികളും അവരുടെ ID കാർഡ് ധരിക്കണം. അതേപോലെ തന്നെ അവര് കറക്റ്റ് 9:15 ആവുമ്പോഴേക്കും കോളേജിൽ എത്തണം, ഓഡിറ്റോറിയം ഓക്യുപ്പൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻ, അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, കൈൻഡ്ലി റിക്വസ്റ്റ് ദ സ്റ്റുഡൻസ് ടു അവോയ്ഡ് ബ്ലാക്ക് ഡ്രസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് റിക്വസ്റ്റ് ചെയ്തു. സർക്കുലറിലില്ല, ഇങ്ങനെ നമ്മളോട് ഡയറക്റ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ കുട്ടികളോട് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഷാജർ, പോലീസിന്റെ നിർദ്ദേശം ദയവായി അതൊരു ഒഫീഷ്യൽ
നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾ ഒഴിവാക്കുക, ആ കറുത്ത വസ്ത്രങ്ങൾ ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് കറുത്ത വസ്ത്രം ധരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് വേദിയിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലീസിന് ഈ രീതിയിലുള്ള ഒരു നിർദ്ദേശം പോയിരിക്കുന്നു. പോലീസ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ പോലീസ് വകുപ്പ് ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് കഴിവില്ല എന്ന് CPM-ന്റെ പാനലിസ്റ്റ് ഇവിടെ നിന്ന് പരോക്ഷമായി പറഞ്ഞു വെക്കുകയാണ്. അല്ല, ഞാൻ പറയുന്നത് പൂർണ്ണമായി കേൾക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, CPIM-ന് അത്തരമൊരു നിർദ്ദേശം കൊടുത്താൽ, അല്ലെങ്കിൽ ഏത് ഭരിക്കുന്ന മുന്നണിയോ രാഷ്ട്രീയ പാർട്ടിയോ VVIP സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു മാനദണ്ഡത്തിനപ്പുറം നിർദ്ദേശം കൊടുക്കാൻ സാധിക്കില്ല എന്ന ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. നമുക്ക് പറയാം, പക്ഷേ അതിന് സുരക്ഷാ ചുമതല നൽകുന്ന ഓരോ ഉദ്യോഗസ്ഥരുണ്ട്. ഒരു ജില്ലയിലാണെങ്കിൽ പോലീസ് സുരക്ഷയിൽ ജില്ലാ പോലീസ് മേധാവിയായിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തുകൊണ്ടാണ്, അത് നിങ്ങൾ കേൾക്കണം, എന്തുകൊണ്ടാണ് കറുത്ത വസ്ത്രം ധരിക്കരുത് എന്ന് ബ്ലൂ ബുക്കിനകത്ത് നിർദ്ദേശം കൊടുക്കാനുള്ള കാരണമെന്തെന്ന് ചോദിച്ചാൽ, ഒരു കറുത്ത കൊടി പിടിച്ച് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ VVIP-കൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഒരു വിഭാഗം കറുത്ത കൊടി പിടിച്ചിട്ട് ഒരു തൂവാല പൊക്കി സ്റ്റേജിൻ്റെ മുന്നിൽ നിന്നും ഒരു പ്രതിഷേധ സമരം കാണിക്കുന്നത് കരുതുക. മറുവശത്ത് ഈ പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിയോ മന്ത്രിയോ സ്നേഹിക്കുന്നവർ ആ ചടങ്ങിലുണ്ടാവും. അവിടെ ഒരു ഏറ്റുമുട്ടലുണ്ടാവും. ആ ഏറ്റുമുട്ടലുള്ള സമയത്ത് സ്വാഭാവികമായും ശ്രദ്ധ തിരിയും, സുരക്ഷാ ശ്രദ്ധ ഇതിലേക്ക് തിരിയുമ്പോൾ വേദിയിലിരിക്കുന്ന പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ മുഖ്യമന്ത്രിയോ ആര് തന്നെ ആയിക്കോട്ടെ അവരിലേക്ക് നേരിട്ട് വേഗത്തിൽ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് ഒഴിവാക്കാനാണ് VVIP സുരക്ഷയിൽ സ്വാഭാവികമായും ഇത്തരമൊരു നിർദ്ദേശം ബ്ലൂ ബുക്കിനകത്തുള്ളത്. അതുകൊണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥർ ചില പ്രതിഷേധത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും എല്ലാം സാഹചര്യത്തിൽ ആ നിർദ്ദേശം അതേ പ്രകാരം അനുസരിച്ച് പോകുന്ന ചിലർ അത്തരം നിർദ്ദേശം നൽകുന്നുണ്ടാകാം. അത് തെറ്റൊന്നും പറയാൻ സാധിക്കില്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അതാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ സംബന്ധിച്ച് ഞങ്ങൾക്കാർക്കും ഒരു ഭയവും CPM-നെ സംബന്ധിച്ച് ഇതൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭീരുവാണ് എന്നതിന്റെ തെളിവാണെന്ന് പറയുന്നു പ്രതിപക്ഷം പറയുന്നു. മുഖ്യമന്ത്രിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇത്ര സുരക്ഷ, ഇത്ര അകമ്പടി, കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ, കറുപ്പിന് വിലക്ക്. മുഖ്യമന്ത്രി നാട്ടുകാരെ പേടിച്ച് ഇത്രയും സുരക്ഷയുമായി നടക്കുന്നതിനേക്കാൾ നല്ലത് പുറത്തിറങ്ങാതിരിക്കുന്നതല്ലേ എന്ന് പ്രതിപക്ഷം പരിഹസിക്കുന്നത് കേൾക്കുന്നില്ലേ? ഈ സുരക്ഷ ഒരു സർക്കാരിനും ഒരു മുഖ്യമന്ത്രിക്കും ഒരു ഭരണകൂടത്തിനുമെല്ലാം എന്ത് പ്രതിച്ഛായയാണ് ഉണ്ടാക്കുന്നത്? പ്രതിച്ഛായ മോശമാക്കുന്നതാണെങ്കിൽ, അത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ അത് തിരുത്തേണ്ടത് ആരായിരിക്കും? അതവർ പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ടല്ലേ അവർക്ക് അങ്ങനെ തോന്നുന്നത്. മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ മലപ്പുറം പാണ്ടിക്കാട് ക്യാമ്പിൽ നിന്നും 60 IRB സ്കോർപിയോൺ കമാൻഡുകളെയാണ് നിയോഗിച്ചത്. കൂടാതെ തോക്കേന്തിയ 15 കമാൻഡറുടെ സുരക്ഷ ഒരുക്കിയിട്ടായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. അബ്ദുൾ റബ്ബ് പ്രസംഗിക്കുന്ന വേദിയിൽ അബ്ദുൾ റബ്ബിന്റെ മുഖം കാണില്ല. കാസറ്റ് വെച്ചതുപോലെ CD വെച്ചതുപോലെ ശബ്ദം മാത്രമേ കേൾക്കൂ. അദ്ദേഹത്തിന് ചുറ്റും തോക്കേന്തിയ കമാൻഡോകൾ ഉണ്ടായിരുന്നു. ഇതേ ഈ കേരളത്തിൽ അന്ന് ജമ്മു കാശ്മീരിലല്ല അബ്ദുൾ റബ്ബ് ഉമ്മൻചാണ്ടി പ്രസംഗിച്ചത്. അതത് കാലത്തെ സമരങ്ങളുടെയും പ്രതിഷേധത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഇത്തരം സുരക്ഷ മുഖ്യമന്ത്രിക്ക് നൽകുമ്പോൾ ആ സുരക്ഷ അന്നും നൽകിയിരുന്നു എന്ന ബോധ്യമേ നിങ്ങൾക്ക് ഉണ്ടാകണ്ടു. അതിനകത്ത് ഇന്ന് ഇത്തരം ചില വ്യാജമായ പെരിപ്പിച്ച് കാണിച്ചു. ഇതിനിടെ ഒരു മാധ്യമത്തിൽ വന്ന ഒരു ചിത്രം ഞാൻ കണ്ടു. 1ാമത്തെ പേജിൽ, മാധ്യമത്തിന്റെ പേര് പറയുന്നത് ശരിയല്ലല്ലോ, മറ്റൊരു മാധ്യമത്തിൽ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് മോശമല്ലേ, അതുകൊണ്ട് പറയുന്നില്ല. ഇതാ 20 അടി ദൂരം മുഖ്യമന്ത്രിയുമായി സ്റ്റേജുമായി കസേര. 20 അടി എന്ന് പറഞ്ഞാൽ 610 സെന്റിമീറ്ററാണ്. അതിനർത്ഥം 6 മീറ്റർ. ഞാൻ ഈ ക്യാമറക്ക് ദൂരമുള്ളത് 2 മീറ്റർ ദൂരത്തിലാണ്. 6 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ദൂരമാണ്? 6 മീറ്റർ മുന്നേ ഒരു വേദിയിൽ കസേര ഇട്ടാൽ പ്രത്യേക ആംഗിളിൽ ഫോട്ടോ എടുത്ത് 20 അടി എന്നൊക്കെ പെരിപ്പിച്ച് കാണിക്കുമ്പോൾ 6 മീറ്റർ എന്നെല്ലാവരും ചിന്തിക്കില്ല. പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നതിന്റെ 40 മീറ്റർ ദൂരം മാത്രമേ VVIP-കൾ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെയും 10-20 മീറ്റർ പിറകിൽ മാത്രമേ ജനങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. 70-75 മീറ്റർ ഉണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഭീരു ആയതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ സുരക്ഷ എന്ന് ഏതെങ്കിലും രാജ്യത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമോ? കേരളത്തിൽ, നിങ്ങൾ പറഞ്ഞ ഇതേ കേരളത്തിൽ, തീവ്രവാദ അക്രമം ഒന്നുമില്ലാത്ത നമ്മുടെ കേരളത്തിൽ, സുരക്ഷയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഈ കേരളത്തിൽ പ്രധാനമന്ത്രി വന്നാൽ ഈ മാനദണ്ഡം പാലിക്കാതെ പോകാൻ സാധിക്കുമോ? 877 പോലീസ് ഉദ്യോഗസ്ഥർ, 8 DYSP, 27 ഇൻസ്പെക്ടർമാർ, അതിൽ 6 DYSPയും ജില്ലക്ക് വയനാട് നിന്ന് പുറത്തു നിന്ന അവസാനം 1000 ആളോട് പ്രസംഗിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി വന്നപ്പോൾ നിയോഗിച്ച സുരക്ഷയാ.
ആരെങ്കിലും ഇതിനെ സംബന്ധിച്ച് കേവലം ഒരു MP മാത്രമായ അദ്ദേഹത്തിന് സുരക്ഷയുടെ ആവശ്യമുണ്ടോ? അദ്ദേഹത്തിന് വരാതിരുന്നാ പോരെ? യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ AK ഷാനിബ്, മന്ത്രിമാരെ പ്രതിഷേധിച്ചവരെ വെടിവെച്ച് വീഴ്ത്തിയ സർക്കാരുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കരിങ്കൊടി പേടിച്ച് വിമാനത്തിൽ യാത്ര ചെയ്ത മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. തോക്കേന്തിയ കമാൻഡോകൾക്ക് ചുറ്റും നടുവിലിരുന്ന് സംസാരിച്ച മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം CPM പറയുന്നുണ്ട്. ആ അസഹിഷ്ണുതയൊന്നും ഈ കാലത്തുണ്ടാകുന്നില്ലല്ലോ എന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് മുതൽ തന്നെ ബഹുമാനായ DYFIയുടെ പ്രതിനിധി അദ്ദേഹം പറയുന്നത് അതിനെ നിഷേധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ കറുത്തതിന് ഒരു വിലക്കുമില്ല എന്ന് പറഞ്ഞ് അവസാനം അങ്ങനെ ഒരു വിലക്കുണ്ടെന്നും ആ വിലക്കിന്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ചൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ സുരക്ഷാ ക്രമീകരണം പിന്നീട് പറഞ്ഞു. തുടർന്ന് ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. പിണറായി വിജയൻ ഈ കേരളത്തിന്റെ ഈ നാടിന്റെ മുഖ്യമന്ത്രിയാണ്. ഈ പറയുന്ന എന്റെ അടക്കം മുഖ്യമന്ത്രിയാണല്ലോ പിണറായി വിജയൻ. അദ്ദേഹം ഈ ഒരു പ്രദേശത്തേക്ക് വരുമ്പോ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ തൃത്താലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി. അദ്ദേഹം തൃത്താലയിൽ വരുമ്പോ ഞാൻ എന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന എന്നെ രാവിലെ നേരത്തെ വന്ന് എന്റെ കിടക്കപ്പായിൽ നിന്ന പോലെ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. അപ്പൊ ഷാജനെ പോലെയുള്ള നേതാക്കൾ പറയുന്നത് കരിങ്കൊടി കാണിക്കുന്ന പോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്ന് മുതലാണ് ഈ കരിങ്കൊടി പ്രയോഗം, ഈ പ്രതിഷേധിക്കലും ഈ മുദ്രാവാക്യം വിളിക്കലും ഒക്കെ തീവ്രവാദ പ്രവർത്തനമായി എന്ന് മുതലാണ് ഇവർ കണക്കാക്കി തുടങ്ങുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി എന്തിന്റെ പേരിലാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്? ഇപ്പൊ ഈ രാത്രിയിലും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് ചർച്ച ചെയ്യേണ്ടത് എന്താണ്? എന്തിനു വേണ്ടിയാണ് ഈ സമരം നടക്കുന്നത്? ഇപ്പൊ ഷാജർ ഖാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം, ഇങ്ങനെ ഒരു വിലക്ക് ഇവിടെ ഇല്ല, ഇത് പോലീസാണ് ഇതെല്ലാം ചെയ്യുന്നത്, മുഖ്യമന്ത്രി അറിഞ്ഞിട്ടല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരു 2022 ജൂൺ 12 പത്രപ്രവർത്തക യൂണിയന്റെ ഒരു റിപ്പോർട്ട് അവരുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഏത് നിറത്തിലുള്ള മാസ്ക് ധരിക്കണമെന്നത് വ്യക്തിപരമായ കാര്യമാണെന്നും അതിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ലെന്നും KIIFB അന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടി തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരുടെ മാസ്ക് അഴിച്ചു മാറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് KIIFBയുടെ ഒരു പ്രതികരണം അന്ന് വന്നിരുന്നു. അപ്പൊ ഇത് പുതിയൊരു കാര്യമല്ല. മുഖ്യമന്ത്രി എവിടെ വരുമ്പോഴും അദ്ദേഹത്തിന് കരിങ്കൊടി മാസ്ക് കാണുന്നതും അല്ലെങ്കിൽ കറുത്ത തുണി കാണുന്നതും കുട കാണുന്നതും അതുപോലെ പർദ്ദയിട്ട സ്ത്രീകൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് മാറിപ്പോകാൻ പറയുന്നതും അടക്കമുള്ള നിരവധി കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഷാജർ ഖാൻ പറയുകയാണ് അത് പോലീസാണ്, അത് സുരക്ഷയുടെ ഭാഗമായി ചെയ്യുന്നു എന്നാണ്. എന്ത് സുരക്ഷയുടെ ഭാഗമായിട്ടാണ്? തീവ്രവാദ ഭീഷണിയുണ്ട് മുഖ്യമന്ത്രിക്ക് എന്ന് തന്നെ അത് അംഗീകരിച്ചാൽ തന്നെ തീവ്രവാദ ഭീഷണി ഉണ്ടെങ്കിൽ AK ഷാനിബ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയെ രാവിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യം എന്താണ്? ഞാൻ ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനത്തിൽ പങ്കെടുത്ത മുൻകാല ചരിത്രം എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ 4-5 KSUക്കാരെ ഇന്ന് കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്നു. അവർ ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളാണോ? അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പാലക്കാടും കണ്ണൂരും യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കുന്നു. ഇവർക്ക് തീവ്രവാദ പ്രവർത്തനം നടത്തിയ ആളുകളാണോ? കരിങ്കൊടി പ്രതിഷേധം കാണിക്കുക എന്നത് തീവ്രവാദ പ്രവർത്തനമാണോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് DYFIയും CPMഉം ഒക്കെ ഇതൊരു തീവ്രവാദ പ്രവർത്തനമാണ് എന്ന തരത്തിലൊക്കെ പറയുന്നത്? പിന്നെ ഇവിടെ പറഞ്ഞു, ഇവിടെ അപർണ തന്നെ പറഞ്ഞു, ഇതുപോലെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന, സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. എന്തായിരുന്നു, എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടി വന്നത്? ബഹുമാനനായ മുഖ്യമന്ത്രി ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന, ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന, ജനസമ്പർക്ക പരിപാടി ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ണൂരിൽ വെച്ച് കരിങ്കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ടായി. ആ സാഹചര്യം ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ ഏതെങ്കിലും തരത്തിൽ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയെങ്കിലും ഈ നാട്ടിലുണ്ടായത്. അങ്ങനെ ഏതെങ്കിലും മുൻകാല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ ആരും കരിങ്കല്ല് കയ്യിൽ കൊണ്ട് നടക്കുന്ന ആളുകളല്ല. ഞങ്ങൾ ആരും ആകാശ് തില്ലങ്കേരിമാരുടെ പിൻഗാമികളുമല്ല.
ഞങ്ങൾ ആരും അങ്ങനെ അക്രമ സമരങ്ങൾ നടത്തിയതിന്റെ പക്ഷേ ഈ പ്രതിഷേധം അക്രമ സംഭവങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിലാണ്. ഓടി വരുന്ന കാറിന് മുന്നിലേക്ക് ചാടി വീഴുന്നു, ചാവേറുകളെ പോലെ ചാടി വീഴുന്നു എന്നാണ് CMV ഗോവിന്ദൻ പറഞ്ഞത്. താങ്കൾ അടക്കമുള്ളവർ ചാവേറുകളാണെന്നുള്ള ആരോപണമാണല്ലോ അപ്പോൾ ഒരു അർത്ഥത്തിൽ നോക്കിയാൽ വ്യാഖ്യാനിക്കേണ്ടത്. അങ്ങനെ ചാവേറുകളെ പോലെ ചാടി വീഴുന്നു. അതിലെവിടെയാണ് ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധം? ജനകീയ മുന്നേറ്റങ്ങളെ കൊണ്ടുവരാൻ കഴിയുന്ന, ഇത് ഇത്രയും വലിയൊരു വിഷയമാണെങ്കിൽ ജനകീയ മുന്നേറ്റത്തെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രതിഷേധ മാർഗത്തിലേക്ക് എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് കടക്കാൻ കഴിയുന്നില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചോദിക്കുന്നു. CPM പറയുന്നത് ഇങ്ങനെ ചാടി വീഴുന്ന രീതിയിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് നയിക്കുമ്പോൾ, അത്തരം കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ എങ്ങനെ സുരക്ഷ കൂട്ടാതിരിക്കും എന്നാണ്. MV ഗോവിന്ദ മാഷിനെ പോലെയുള്ള ആളുകളൊക്കെ ഒരു സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ ഇങ്ങനെ ചാവേർ എന്നാണ് വിളിക്കുന്നതെങ്കിൽ, ഇപ്പൊ ഞാൻ അടക്കമുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കെടുത്തവരാണ്, നാളെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നവരാണ്. മുഖ്യമന്ത്രി ഇനി കരുതൽ തടങ്കലിലല്ല, ഇനി കാപ്പ ചുമത്തി അകത്തിട്ടാലും ഞങ്ങൾക്ക് ബോധ്യമുള്ളിടത്തോളം കാലം ഈ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ നാളെയും സമരത്തിൽ പങ്കെടുക്കും. സമരത്തിൽ പങ്കെടുക്കുന്നവർ ചാവേറുകളാണ് എന്ന് ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ അവിടെ സഖാവ് പുഷ്പനുണ്ട്. രക്തസാക്ഷിത്വത്തിന്റെ ചരിത്രം പേറുന്ന കൂത്തുപറമ്പിലെ രക്തസാക്ഷികളെ കുറിച്ച് ഊറ്റം കൊള്ളുന്ന ഗോവിന്ദ മാഷിനെ പോലെയുള്ള ആളുകൾ ചാവേറുകളാണ് എന്ന് വിളിക്കുമ്പോൾ സഖാവ് പുഷ്പന്റെ കാതുകളിലും ആ ചാവേർ വിളി ചെന്ന് കേൾക്കും എന്ന് അദ്ദേഹം ഓർക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഈ സമരങ്ങൾ നടക്കുമ്പോഴും വെടിവെച്ച് കൊന്ന ചരിത്രമൊക്കെ പറയുമ്പോൾ ആ ചരിത്രം എന്താണെന്നും ആ സമരം എന്താണെന്നും ആ സമരത്തിന്റെ സാഹചര്യം എന്താണെന്നും ആ സമരത്തിൽ പങ്കെടുത്തവരുടെ സാഹചര്യം എന്താണ്, ആ സമരം നേരിടേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് നമുക്ക് ചരിത്രം അറിയുന്നവർക്കറിയാം. ആ സമരം ആർക്കെതിരെയായിരുന്നു? ബഹുമാനായ MB രാഘവനെതിരെ നടന്ന കൂത്തുപറമ്പിലെ സമരം. ആ MB രാഘവനെ പിന്നീട് ഈ CPM ഏത് നിലയിലാണ് പിന്നീട് ഏറ്റെടുത്തത് എന്നതൊക്കെ ഈ നാട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോ സഖാവ് പുഷ്പനോടൊപ്പം ഞാൻ അടക്കമുള്ളവരും ചാവേറുകളാണെങ്കിൽ ആ ചാവേറുകളാണ് എന്ന വിളിയെ ഞങ്ങൾ ആ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത്. ഇവിടെ ഈ സമരം നടക്കുന്നത് എന്തിനാണ് എന്ന യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ഈ ചർച്ച വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയാണ് ഈ അറസ്റ്റൊക്കെ നടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങൾ ആരും മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലേക്ക് ചാടി കയറുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഞങ്ങൾ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുമ്പോൾ പോലീസുമായി പിടിവലി ഉണ്ടാകുന്നതിന് അതാണ് ഷാനിബ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശ്രീ NM പിയേഴ്സൺ ഈ ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞ വിഷയം അതാണ്. എന്തുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാകാൻ, ആ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർഗം ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല? പ്രഹസനമായി മാത്രം ഇങ്ങനെ കുറച്ചുപേര് കരിങ്കൊടി കാണിക്കുന്നു, കുറച്ചുപേരെ കരുതൽ തടങ്കലിൽ പോകുന്നു, കറുപ്പ് വിലക്കി എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള കുറച്ച് ബഹളം ഉണ്ടാകുന്നു. ഇത് വീണ്ടും ആവർത്തിക്കുന്നു. ഇതെല്ലാം 2 മാസം മുൻപ് നടന്നത്. ഇത്രയും പ്രതിഷേധം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു ജനകീയ മുന്നേറ്റം പോലെയുള്ള ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല? അല്ല, ശ്രീ പിയേഴ്സൺ പറഞ്ഞ ഈ സമരം പോരാ എന്ന അഭിപ്രായത്തോട് ഞാൻ അദ്ദേഹത്തോട് യോജിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമരം ഇങ്ങനെ പോയാൽ പോരാ എന്ന അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമല്ല. അത് ഈ നാട്ടിൽ വെള്ളക്കരം ഒടുക്കുന്ന, വൈദ്യുതി ബില്ല് അടക്കുന്ന, പെട്രോൾ അടിക്കുന്ന, ഡീസൽ അടിക്കുന്ന, അതുപോലെ ഇവിടുത്തെ പെൻഷൻ നിഷേധിക്കപ്പെട്ട, ഇവിടുത്തെ കാരുണ്യ ഫണ്ടിൽ നിന്ന് ഫണ്ട് ലഭിക്കേണ്ട, ചികിത്സാ സഹായം ലഭിക്കേണ്ട, അതുപോലെ പ്രേരകമാർ ഉൾപ്പെടെയുള്ള ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന പാവപ്പെട്ട എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ടാകും ഈ സമരം ഇതുപോലെ പോയാൽ പോരാ എന്ന്. ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. ഈ സമരം ഇതുപോലെ പോയാൽ പോരാ എന്ന അഭിപ്രായം പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ആ അഭിപ്രായം കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയും, UDF തിരിച്ചറിയും. വരും ദിവസങ്ങളിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ ആരംഭിക്കുമെന്ന BJP നേതാവ് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ. ഷാനിബ് ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, പ്രധാനമന്ത്രിക്ക് വലിയ സുരക്ഷ നൽകേണ്ടത് രാജ്യത്തിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. മുഖ്യമന്ത്രിക്ക് അതുപോലെയുള്ള സുരക്ഷ കൊടുക്കണം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് പോലീസ് റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിൽ, ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്തവും ധാർമ്മിക ബാധ്യതയും ഒക്കെ സംസ്ഥാനത്തിനുണ്ടല്ലോ. അങ്ങനെ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയിലെല്ലാം ഓടുന്ന കാറിലേക്ക് ചാടി വീണ് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്ന ഒരു കൂട്ടം രാഷ്ട്രീയ പ്രവർത്തകർ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഈ സുരക്ഷ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് CPM ചോദിക്കുന്നു. ശരിയല്ലേ? അല്ല, ഞാൻ അതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ഇവിടെ ഇടതുപക്ഷ നിരീക്ഷകൻ ഒരു അനാവശ്യമായ പരാമർശം നടത്തിയിട്ടുണ്ട്. BBC-യുടെ ഡോക്യുമെന്ററി, അതിന്റെ പേരിൽ റെയ്ഡ് നടത്തി. ഇവരൊക്കെ എവിടുന്നാ വരുന്നത്?
ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ സുപ്രീം കോടതി 20 കൊല്ലം കേസ് നടത്തിയിട്ട് ഒരു വിഷയത്തിൽ വിധി പറയുകയാണ്. ഒരാൾക്ക് അതിലൊരു പങ്കുമില്ല. അത് കഴിഞ്ഞ് പിറ്റേത്തെ മാസം ഇന്ത്യ രാജ്യം ഉൾപ്പെടെയുള്ള ലോകത്ത് മുഴുവൻ ഈ മനുഷ്യനാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയാ BBC പോലുള്ള ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചാൽ അത് ഇന്ത്യ രാജ്യത്തിലെ സർക്കാർ നോക്കി നിൽക്കണം. അതിനെയാണ് നിരോധിച്ചത്. അതിന്റെ പേരിലാണോ റെയ്ഡ്? എന്നാ പിന്നെ മോഹൻലാൽ എന്തിനാ റെയ്ഡ്? മോഹൻലാലിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും ഒക്കെ റെയ്ഡാ 225 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് പിടിച്ചിരിക്കുന്നത്. ഈ രാജ്യത്ത് കള്ളപ്പണക്കാർക്കെതിരെ വ്യാപകമായ റെയ്ഡ് നടക്കുന്നുണ്ട്. നിങ്ങളെ ഇടതുപക്ഷ നിരീക്ഷകരൊക്കെ ആയിരിക്കും, പക്ഷെ തലച്ചോറ് BBCന്റെ ഓഫീസിലാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. കേന്ദ്ര സർക്കാരിന്റെ ഒരു ഏജൻസിയും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തീവ്രവാദ ഭീഷണിയുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്താൽ Z കാറ്റഗറി സെക്യൂരിറ്റി കേന്ദ്രം കൊടുക്കും. ടെറർ ത്രെറ്റ് ഉണ്ടെങ്കിൽ ഏത് ആൾക്കും, ഇന്ത്യയിൽ ആർക്കും ടെറർ ത്രെറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് Z കാറ്റഗറി സെക്യൂരിറ്റി വിത്ത് CRPF കമാൻഡോ അത് കേന്ദ്രം കൊടുക്കും. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് ഛത്തീസ്ഗഡിലെ ബാഗേലിൽ ടെറർ ത്രെറ്റ് ഉണ്ട്. ഇന്ത്യയിൽ ടെറർ ത്രെറ്റ് ഉള്ള ഒരു മുഖ്യമന്ത്രി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ്. നേരത്തെയും അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം കോഴിക്കോട് BJPയുടെ ദേശീയ സമ്മേളനത്തിന് വന്നിരുന്നു. അന്നത്തെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രമൺ സിംഗ്. അദ്ദേഹത്തിന് ചുറ്റും 16 ആളുകളാണ് അദ്ദേഹത്തിന് ചുറ്റും. തോക്ക് ഏന്തിയ AK-47 ഏന്തിയ കമാൻഡോസ്. ആ മനുഷ്യനുള്ള അത്ര സെക്യൂരിറ്റി അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് ഉണ്ടായിരുന്നില്ല. 6-8 പേരെ അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്നുള്ളൂ. ഛത്തീസ്ഗഡ് ഒരു മാവോയിസ്റ്റ് ബാധിത സംസ്ഥാനമാണ്. അപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി മാറി കോൺഗ്രസ് ആയപ്പോഴും അവിടെ ഇപ്പോഴും Z കാറ്റഗറി ഉണ്ട്, CRPF കമാൻഡോസ് ഉണ്ട്. ഇന്ത്യയിൽ ആർക്ക് ടെറർ ത്രെറ്റ് ഉണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ Z കാറ്റഗറിയും CRPF കമാൻഡോയും കൊടുക്കും. കേരള മുഖ്യമന്ത്രിക്ക് ഒരു ടെറർ ത്രെറ്റും ഇല്ല. അങ്ങനെ ഒരു കേന്ദ്ര ഏജൻസി റിപ്പോർട്ട് ചെയ്താൽ പിറ്റേ ദിവസം Z കാറ്റഗറി ഇഷ്യൂ ചെയ്യും. അതുകൊണ്ട് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ മുഖ്യമന്ത്രി ഈ കാണിക്കുന്നതൊക്കെ അതൊക്കെ പിന്നെ അങ്ങനെയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഉത്തര കൊറിയയിൽ ഇപ്പൊ ഒരു പുതിയ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. എന്താ പറയുക, ജീവ എന്ന പേര് ആ നാട്ടിൽ ആർക്കും പെൺകുട്ടിയെ കിട്ടരുത്. കാരണം അത് അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ മകളുടെ പേരാണ്. അതുകൊണ്ട് അത് ഇട്ടവരൊക്കെ അത് പിൻവലിക്കണം, ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് പിൻവലിക്കണം എന്നാ പറയുന്നത്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് സ്വഭാവമാണ്, ഏകാധിപത്യമാണ്. വെറുതെയാണ് ലോകം മുഴുവൻ എടുത്ത് ഇവരെ കുപ്പത്തൊട്ടിയിലേക്ക് എറിഞ്ഞത്. ലോകം മുഴുവൻ കമ്മ്യൂണിസം കുപ്പത്തൊട്ടിയിലേക്കായത് ഇതുകൊണ്ടല്ലേ. ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലോ 2 സംസ്ഥാനങ്ങളിൽ. എന്തായി? ബംഗാളിൽ വട്ടപൂജ്യമായില്ലേ? ത്രിപുരയിൽ പൂജ്യത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പൊ കോൺഗ്രസ്സുകാരെ കൂടെ കൂടിയിരിക്കുകയാണ്. ഈ കുറ്റം പറയുന്ന കോൺഗ്രസ്സുകാരെ കൂടെ കൂടിയിരിക്കുകയാണ്. എന്തിനാറിയാ കൂടിയിരിക്കുന്നത്? കെട്ടിവെച്ച കാശ് കിട്ടാനാണ്. അപ്പൊ അതുകൊണ്ട് ലോകം മുഴുവൻ കമ്മ്യൂണിസം തകർന്നത് ഇതുകൊണ്ടാണ്, ഈ ഏകാധിപത്യ പ്രവണത കൊണ്ടാണ്. സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു സോവിയറ്റ് യൂണിയനിൽ. അപ്പൊ കമ്മ്യൂണിസം ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള പ്രത്യയശാസ്ത്രമാണ്. അവരിങ്ങനെയൊക്കെ ചെയ്യും. അത് ഇപ്പൊ ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെ ഇല്ല. അതുകൊണ്ട് ഈ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ അധികാരത്തിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ്. അപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ 42 വാഹനമൊക്കെ എന്തിനാണ്? ഇത്രയും പോലീസുകാർ എന്തിനാണ്? ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ഇദ്ദേഹത്തിനെതിരെ ആരെങ്കിലും ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടോ? ഒരു കല്ല് പോലും എടുത്ത് എറിഞ്ഞിട്ടില്ല. പിന്നെ കരിങ്കൊടി കാണിക്കും. അത് ഇന്ത്യയിൽ ആർക്കാ കരിങ്കൊടി കാണിക്കാത്തത്? ഇന്ത്യയിൽ എല്ലാ ഭരണാധികാരികൾക്കെതിരെയും കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ വിലക്കയറ്റമില്ലാത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കണം. ഈ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പെട്രോൾ ഡീസൽ വിൽക്കുന്നത് കേരളത്തിൽ അറിയോ? നിങ്ങളുടെ KSRTC കർണാടകത്തിന് പെട്രോളും ഡീസലും അടിച്ചോളാനാണ് ഉത്തരവ്. മാഹിയിൽ ക്യൂ നിന്ന് അടിക്കുകയാണ് സർക്കാർ വാഹനങ്ങൾ. ഗവൺമെന്റ് വണ്ടി കേരളത്തിൽ പെട്രോളും ഡീസലും അടിക്കുന്നില്ല, അവരപ്പുറത്ത് പോയിട്ട് അടിക്കുകയാണ്. സാധാരണക്കാരന് നിവൃത്തിയില്ലല്ലോ, ഇവിടുന്ന് എടുത്തിട്ട് മാഹി പോകാൻ പറ്റുമോ? അപ്പൊ അവർ ഇവിടുന്ന് അടിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോൾ ഡീസൽ വരെയുള്ള സംസ്ഥാനം. എല്ലാ നികുതിയും കൂട്ടി പിന്നെ നിങ്ങളെ കരിങ്കൊടി കാണിക്കണ്ടേ? അപ്പോൾ ഈ ഞാൻ ചോദിക്കട്ടെ, കർണാടകത്തിൽ മിനിയാന്ന് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ, ₹1 നികുതി ഒന്നിനും വർദ്ധിച്ചിട്ടില്ല. ₹1 നികുതി മിച്ച ബഡ്ജറ്റാണ്. എന്തുകൊണ്ടാണ്? കർണാടകത്തിൽ വ്യവസായവൽക്കരണമുണ്ട്, കാർഷിക മേഖല ശക്തമാണ്, വരുമാനമുണ്ട്. അവിടെ ആര് ഭരിച്ചാലും ഏത് പാർട്ടി ഭരിച്ചാലും. കേരളത്തിലെ വ്യാവസായിക മേഖല തകർന്നു. ഇല്ലാത്ത കണക്ക് 12 കൊല്ലം മുന്നേ ആരംഭിച്ച പെട്ടിക്കടയാണ് ഇപ്പൊ ഇന്നലെ കൊടുത്ത ലിസ്റ്റിലുള്ളത്, 1.25 ലക്ഷത്തിന്റെ ലിസ്റ്റിലുള്ളത്. 12 കൊല്ലം മുൻപ് നടത്തുന്ന പെട്ടിക്കട. അല്ലെ പെട്ടിക്കടയാണോ, തട്ടുകടയാണോ? വ്യവസായവൽക്കരണം, സ്ഥാപനവൽക്കരണം, ഇതൊക്കെ ഇത്തരത്തിലുള്ള
ഓരോ തട്ടിപ്പ് പറഞ്ഞ് ആളുകളെ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഈ കറുപ്പ് ധരിക്കുന്നതും ധരിക്കാതെ വരണം, അല്ലെങ്കിൽ കറുപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു സംഘർഷ സാധ്യതയിലേക്ക് നയിച്ചേക്കാം. ആ സംഘർഷ സാധ്യത ഒഴിവാക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് എന്നുകൂടി നേരത്തെ ശ്രീ എം ഷാജർ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു മുൻകരുതൽ നിർദ്ദേശമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിലൊരു സാങ്കത്യമില്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഡിവൈഎഫ്ഐക്കാരും മാർക്സിസ്റ്റുകാരും കരിങ്കൊടി പരിപാടി ഞങ്ങൾ ഇനി ആരോടെതിരെ നടത്തൂല എന്ന് പറയണം. കോഴിക്കോട് വി മുരളീധരൻ കേന്ദ്രമന്ത്രി വന്നപ്പോൾ ഇവർ കരിങ്കൊടി കാണിച്ചില്ല ടൗൺ ഹാളിൽ. അന്ന് മുരളീധരൻ എന്താ പറഞ്ഞത്? പോലീസുകാരോട് പറഞ്ഞു അവരെ ഒന്നും ചെയ്യണ്ട, അവരെ വിട്ടേക്ക്, അതൊക്കെ സാധാരണയാണ്, അതൊക്കെ ജനാധിപത്യത്തിൽ ഉണ്ടാവും, ഞാനും ഇതൊക്കെ പണ്ട് സ്കൂൾ വിദ്യാർത്ഥി നേതാവായിരിക്കും ഞാനും കാണിച്ചിട്ടുണ്ട്, വിട്ടേക്ക്. ഇതൊക്കെ ഇവര് ചെയ്തതല്ലേ, ഇവര് നാളെ ചെയ്യൂലേ? ഇത് അങ്ങനെയാണെങ്കിൽ ഇവർ പറയട്ടെ, ഞങ്ങൾ ഇനി നാളെ മുതൽ കരിങ്കൊടി കാണിക്കൂല ആരെയും. ഇന്ത്യയിൽ എവിടെയും ആർക്കും കരിങ്കൊടി, ഇന്ത്യയിൽ എവിടെയും കാണിക്കാൻ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എന്നാലും ഇനി കേരളത്തിൽ ഒരു കേന്ദ്ര സർക്കാരിനോ മന്ത്രിക്കെതിരെയോ കേന്ദ്ര സർക്കാരിനെതിരെയോ കരിങ്കൊടി കാണിക്കൂല എന്ന് ഇവർ പറയട്ടെ. അപ്പൊ ഇത് വേറൊരാൾ ചെയ്യരുത്, ഞങ്ങൾക്ക് ചെയ്യാന്ന് അങ്ങനെയാണോ? ഒന്നുകിൽ കരിങ്കൊടി അങ്ങ് നിർത്തുക, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കൂടി യോജിച്ചിട്ട് ഇനി ആർക്കെതിരെയും കരിങ്കൊടി വേണ്ടാന്ന് തീരുമാനിക്കുക. അതിന് തയ്യാറുണ്ടോ? അതൊക്കെ വെറുതെ. ഇത് ഞങ്ങൾ ഇങ്ങനെയാവും, നിങ്ങൾ അങ്ങനെ ആവണം എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്, അത് നടക്കാത്ത കാര്യം. ഓക്കെ, റൈറ്റ്. ശ്രീ എൻ എം പിയേഴ്സൺ, ഇതിനകത്ത് നേരത്തെ പറഞ്ഞു വരുമ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ കറുത്ത ഷർട്ട് ഇട്ട് വേദിയിൽ വന്നിരിക്കുന്നു. കറുപ്പിനോട് അയിത്തമില്ല എന്ന് അദ്ദേഹം കാണിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ തെറ്റ് ഇവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ വേണ്ടാത്ത സുരക്ഷാ നിർദ്ദേശം നൽകുന്ന പോലീസിൻ്റേത് മാത്രമായി മാറ്റുകയാണോ? പോലീസ് മാത്രം പ്രതിയാകട്ടെ ഇങ്ങനെ ഒരു വിഷയത്തിനകത്ത് എന്നാണോ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം? അല്ല, ഞാൻ വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞതാണ്. സ്വേച്ഛാധിപത്യ സ്വഭാവം പുലർത്തുന്നത് അത് കമ്മ്യൂണിസ്റ്റുകാരായാലും BJP-കാരായാലും കോൺഗ്രസ്സുകാരായാലും മറ്റേതെങ്കിലും പാർട്ടിക്കാരായാലും അവരുടെ സ്വഭാവ സവിശേഷതയാണ് പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതിരിക്കുക എന്ന് പറയും. ഗുജറാത്ത് വെറുതെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ്മെന്റ് വന്നാൽ ഇല്ലാതാകുന്നതാണ്. എത്ര ആളുകളാണ് കൂട്ടക്കശാപ്പ് നടത്തിയത്? അത് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്, കൂട്ടക്കശാപ്പ് ഇല്ലാതാകില്ലല്ലോ. അപ്പോ എന്റെ BJP സുഹൃത്ത് പത്മനാഭൻ, അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഒറ്റയ്ക്കിരുന്ന് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രസംഗങ്ങൾ നടത്താം, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതാകില്ല. മോദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതായിട്ടുള്ള ഡോക്യുമെന്റ് അതൊരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റ് യാഥാർത്ഥ്യമാണ്. അതിൽ തലവെച്ചു കൊടുക്കലല്ല ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ജോലി, നിങ്ങളുടെ ജോലിയാണത്. സ്വന്തം തലച്ചോറ് കണ്ടവന്റെ കാൽക്കൽ അടിയറ വെച്ച ആളുകളിരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ എല്ലാത്തിനും വിമർശിക്കുന്ന ആളുകളാണ്, നിങ്ങളെയും വിമർശിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന സുരക്ഷയുടെ പേരിലുള്ള ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളെയും എതിർക്കും. അങ്ങനെ എതിർക്കാൻ കുറെ ആളുകളൊക്കെ രാജ്യത്തുണ്ടായതിന്റെ പേരിലാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാനായിട്ട് കഴിയുന്നത്. ഒത്തിരി ആളുകൾ രക്തസാക്ഷിയായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. അന്ന് BJP-കാരന് ഇല്ല അവിടെ. അവന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അന്നത്തെ ആ സമരം നയിച്ച മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നതിന് ആൾക്കാരായിരുന്നു അവരുടെ ജോലി. ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത് കുറച്ച് ആലോചിച്ചിട്ട് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രാജ്യത്തിന്റെ ചരിത്രം, അതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ രാഷ്ട്രീയ ധാർമ്മികത അതൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ അതൊന്നുമില്ലാത്ത ആളുകൾ ഉളുപ്പില്ലാതെ വർത്തമാനം പറയുന്നതിൽ ഒരു കഥയുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യത്തിനെ നിഷേധിക്കാനായിട്ട്, പ്രതിരോധിക്കാനായിട്ട്, പ്രതിഷേധിക്കാനായിട്ട് കഴിയാൻ? അതിനേക്കാൾ എത്രയോ വൃത്തികെട്ട രാഷ്ട്രീയ ധാർഷ്ട്യമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെയൊക്കെ എന്തുമാത്രം അട്ടിമറികളാണ് ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ ഓരോ സംസ്ഥാനത്തും BJP നടത്തിയത്. ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള ആളുകളെ കാശ് കൊടുത്ത് വാങ്ങിച്ച് സ്വന്തം പോക്കറ്റിലാക്കി മന്ത്രിസഭ ഉണ്ടാക്കുന്ന വൃത്തികെട്ട ജനാധിപത്യമായിട്ടുള്ള പ്രവൃത്തി നടത്തുന്നതായിട്ട് BJP-ക്ക് എന്ത് കാര്യം ഇതിലേക്ക് ഇടപെടാൻ? എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്? അവർക്ക് പറയാവുന്ന ഒരു കാര്യം, സുരക്ഷ വീണ്ടും കൂട്ടട്ടെ, ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലാവട്ടെ, മോദി നടക്കുന്നതായ പിണറായി നടക്കട്ടെ എന്ന് മാത്രം പറയാനുള്ള അവകാശം അവർക്കുള്ളൂ. അല്ലാതെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരർഹതയും നിങ്ങളെപ്പോലുള്ള ആളുകൾക്കില്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. പോലീസ് പറയുന്നതല്ല ശരി. പോലീസ് പറയുന്നത് കേൾക്കലല്ല ഒരു ജനാധിപത്യ സർക്കാരിന്റെ ചുമതല. പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയായിട്ടുള്ള CPM-ന്റെ ചുമതല എന്ന് പറയുന്നത് പോലീസ് ബ്ലൂ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കലല്ല. അത് കേൾക്കാനായിട്ടുള്ള യന്ത്രം മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾ എന്തിനാണ് ഒരു ജനാധിപത്യ പാർട്ടിയുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ജനകീയമായിട്ടുള്ള സ്വഭാവ സവിശേഷതയുള്ള ഒരു ഭരണകൂടം എന്ന് ജനങ്ങളുടെ മുന്നിൽ പറയാൻ നടക്കുന്നത്? അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കണം. ഒരു മുഖ്യമന്ത്രി വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ വഴി നടക്കാനായിട്ട് മനുഷ്യർക്ക് സ്വാതന്ത്ര്യമില്ലാത്തത്
എന്ത് വൃത്തികെട്ട രാഷ്ട്രീയ അവസ്ഥയാണ്. അതിനെ ന്യായീകരിക്കാനായിട്ട് ഷാജിറിനെ പോലെ ആളുകൾക്ക് യാതൊരു നാണവുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സംസാരിക്കാൻ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ രാജ്യത്ത് ഒരിക്കലും ജനാധിപത്യത്തിന് വേണ്ടി നിങ്ങൾക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല. ജനാധിപത്യം നിങ്ങൾ പറയുന്നതല്ല. ജനാധിപത്യത്തിന്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കാതെ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ജനാധിപത്യ വിരുദ്ധരായിത്തീരുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടതാണ്. ഇത് പോലീസ് ചെയ്യുന്നതാണ് എങ്കിൽ ആ പോലീസിനെ നിലക്ക് നിർത്തുക എന്നുള്ളതാണ് CPMന്റെ ചുമതല. കാരണം ഈ CPMന്റെ ഗവൺമെന്റ് ആണ്. CPMന്റെ നയപരിപാടികൾക്ക് അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ കരിങ്കുടി കാണിച്ചിട്ടുണ്ട്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന KIIFB ഞങ്ങൾ കരിങ്കുടി കാണിക്കുകയും പോലീസിന്റെ അടി വാങ്ങുകയും ചെയ്തിട്ടുള്ളതാണ്. കരിങ്കുടി കാണിക്കാൻ നടക്കുന്നവർക്ക് അടി കിട്ടും. കരിങ്കുടി കാണിക്കണം, അടികൊണ്ട് തന്നെ കാണിക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ ഞാൻ. കാരണം ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങളുടെ പ്രതിഷേധം അത് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കേണ്ടതാണ്. അത് അവതരിപ്പിക്കാനായിട്ടുള്ള അവകാശമാണ് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് വേണ്ടത്. ഓക്കെ, ശ്രീ M. ഷാജർ, എല്ലാത്തിനുമുള്ള മറുപടി. അതിനൊപ്പം ഞാൻ ചോദിക്കട്ടെ, കരിങ്കുടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഈ കറുത്ത കുട, കറുത്ത മാസ്ക് ഇതൊക്കെ മുൻപ് വിഷയമായ സമയത്ത് ഇത് കോടതിയിലെത്തിയപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാവ് VK സനോജ് പറഞ്ഞതാണ് കരിങ്കുടിക്ക് ഡിവൈഎഫ്ഐ എതിരല്ല എന്ന്. ഈ കരിങ്കുടി ഞങ്ങളും പ്രതിഷേധിച്ചതാണ് എന്ന് ശ്രീ NM പിയേഴ്സൺ പറയുമ്പോൾ അതിനകത്ത് ഒരൊറ്റ പ്രതിഷേധമല്ല, അതൊരു പാർട്ടിയുടെ ആ വഴിയിൽ നേരത്തെ മുൻപ് നടന്നവരുടെ എല്ലാം സമര ചരിത്രങ്ങൾ അതിനകത്തുണ്ട്. ഈ സമര ചരിത്രങ്ങളെ മുഴുവൻ റദ്ദാക്കി കൊണ്ട് ഞങ്ങൾ ഒരു പ്രതിപക്ഷ ബഹുമാനവും ഒരു പ്രതിഷേധത്തിനും നൽകുകയില്ല. മരുന്ന് വാങ്ങാൻ പോകുന്ന ഒരു കുട്ടിയുടെ അച്ഛനെ ഞങ്ങൾ വഴിയിൽ തടയുന്ന പോലീസിനെയാണ് വിടുന്നത്, അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നിടത്ത് ഒരു ഭരണകൂടത്തിനും ആ ഭരണകൂടത്തെ ഉടമസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ ആ ഭരണകൂടം ആ സർക്കാരിനെ ഭരിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിക്കും ഒക്കെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ ഒരു നാണക്കേട് ഉണ്ടാവുന്നില്ലേ? അല്ല, കേരളത്തിൽ ഒരു സമരത്തെയും വിലക്കിയിട്ടില്ലല്ലോ. ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു സമരത്തെയും അംഗീകരിക്കാത്ത പ്രദേശമല്ല കേരളം. പിന്നെ എന്തിനാണ് കരുതൽ തടങ്കലിൽ ഇന്ന് പോലും 2 KSU പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത്? എന്തിനാണ് കരുതൽ തടങ്കലിൽ എടുക്കുന്നത്? ഷാനിബ് അവിടെ ഇരിക്കുന്നത് ഷാനിബ് നേരിട്ട് പറയുന്ന വിഷയമാണല്ലോ. ഇന്നലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ വിഷയം കരുതൽ തടങ്കലിൽ എടുക്കുന്നു. ഇത് പേടിക്കുന്നത് ജനത്തെ എന്നാണോ അതോ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രം കെട്ടിവെക്കുകയാണോ ഈ നിർദ്ദേശങ്ങളെല്ലാം? ഇനി അപർണക്ക് എന്തെങ്കിലും ചോദിച്ചു ഒരുമിച്ച് പറയാം. ഇല്ല, ഷാജിർ പറഞ്ഞോളൂ. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അല്ല, ഞാൻ പറയുന്നത് കരുതൽ തടങ്കൽ എന്തുകൊണ്ട് എടുത്തു എന്ന്. അതത് ഏതെങ്കിലും കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ 1 or 2 ആഴ്ചക്കാലയൊന്നും ആരും ഈ നാട്ടിൽ, കേരളത്തിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ BJP എല്ലാം നടപ്പിലാക്കുന്നത് പോലെ കരുതൽ തടങ്കലടക്കുക, ഈ നാട്ടിലെ സാധാരണ അടിസ്ഥാന ജനങ്ങൾക്ക് വേണ്ടി, ആദിവാസി ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പോലും പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരെ പോലും ജയിലിലടക്കുക, രോഗികളാക്കിയിട്ട് ഭീകരമായിട്ട് അവരെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ നിരവധി സംഭവങ്ങൾ രാജ്യത്തിനകത്തുണ്ട്. ഇത്തരം സംഭവത്തെ പ്രത്യക്ഷത്തിൽ CPM തന്നെ ഇത്തരം തടങ്കലിനെതിരായ നിലപാട് വ്യക്തമാക്കിയായത് CPMന്റെ പാർട്ടി കോൺഗ്രസിൽ തന്നെ. അതുകൊണ്ട് കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ പദം തന്നെ മാറ്റിയെടുക്കരുത്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് മുൻ കേസുകളിലുണ്ടായിരുന്നവരെ സ്വാഭാവികമായും ചില പ്രത്യേക സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യുകയോ അതിൻ്റെ ഭാഗമായി ജാമ്യം കിട്ടാൻ വേണ്ടി വകുപ്പുള്ള കേസാണെങ്കിൽ ജാമ്യം നൽകുകയോ, അതൊക്കെ പോലീസ് ആ നിലയിൽ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളെയും ഇഴകീറി പരിശോധിച്ച് മുഖ്യമന്ത്രിയുടെ സഞ്ചാരം തന്നെ ഈ നാടിനാകെ ദ്രോഹമാണ് എന്ന് ബോധപൂർവ്വം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ മലയാള മനോരമ ഉൾപ്പെടെ ഫീച്ചർ എഴുതുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്കിത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ. അതുകൊണ്ടാണ് NM പിയേഴ്സൺ പറഞ്ഞതുപോലെ നാണവും മാനവും ഇല്ലാതെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഈ രാജ്യത്ത് കോർപ്പറേറ്റിന് ബദൽ തീർക്കുന്ന ഒരു ഗവൺമെന്റ് ഇത് കേരളത്തിൽ മാത്രമാണ് എന്നും ആ ഇടത് സർക്കാരിനെ വേട്ടയാടാൻ സകല വലതുപക്ഷ കോർപ്പറേറ്റ് ശക്തികളും മാധ്യമങ്ങളും എല്ലാം ഒരുമിച്ച് ശ്രമിക്കുമ്പോൾ ആ ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായ പോരാട്ടം അത് മാധ്യമങ്ങളിൽ വന്ന് നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ നാണവും മാനവും ഉളുപ്പുമില്ലാതെ സംസാരിക്കുക തന്നെ അത് ഞങ്ങളുടെ ദൗത്യമാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ ഈ വായിലെ നാവും ജനങ്ങളോട് സംസാരിക്കുകയും പറഞ്ഞ് അവതരിപ്പിക്കുവാനേ ഞങ്ങൾക്ക് വഴിയുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി ന്യൂസ് 18 മാതൃഭൂമിയോ മലയാള മനോരമയോ ഒന്നും ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായി തുടർച്ചയായി അക്രമം ഒഴിച്ചുവിടാനും രണ്ടാം സർക്കാർ വന്ന ശേഷം കടുത്ത അസഹിഷ്ണുതയിൽ കേരളത്തിലെ വലത് പ്രതിപക്ഷങ്ങളെല്ലാം ഈ ഗവൺമെന്റിനെ ഇവിടെ പറഞ്ഞല്ലോ 2 രൂപ സെസ്. ആരാ പറയുന്നത്?
50 രൂപക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന പെട്രോൾ 110 രൂപക്ക് കൊടുക്കുന്ന രാജ്യത്തിനെ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി പറയുകയാണ്. 2 രൂപ സെസ്സിന് ഏർപ്പെടുത്തിയപ്പോൾ കേരളത്തിൽ കരിങ്കൊടി തുടർച്ചയായി കാണിക്കണം എന്നാണ് BJP നേതാവിന്റെ അഭിപ്രായമെങ്കിൽ 50 രൂപക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന പെട്രോൾ 100 രൂപക്ക് കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രം ഭരിക്കുന്നവരെ കരിയോയിൽ മുക്കിയെടുക്കേണ്ടി വരില്ലേ? ആ വ്യത്യാസമില്ലേ? എങ്ങനെയാ സംസാരിക്കാൻ സാധിക്കുന്നത്? ഇതുപോലുള്ള ചർച്ചയിൽ വന്നിരുന്നിട്ട് നമ്മുടെ രാജ്യത്ത് 26 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ കാലത്ത് പെട്രോൾ ഡീസൽ അധിക നികുതി ചുമത്തിയിട്ട് മാത്രം കൊള്ളയടിച്ചു കൊണ്ടുപോയത്. ഇവിടെ പറഞ്ഞല്ലോ ഈ ബഡ്ജറ്റിനെതിരെ സമരം നടത്തണമെന്ന്. ആരാ പറഞ്ഞത്? യൂത്ത് കോൺഗ്രസ്. നിങ്ങൾ കൃത്യമായ രാഷ്ട്രീയം പഠിക്കാതെ എവിടെ സമരം ചെയ്യണം, എവിടെ മുദ്രാവാക്യം വിളിക്കണം, സമരം എങ്ങനെ ചെയ്യണം, ജനങ്ങൾ അണിനിരത്തി ചെയ്യണോ, ചാവേറുകളെ പോലെ 3-4 പേർ ഏതെങ്കിലും ജംഗ്ഷനിൽ അല്ലെങ്കിൽ വളവിൽ വേഗത്തിൽ പോകുന്ന വാഹന വ്യൂഹത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുമ്പോൾ അത് തടയാൻ സാധിക്കണം പോലീസിന്. അല്ലെങ്കിൽ നിങ്ങൾ രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വാഹനത്തിലേക്ക് ചാടിയിട്ട്. നിങ്ങൾ മാത്രമല്ല രക്തസാക്ഷികളാവുക. ഇപ്പൊ വരുന്ന വാർത്ത മുഖ്യമന്ത്രിയുടെ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്ന് 2 KSUക്കാരെ 2 യുവമോർച്ച പ്രവർത്തകരെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി നിന്നവരെ കാണിച്ചിട്ടില്ല, അതിനു മുൻപേ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നു. ബോധപൂർവം ഇതാരെ പേടിപ്പിക്കാനുള്ള ആ ഒരു പ്രതിച്ഛായയിലേക്ക് സർക്കാർ കടക്കുകയാണോ? പ്രതിഷേധിക്കാൻ നിന്നാൽ അതൊരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു വിഷയമേ അല്ല, ഞങ്ങൾ കരുതൽ തടങ്കലാക്കും പറയുമ്പോൾ BJP സർക്കാരിനെ പോലെയോ കേന്ദ്രം ചെയ്യുന്നത് പോലെയോ അല്ല എന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചു പോകുന്നുണ്ട്. എന്താണ് ഒരു ജനത്തെ മുഴുവൻ പേടിപ്പിക്കാൻ പ്രതിഷേധിക്കുന്നവരെല്ലാം അകത്ത ഇടും എന്നാണോ അതിന്റെ സന്ദേശം? ഇപ്പൊ വരുന്ന വാർത്ത എല്ലാ പറഞ്ഞേ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ സമരം നടത്തിയവരാണ്, ഞങ്ങൾ സമരം നടത്തും. കരിങ്കൊടി സമരം മുഖ്യമന്ത്രിക്ക് നേരെയും മന്ത്രിക്ക് നേരെയും പ്രതിപക്ഷ ഘട്ടങ്ങളിലെല്ലാം സമരം നടത്തുമ്പോൾ ആ സമരത്തെ പോലീസ് നേരിടരുത് എന്നൊന്നും ഞങ്ങൾ പറയില്ല. ഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടാണ് ഞങ്ങൾ സമരം നടത്തിയത്. വെറും 3 മിനിറ്റിനുള്ളിൽ 11 കേസ്, 3 308ഉം 4 മറ്റേ PDPP ഉൾപ്പെടെ 11 കേസ് ഞങ്ങൾക്ക് വരെ 3 മിനിറ്റിനകത്ത് രജിസ്റ്റർ ചെയ്ത കാലമുണ്ടായിരുന്നു. അറിയാം നിങ്ങൾക്ക്? ഇലക്ട്രിക് ബാറ്റൺ ഇല്ലേ ഗുഹ്യഭാഗത്ത് SFI പ്രവർത്തകരുടെ പെരിയാർ മെഡിക്കൽ കോളേജിൽ ഷോക്ക് അടിപ്പിച്ചിട്ടുണ്ട്. അറിയാം നിങ്ങൾക്ക്? കരിങ്കൊടി കാണിക്കാൻ വേണ്ടി പോയ ഘട്ടത്തിൽ പോലീസ് സ്വാഭാവികമായിട്ടും 2 പേർ കരിങ്കൊടിയും കല്ലും എടുത്തിട്ട് മുഖ്യമന്ത്രി വരുന്ന വഴിയിൽ പോയി നിൽക്കുമ്പോ അവന് എറിയട്ടെ, അതിനുശേഷം അറസ്റ്റ് ചെയ്യാം എന്നായിരിക്കില്ല ആ ജംഗ്ഷൻ, ആ പ്രദേശം ചുമതലയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ നോക്കുക. അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും. ഓക്കെ, അതൊരു സമാധാന പാലനത്തിന്റേതാണെന്ന് വീണ്ടും വീണ്ടും ഷാജിർ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഷാനിബ് മറുപടി ഉണ്ടോ? ഇത് കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതു ഭീകരതയാണ്. അത് വെളിവാക്കപ്പെടുന്ന തെളിവുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അത്തരം വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഷാജർ ഖാൻ ചോദിക്കുകയാണ്, എന്നെ 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒന്നും കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തില്ലല്ലോ എന്നാണ്. 1 മിനിറ്റ് പോലും എന്റെ അവകാശങ്ങൾ നിഷേധിക്കാൻ, ഒരു മണിക്കൂറെങ്കിലും എന്റെ അവകാശങ്ങൾ നിഷേധിക്കാൻ എന്ത് അവകാശമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളത് അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിനുള്ളത്? ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോ എന്നെ കൊണ്ടുപോയി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി അവിടെ ഇരുത്തി പിന്നെ എന്റെ അവകാശങ്ങൾ നിഷേധിക്കാൻ എനിക്ക് എന്റെ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടാകുന്നില്ല. എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുന്നില്ല. അങ്ങനെ എന്റെ അവകാശങ്ങൾ, ജനാധിപത്യ അവകാശങ്ങൾ, മനുഷ്യ അവകാശങ്ങൾ, ഒരു പൗരന്റെ എല്ലാ സ്വാതന്ത്ര്യവും നിഷേധിച്ച് മണിക്കൂറുകളോളം ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്താൻ എന്ത് അവകാശമാണ് ഈ പോലീസിനുള്ളത്? ഈ പ്രിവെന്റീവ് അറസ്റ്റ് എന്ന് പറയുന്ന ആ വകുപ്പ് അനുസരിച്ച് അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ പോലും അതിൽ പോലും അത്രയും ഗുരുതരമായ ഒരു കുറ്റം ചെയ്യുന്ന ആളുകളെയാണ് അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ എന്ത് ഗുരുതരമായ കുറ്റമാണ് ചെയ്യാൻ പോകുന്നത്? കരിങ്കൊടി കാണിക്കാൻ പോകുന്നു എന്ന കുറ്റം ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് തന്നെ സമ്മതിച്ചാൽ പോലും അത് അത്രമേൽ ഗുരുതരമായ കുറ്റമാണോ? ഞാൻ കരിങ്കൊടി കാണിച്ചാൽ, പ്രതിഷേധിച്ചാൽ അതൊരു ക്രിമിനൽ കുറ്റമാണോ? അതൊരു ഒരു പിന്നെ ഇങ്ങനെ കരുതൽ തടങ്കലിൽ വെക്കാൻ മാത്രം എന്ത് വലിയ കുറ്റമായിട്ടാണ് ഷാജഹാൻ ഖാൻ അതിനെ കാണുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എന്റെ വിഷയം എന്ന നിലയിലല്ല ഇതൊന്നും ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഇവിടെ കോഴിക്കോട് പിന്നെ ഒരു ചെറുപ്പക്കാരൻ ഒരു കുഞ്ഞിനെ കാണാൻ, സ്വന്തം കുഞ്ഞിനെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ എത്തിയപ്പോ അവിടെ വളഞ്ഞിട്ട് മർദ്ദിച്ച് കൊന്നുകളഞ്ഞ ഒരു നാടാണ് നമ്മുടെ നാട്. ഇതുവരെയും അതിലെ പ്രതികളെ പിടിക്കാൻ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, പത്തനാപുരത്ത് ഒരു സാക്ഷരതാ മിഷന്റെ ഒരു പ്രവർത്തകൻ
ബിജുമോൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ, സാക്ഷരതാ പ്രവർത്തകനാണ്. 6 മാസത്തോളം അദ്ദേഹത്തിന് വേതനം കിട്ടാത്തതിന്റെ ഭാഗമായി അദ്ദേഹം ആത്മഹത്യ ചെയ്ത നാടാണ്. അപ്പോ എന്റെ ഒരു 5-6 മണിക്കൂറുകളോളം എന്നെ കസ്റ്റഡിയിൽ വെച്ചതും എന്റെ അവകാശങ്ങൾ നിഷേധിച്ചതിനെ കുറിച്ചും ഒന്നും ചർച്ച ചെയ്യുകയോ അതിനെക്കുറിച്ച് പറയുകയോ ചെയ്യാൻ കഴിയുന്ന ഒരു നാടല്ല അത് ആയിട്ടുണ്ട് നമ്മുടെ നാട്. നമുക്കറിയാം, ഇതിനെതിരെ പ്രതിഷേധിച്ചപ്പോ അന്ന് ഇതിനു മുമ്പ് തന്നെ ഈ മാസ്കുമായി ബന്ധപ്പെട്ട, കരിങ്കൊടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഹരീഷ് പേരടി എന്ന് പറയുന്ന ഒരു സിനിമാക്കാരൻ, ഒരു സിനിമാ പ്രവർത്തകൻ, ഒരു സാമൂഹിക പ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തകൻ അതിനെതിരെ ഒരു ധർമ്മപുരാണം എന്ന് പറയുന്ന OV വിജയന്റെ നോവലിലെ ഒരു ഭാഗം സോഷ്യൽ മീഡിയ, ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ ഭാഗം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോ അദ്ദേഹം പങ്കെടുക്കേണ്ട ഒരു പരിപാടി, അദ്ദേഹത്തിന് ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോകേണ്ടിയിരുന്ന അദ്ദേഹത്തെ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തെ വിളിച്ചറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ നേരത്തെ പിയേഴ്സൺ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സാംസ്കാരിക നായകന്മാർ, സാഹിത്യകാരന്മാർ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റാളുകൾ ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ തയ്യാറായി വരുമ്പോൾ അവർക്കെതിരെ ഈ കള്ളക്കേസുകൾ എടുത്തും അവരെ ഭീഷണിപ്പെടുത്തിയും അവർക്ക് സാമൂഹ്യ വിലക്കുകൾ ഏർപ്പെടുത്തിയും അവരെ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തിയും ഒക്കെ നിരന്തരം ഒരു ഇടത് ഭീകര പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ഭീകരത ഈ നാടിൽ നമ്മൾ അറിയാതെയോ നമ്മൾ അറിഞ്ഞോ നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാണ്. അവിടെ കാത്തു നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ വസതിക്ക് അടുത്ത് കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എവിടേക്കാണ് ഈ നാട് പോകുന്നത് മനസ്സിലാകുന്നില്ല. ഇത്രയൊക്കെ ചീഞ്ഞു നാറിയിട്ടും ഇത്രയൊക്കെ ദുർഗന്ധം വമിച്ചിട്ടും ഇതൊന്നും തിരിച്ചറിയാൻ ഡിവൈഎഫ്ഐക്കാർക്കും അതുപോലെ മുഖ്യമന്ത്രിയെ ഉപദേശിക്കുന്നവർക്കും മനസ്സിലാകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ തരത്തിലുള്ള അറസ്റ്റുകളും കസ്റ്റഡിയിൽ എടുക്കലുകളും ഒക്കെ ഉണ്ടാകുന്നത് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. അതുപോലെ ഈ സ്വപ്ന സുരേഷ് പുറത്തുവിട്ട വാട്സപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. ശിവശങ്കരൻ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടരുത്. അതുപോലെ തന്നെ ആകാശ് തെല്ലങ്കേരിമാരെ പോലെയുള്ള ഇവർ തന്നെ പോറ്റു വളർത്തിയ ഗുണ്ടകളുടെ ഇവർക്ക് വേണ്ടി എല്ലാ കൊള്ളരുതായ്മകളും ഞങ്ങളുടെ പ്രിയങ്കരനായ ഷുഹൈബിനെ കൊന്നുകളഞ്ഞ രക്തസാക്ഷിത്വത്തിലേക്ക് പറഞ്ഞുവിട്ട ആകാശ് തെല്ലങ്കേരിമാരുടെ വാർത്തകളും ഇവരുടെ ഈ കുടിപ്പകയും ഇവരുടെ പാർട്ടിക്കകത്ത് നടക്കുന്ന ചക്കളത്തി പോരാട്ടവും ഒന്നും ചർച്ച ചെയ്യരുത് എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ശരി, ഞാൻ തിരികെ ഷാനിബ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ശ്രീ പത്മനാഭൻ, പ്രതിഷേധിക്കുന്നതെല്ലാം ചാവേറുകളാണ്, അവരൊരു അപകടത്തിലേക്ക് തള്ളിവിടാത്ത ഒരു കരുതൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാണിക്കുകയാണ്. ചാവേറുകളുടെ സുരക്ഷ കരുതിയെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ഒരു പരാമർശം. പ്രതികരണം കൂടി അങ്ങനെ പറയാം. ഈ പിയേഴ്സൺ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തവരാ ഞങ്ങളെന്ന്. 14 കോടി മെമ്പർഷിപ്പ് ഉള്ള 37% വോട്ട് ഒറ്റയ്ക്ക് നേടിയ 402 MP-മാരുള്ള 1350 MLA-മാരുള്ള 13 മുഖ്യമന്ത്രിമാരുള്ള ഞങ്ങളോടാ പറയുന്നത് എവിടെയാ പിയേഴ്സാ ചുവന്ന കൊടി ഉള്ളത്? നിങ്ങൾ യോജിക്കുകയും വിയോജിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർ മൊത്തം കൂട്ടിയാ കേരളം വിട്ടാ പിന്നെ തലയ്ക്ക് വെളിവില്ലാത്ത മാവോയിസ്റ്റുകളുള്ള ഛത്തീസ്ഗഡിലെ കാട്ടിനുള്ളിലല്ലേ ചുവന്ന കൊടിയുള്ളൂ? ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലും കൂടി ചുവന്ന കൊടിയില്ല, ലൈറ്റാ. അപ്പം ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം വന്നതുകൊണ്ട് കൊടിയില്ല, ഇപ്പൊ ലൈറ്റാ. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇങ്ങനെ നിങ്ങളൊക്കെ കൂടി ആക്കിയത് പണ്ട് സ്റ്റാലിൻ പറഞ്ഞിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അദ്ദേഹത്തെ കാണാൻ പോയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരോട് നിങ്ങൾക്ക് എന്താ അബദ്ധം പറ്റിയത്? അത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രം എണ്ണി പറഞ്ഞ് അദ്ദേഹം ഉപദേശിച്ചു പോലെ ചെയ്യുന്ന നന്നാവും. അത് അയാളുടെ ഉപദേശം കൂടി കേൾക്കാത്തത് കൊണ്ട് അങ്ങനെ കുറ്റിയേറ്റു പോയത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ പെട്രോളിന്റെ വില, ഡീസലിന്റെ വില GST ആക്കാന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടല്ലോ. സമ്മതാണോ കേരളത്തിന്? പെട്രോൾ വില GST-യിലാക്കാൻ സമ്മതാണോ കേരള സംസ്ഥാനത്തിന്? ഇത് ഊറ്റി പിഴിഞ്ഞിട്ട് വേണ്ട ഇവിടെ ദൈനംദിന ചെലവ് നടത്താൻ? കേന്ദ്രം തയ്യാറാ GST ആക്കാൻ. എന്താ സമ്മതാണോ? അപ്പൊ നിർമ്മല സീതാരാമൻ ഈ ആഴ്ചയും പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനങ്ങൾ അനുവദിച്ചാൽ ഞങ്ങൾ GST ആക്കാം. പിന്നെ ഇപ്പൊ താങ്കൾ ചോദിച്ചു ഇത് ചാവേറുകൾക്ക് വേണ്ടി തടയാൻ നിൽക്കുകയാണ്. ചാവേറുകൾ പോലീസ് തടഞ്ഞോട്ടെ, ആരാ എതിർക്കുന്നത്? കരിങ്കൊടി കാണിക്കുന്നവരെ പോലീസ് തടഞ്ഞോട്ടെ. പക്ഷെ കരിങ്കൊടി എന്ന സങ്കല്പത്തെ എന്തിനാ വിമർശിക്കുന്നത്? അത് ഈ ഇന്ത്യയിൽ ഇല്ലാത്ത കാര്യ, അതാരും ചെയ്യാത്ത കാര്യ. കരിങ്കൊടി എന്ന സങ്കല്പത്തെ വിമർശിക്കരുത്. കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്നും നാളെ മറ്റന്നാളും ഉണ്ടാവും. അത് ആരും വിചാരിച്ചാലും നടക്കൂല. നിങ്ങൾ തടഞ്ഞോന്ന് പോലീസുകാർ ഇപ്പൊ യുവമോർച്ചക്കാരെന്ന് അറസ്റ്റ് ചെയ്ത് അതൊക്കെ സാധാരണ നിങ്ങൾ റിമാൻഡ് ചെയ്യിപ്പിച്ചോ വേണമെങ്കിൽ, അതൊരു വിഷയമല്ല. പക്ഷെ ആ പ്രതിഷേധം ജനാധിപത്യമാണ്, അത് ജനാധിപത്യ വിരുദ്ധമല്ല. ജനാധിപത്യ വിരുദ്ധമായ പ്രതിഷേധം എന്ന് പറയുന്നത്
അത് ആയുധം കൊണ്ട് ആക്രമിക്കുമ്പോഴാണ്. അത് ഇവിടെ കേരളത്തിൽ ചെയ്ത പാർട്ടി ആരാണ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് കരിങ്കൊടി എന്ന് പറയുന്ന സങ്കല്പത്തെ നിങ്ങൾ വലിയ ഭീകരവാദ കാണിക്കൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഭീകരവാദികൾ എന്ത് വിളിക്കണം? അപ്പൊ അതുകൊണ്ട് ഇത് ജനാധിപത്യപരമായ പ്രതിഷേധമാണ്. ഇത് നിങ്ങൾക്ക് സഹിച്ചേ പറ്റൂ. അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം സഹിച്ചേ പറ്റൂ. അത് തടയാൻ നിങ്ങൾ ഇനി 100 ജന്മം ജനിച്ചാലും. റൈറ്റ്, സമയപരിമിതി കൊണ്ട് ഏതായാലും നമ്മൾ പ്രേക്ഷകരോടും ചോദിച്ചു, ഇങ്ങനെ ഒരു കറുപ്പ് വിലക്കുന്നത് പ്രതിഷേധത്തെ പേടിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ 86% അതെ എന്നുള്ള അഭിപ്രായം, 8% മാത്രമല്ല എന്നും 6 അഭിപ്രായമില്ല എന്ന് പറയുന്നു. ഒറ്റ കാര്യം പറയാം, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, കലയ്ക്കുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം പോലെ തന്നെ ഏത് ജനാധിപത്യ രാജ്യത്തിൻ്റെയും ആദ്യ മുഖമുദ്രങ്ങളിൽ ഒന്ന് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ്. എല്ലാ സ്വാതന്ത്ര്യ അഭിവാഞ്ചകളെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂഷണമല്ല പ്രതിഷേധത്തിനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടുള്ള ഒരു നടപടിയും എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമാകുന്നു പ്രൈം ഡിബേറ്റ്. പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും വളരെയധികം നന്ദി. നമസ്കാരം. കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്ത് വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകളെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി, ഡാൻ തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ VT ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ VT ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും,
അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്ടുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്ടുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ്. 50,000 കോടി 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. നേതാവ് വി ടി ബൽറാം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, ഇതാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കിഫ്ബിയുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തോമസ് ഐസക് കേരളം കണ്ട ഒരു വലിയ ധനകാര്യ ശാസ്ത്രജ്ഞനാണ് എന്നുള്ള അവകാശവാദമാണ് ആദ്യം പിൻവലിക്കേണ്ടത്. ആ നിലയിലുള്ള പുകഴ്ത്തലുകളൊന്നും നീതി അർഹിക്കുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. കാരണം അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു, കിഫ്ബി എന്ന് പറയുന്നത് കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം മാത്രമാണ്. CPM ആക്ടിന്റെ പരിധിയിൽ വന്നുകൊണ്ട് കടമെടുപ്പിന് പരിധി നിശ്ചയിക്കപ്പെട്ടപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള എക്സ്ട്രാ ബജറ്ററി ബോറോയിങ് മാത്രമാണ്. അതിന് കിഫ്ബി ഇട്ട് ചില പേരിട്ട് കുറെ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും ഒക്കെ രൂപത്തിൽ കൂടുതൽ കടമെടുക്കാനുള്ള ഒരു ഉപായം എന്നതിനപ്പുറത്ത് ഇത്. നമസ്കാരം. കേറിവാട മക്കളെ എന്നുള്ള ഒറ്റ ഡയലോഗ് കൊണ്ട് ഫുട്ബോൾ അറിയുന്നതും അറിയാത്തവരുമായ, ഫുട്ബോൾ ആരാധകരും അല്ലാത്തവരുമായ മലയാളികളെ ഒന്നടങ്കം കയ്യിലെടുത്ത സാക്ഷാൽ ഇവാൻ വോക്കമോനോവിച്ച് ആണ് നമ്മുടെ അതിഥി. Welcome to News 18 Kerala, Coach. Thank you very much, my pleasure. So you obviously made out what I said in our own language, Malayalam, about you, the opening dialogue. Yeah, I suppose, Yeah. So I would love to start with that because this Kerivada Makale was addressed at the football fans. Yeah. It wasn't a PR exercise. It wasn't a scripted thing. This very clearly felt like something which came from inside, from your heart. And I've read that there is a background to this because you once have been a very passionate fan. This is one story which a lot of Malayalis do not know. Can you tell us about that adventure that you had at the age of 14, if what I read was correct? Yeah, exactly. Well, when you start shooting the ball around your house, of course you dream about being part of big events. My dream was to be a football player, to play in front of huge crowd in my country, in front of all those fans. My favorite club, named Red Star. So Red Star. Yeah, actually Red Star managed to have couple of really nice seasons between 1987, 88 till 1990s, and inside the 1990s, and actually won Champions League competition in 1991. Right. Which is today a big deal, of course, and back then it was kind of the start of that great competition. So back then I was dreaming about playing for that club. I was playing for my local club in town where I have been born. So actually the capital city of Belgrade is like 200 kilometers from my hometown, and I was thinking about going and watch the game of semi-finals of Champions League in Belgrade, where actually our team, Red Star, was supposed to play against the big Bayern Munich, German club. And especially like it was the second leg game, because the first game in Munich in Germany, Red Star won 2-1. So everybody was excited, everybody wanted to be there. I had no idea how to get there. I was like 13, 14 years old boy. And the only thing I knew that my aunt, actually the sister of my father, she used to live in Belgrade. I knew how to reach there. So how to get the train, how to hit those 200 kilometers, arrive to a huge central train station in Belgrade, which is capital like city today, like I think more than around 3 million people maybe, you know. And then from that central station to go to her house. And that's it. That's what I knew when I was a young boy, because knowing being there in the summer for a vacation or something like that. So then I decided and told my mother one day that I would like to do that.
And she was actually against that, saying, how you're going to do that? We didn't have money. So I was collecting for days from my family, from my mother. Every day when you go to school, they give you some money, small amounts to buy something to eat. So I was collecting that, not eating, even like collecting because I wanted to buy that train ticket and go to Capital City to watch that game, because for me it was something priceless. So then, that day early in the morning, waking up, taking my books, faking like I'm going to school. Even I remember telling my mother I'm going to go. She was like, no, you must not go, you cannot go. Like even threatening me, like, don't even think about it. So actually that day I was faking, taking my book, saying, okay, I go to school, running from my house to Central Station, 6:20 in the morning, getting the train, traveling to Belgrade capital for about 3.5 hours by train. Okay. Arriving there, arriving around 10 o'clock in the morning, the game was in the evening, 8:45. So then going to my aunt, she was not there, she was working. So I had to sit in front of the building till 3 o'clock in the afternoon waiting for her. That was back then, no cell phones. There was like, you had a home phone or something. Then when she saw me, she was surprised, like what happens? So then we went in, she called my mother. She was furious, like threatening me, when you come back home, I'm gonna destroy you, all these things. So I said, I don't care, like I'm going I didn't even have the ticket. Okay. So then I went earlier before the game to stadium. I met one friend from my school. He was with his father and his uncle. So we went around together, we bought a ticket, find a ticket, witness like one of the biggest games, Red Star leading 1-0, then in 5 minutes going down 2-1, losing against Germans, so many pressure, and then in a 92nd minute, one situation, one like goal for eruption of the stadium, and draw 2-2, leading actually my favorite club to the finals, which actually later they won. It goes by the first leg. Yeah, and actually they qualified for the finals, and I even remember arriving later on with my friend and his father and uncle by car back home. Of course, my mother. I got beaten. I got beaten hardly, But actually, I was kind of. I don't care. We qualified for the finals, And she actually, I think that was the moment where she actually understood. Okay, this boy, she's committed. She's dedicated to it. And I was training hard. I was practicing. My dream was to become a football player. One day playing for that club, which actually came true later enough. And these kind of things give you passion, give you something that you want to believe even more and go for it. And realizing you have to work hard for that. There is nothing being granted for, so nobody will come to your door and offer you things. You have to fight for that. You have to work for that really hard. So maybe that was the turning point, key point into my football life. Then you became a player. I mean, when you look at it, like you were a striker, you were a midfielder, then you were a central defender. Yeah. I think that was a point in time, at least in this part of the country, like you are a left winger, you are a left winger for life. You are on the right wing, you're there. You're centre back, you're centre back. So you had that flexibility in the system, which was once Yugoslavia and now Serbia. Yeah. Or were you personally flexible and adapting to various roles, like? I think so, because back then, when we speak about football players' education, the football coach was like he's the boss, so he decides. And then when you face, as a young player, you face a coach who has a name, who experienced certain level, and then when he says something, then you have to listen. So then, in the youth, I was playing as a striker. Then, by some of these famous coaches, moved back to a midfield. Later on, when I started as a professional on a top level, even by some coaches, even of a higher level, pushing me back, playing as a central defender. These kind of things gave me later on different perspective and different football sides, where actually I was understanding the game more and more. How a central defender think about the game and sees the game itself, how midfielder has to behave, how strikers behave. For example, take a good example of today's modern football on the top level. How many top football coaches you will find who used to play as strikers? Very few.
very few, small percentage, because their football perspective during the playing time was opposite, because most of the game they're staying on the pitch back to the opponent goal, which means our right side for him is a left side, our left side for him is a right side. So everything's opposite. And then they are playing in kind of opposite perspective, where actually later when they become coaches, there are different circumstances. Today, speaking about top coaches on top level in English clubs, maybe some national teams, most of those coaches, they used to play as a central midfielders, as a central defenders. Some of them were goalkeepers, because the goalkeeper position is one of the best. You see everything in front of you. Panoramic view. Yeah. As a central midfielder, you are in the center of something and you have to circle around, and it's different. As a defender, again, everything is in front of you. So many other different perspective, all the football players have at the end of career. Some of them strikers, so I will not put the stamp on. They made great careers as football coaches, but only few of them. Most of the coaches today, you will find these guys who were hard workers, team players mostly, working for a team. And these guys today, that's why maybe they're giving more and more to some players today, like in development program. Again, strikers, they were good stars, big stars, ego. And at the end of the season, when they realize it's hard work, coaching job is a hard work, they mostly say, why should I do that? Because I used to get my glory, I used to get my fame. So, but anyway, with all due respect to everybody, so it's quite a different perspective. So that kind of thing gave me maybe different points of view in my later on football career, where actually I was solving many problems during the game as a player with ease. This flexibility is now on display. I mean, you're not rigid in terms of tactics, techniques, putting players in certain positions. You have one style of support when Sahal Samad is playing. You have another kind of player and KP Rahul comes in. So you have tuned and trained the rest of the team to adapt to their style. If one is a touch and burn player, the other one is fast, direct and coming in. But every player is different, because all of us in this world, we are different in a way of mentality, character, approaching things, understanding football. So in a football world, when we speak about the players, and when you enter the dressing room, let's say 25 different mentalities, 25 different characters, it might happen that you have different nationalities, all of them coming from different parts of the world, different religions. You must understand all those things, you must accept all those things. And then many players, if you want to get, so the biggest, the most important point of a coaching job, like taking the maximum out of it, making results. So a long time ago, the football coaches, you have approach of a football coach, everybody must adapt to him. This is his way. So then all of us, when we try to adapt to his way, some of us will get maximum out of it, some of us will not, because his approach doesn't fit you. It fits him, but not you and me, maybe. Today, as a football coach, you must be also kind of psychologist, understanding all these differences in order to get maximum out of them, all of them. So then, with some players, you must have hard approach. With some players, you must have friendly approach. Some players, you must caress and talk nicely. With some players, you must be rude, you must be hard, in order to get maximum out of it. Not only here, but all around the world, because this is the way how football works. They're coming from different backgrounds, they're coming from different family education systems and everything. So, and you have to recognize that as soon as possible in order to get maximum, because they have to perform. That's it. Even what you got was a team which was rich in talent, definitely, but which was only showing streaks of brilliance. You suddenly surprise all your fans, you perform. Suddenly, you go down. So you came in, even at that point, if I'm right, nobody gave much of a chance in terms of advancing to the playoffs or even the final. We like that. We like that when they don't give us a chance. It was the case last season as well. Yeah. After so many disappointing years, nobody was expecting us to be there, first of all in playoffs, beating all these big teams last year in the bubble.
then reaching playoffs. Nobody was giving us a chance to reach the finals. We reached the finals because in football anything is possible, especially in this beautiful league as ISL. Anybody can beat anybody, you know. So you have to fight for it. And then when you find a way and when you input all the empathy, emotions, hard work, dedication in Kerala Blasters, which is in my eyes now after close to the end of the second season, Kerala Blasters is something that nobody has in India. With all due respect to all the clubs, I always show my respect to all those clubs and all those people working in it. But the emotion, the fans, and everything what happens around Kerala Blasters, it exists only in Kerala. So with all due respect, and that emotion which gives you something extra, which actually push you forward, that as a player you want to give something extra onto that pitch, that creates that kind of wow effect that as Kerala Blasters you can surprise and beat anybody you want. So this is something extra that we managed last year. Okay, in bubble without the fans. Now it's quite different with fans. Even better, I'd say. So we'll try to do that. കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. അത് പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കണ്ടേ, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി ഡാൻ, തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ VT ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ VT ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും,
അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്ടുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്ടുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലൊന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ടത് ഇതൊക്കെ ചെയ്തു വെച്ചാണ്. നേതാവ് വി.ടി. ബൽറാം ചേരുന്നുണ്ട്. ശ്രീ വി.ടി. ബൽറാം, ഇതാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കിഫ്ബിയുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തോമസ് ഐസക് കേരളം കണ്ട ഒരു വലിയ ധനകാര്യ ശാസ്ത്രജ്ഞനാണ് എന്നുള്ള അവകാശവാദമാണ് ആദ്യം പിൻവലിക്കേണ്ടത്. ആ നിലയിലുള്ള പുകഴ്ത്തലുകളൊന്നും നീതി അർഹിക്കുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. കാരണം അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു, കിഫ്ബി എന്ന് പറയുന്നത് കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം മാത്രമാണ്. CPM ആക്ടിന്റെ പരിധിയിൽ വന്നുകൊണ്ട് കടമെടുപ്പിന് പരിധി നിശ്ചയിക്കപ്പെട്ടപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള എക്സ്ട്രാ ബജറ്ററി ബോറോയിങ് മാത്രമാണ്. അതിന് കിഫ്ബി പേരിട്ട് കുറെ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും ഒക്കെ രൂപത്തിൽ കൂടുതൽ കടമെടുക്കാനുള്ള ഒരു ഉപായം എന്നതിനപ്പുറത്ത് ഇതിലൊന്നുമില്ല എന്നുള്ളതാണ് ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. കാരണം ഇവിടെ ഇപ്പോ തോമസ് ഐസക് 50,000 കോടി രൂപയുടെ പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ കിഫ്ബി പ്രാവർത്തികമായി 5 വർഷമായിട്ട് ഇപ്പോഴും 22,000 കോടി രൂപയുടെ പദ്ധതികൾ മാത്രമാണ് ഇതുവഴി യാഥാർത്ഥ്യമായിട്ടുള്ളത്. ആ 22,000 കോടി രൂപയെ കുറിച്ച് പറയുമ്പോൾ 14,000 കോടി രൂപയും ഖജനാവിലെ പണം കിഫ്ബിക്ക് അങ്ങോട്ട് നൽകിയിരിക്കുകയാണ്. അതായത് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിന്റെ മോട്ടോർ വെഹിക്കിൾ ടാക്സും അതുപോലെ തന്നെ മുകളിൽ ഏർപ്പെടുത്തി. കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലൊന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. What exactly, I mean, is this or was this part of your entire plan to transform this team? Because it was a clear transformation. It's not as if you brought in so many players suddenly, or you did not import, extra players or nothing. You transformed the team. That's the most important thing, because changing, and the most difficult thing, changing the mentality and character of your team, of your approach, of all these things going around the club together with fans, that actually you want to create a fortress of your stadium. You want to create that wow effect that, with all due respect again, we want our opponents, when they look at the fixture, saying, okay, next weekend we are going to Kerala. Holiday. It will be tough. It will be really Once tough. it was a holiday. Let's have Once an easy it was time. a holiday, players speaking and saying, okay, we go to Kerala to score a couple of goals, to get points. Now, we wanted to create something different now. And to create that, you need both sides to act simultaneously, together with fans. You want to create that it functions. How? First of all, from our side, we have to give everything. Coaching staff, everybody in the club, players on the pitch. We want to give something extra on the pitch, where actually the opponents, they must feel that it's our home ground. When fans, they see that, they will support you. They will push you forward. Then you will find more power in that to give something extra to win the games. This is how it goes all around the world. And I think that is the most difficult thing to change. The mentality, the character of your team and your club, saying, we want to be that club. We want to be that team. So actually when we play at home, that everybody else going out
For the warming up, they have to know, wow, today it will be tough. It will be tough today. And then when they feel the force, the way we want to play, to score goals, everything. So actually these kind of things from the very first moment when we started our cooperation, talking to our management, I was saying that I would like to create that. We would like to change that because Kerala Blasters can become one of the teams in this league who is always in top, who always has something special, and I think that Kerala Blasters has that something special. And Kerivada Okhlaya was part of that strategy, wherein the push, the passion which the fans have, I think you that it added came from fuel the to heart. that fire. I think that it came from the heart at that moment. We were, I think we were qualified for the finals. Yeah. When actually it just came and I said, you know, kind of second, a moment where actually created that. And the stadiums were opening up. Yeah, that was the first game after so long that they were allowing fans to come into the stadium, and it was like a call. Come on, let's do it together. So, and I was glad that they arrived in Goa to support us. And I haven't seen a lot many coaches addressing the fans. Forget even sparing a moment to. So, where did you pick this up, and what was the inspiration? You actually address the fans, Well, maybe knowing the fact that the football team is not only one unit that can create something special. You need fans, you need all the community supporting you, you need to give something back to your community. That's why I always say my players before games, we go out and play this game, and later on when we get back here in the dressing room and look into each other's eyes, I want to see that we have no regrets. Because in professional football, whether you win, you lose, you draw, it happens. This is professional sport. Anything can happen. But at the end of the game, if you have that feeling that you did everything today, you gave everything, and you have no regret looking at yourself in the mirror at the evening, brushing your teeth or whatever, and saying, today I gave everything. I did everything for myself, for my teammates. So we lost. Yeah, okay, we shake hands with our opponent saying, okay, today you were better, next time I'll see you again, okay? But with that feeling, when you do that, you will never disappoint. The fans, they're not crazy. They recognize that. They recognize good vibrations, good feeling. And when you do everything, you give everything, despite the result, you will always have support. And then this kind of approach I felt long time ago when I was playing for my favorite club in my home country. Later on, during my player career, I recognized and I knew also getting in touch with some different coaches where actually they taught you like these kind of things. If you want to reach something in your football life, that's the only way. Hard work, dedication, do everything you can on the pitch for yourself, for your teammate. You know, if your teammate, he loses a ball, go fight for that ball. Why? Because later when you lose the ball, he will do the same. This is kind of bond of brothers, you know, the team that you want to create. And this kind of thing that actually we want to transfer, that again, Kerala Blasters becomes this kind of team where everybody can see that everybody fight for each other. I've read somewhere that you're an A to Z coach, like you don't leave, physical fitness to the fitness chap, diet to the dietitian, whatever. Like you get involved in their diet and their practice and their technique in their, not just the football training, their physical training. Is that how you were also trained? Or yeah, as a manager now, of course, you have a technical staff, medical staff. Everybody is responsible for something. Of course, as a manager, you control and you supervise all those things when we decide about certain approaches or moves. We're all together, we decide, and I like to listen the specialist. In this case, conditional coach, you want to listen his opinion, you want to listen your assistant opinion, you want to listen your doctor's opinion, and all those things at the end we make decisions all together. Of course, as a manager you have to take decisions. Even sometimes I say, as a football manager now, as a coach, head coach, you have to take decisions. Sometimes these decisions will not benefit me, will not benefit player himself, but I always look at these decisions, they benefit the team at the end result. And sometimes you have to put all those emotions aside, which is sometimes not easy, but this is part of the job.
So then I like to give all of these people space and time to express themselves, not only players, making mistakes, doesn't matter, next time will be better. Just go for it, okay? Technical stuff, medical stuff, everybody takes responsibility. I'm not kind of leader who will say, okay, this is the situation, this is what we're going to do, let's do it. No, I like to hear different opinions and then all together taking this decision. Of course, at the end, we'll sit down and make those decisions. So this is how it goes. So that's why maybe it came from my background again. Being part of different clubs, different environments, different countries, getting in touch with different approaches. So maybe today that gives something different. Does Blasters have a problem with its bench strength? Because one or two injuries to some crucial players suddenly upsets the balance, or are you happy about it? There is one thing with the ISL that bothers, I think, everybody because it's on a short term. So in some other countries you have between 34 and 38, 40 games per season. In ISL with 20 games, what happens? When you start a new season, there are new faces. You must create new dynamic, you must create new team spirit, you must create new automatism that everybody will fit in, actually. What happens then after a short period of, let's say, 10 or 12 games, something, you lose somebody, you can feel it. In a longer term competitions, then there is another players, they fit in, they get the time and everything. In ISL it's quite different, but whenever it happens with us, we don't cry about it. We don't, there are other guys, they are ready. That's why as a coaching staff, we always want to have all of them ready, so wherever something happens that they can jump in and do the job. So of course, it's different when you change a player because not one player is same. Everybody says, hey, you lost one player, can you replace him? No, absolutely impossible because you cannot replace because not one player is the same. You can just fit in somebody else, he can try to do the job and that's it. But even now when we faced some of these changes, we were not crying about it. Okay, there are other players, jump in, do the job, and let's go for it. This is how we accept it. We never speak about it negatively. No, it's a part of football business. Let's go. Don't complain, don't whimper. No need, because complaining is kind of finding excuses, Everybody says excuses are there to use them. No, I'm not that type of coach. We want to continue with the power and players we have. There are also the unavoidable thing in football, younger players knocking on a door saying, I want to pick up your spot, I want to fight for my spot on the pitch, so you have to give them chance. They deserve it. So as a coach, you want to see those boys having that ambition to arrive there. So as a coach, you are pleased to see that. So you have to go with the flow. So is that also the inspiration for your, the Blaster school, from juniors, kids, Yes. under 19, under 17, under 15, you call any age group? I think that all the boys being part of those young groups, they have to realize that there is chance that they can become senior football players in Kerala Blasters, which we are proving and showing now in the last period, that more and more boys from this educational process, they are knocking on a door and coming to the first squad. And this is also part of our objective, developing this Malayali part of football, Kerala football, that these boys later being recognized on a level of national teams, not only young national teams, but senior national team, football club, Kerala Blaster, or any other club in ISL. So this is part of football, and we want to participate and develop that thing, which can actually afford our club to become even stronger. This was one question which I had kept for last, but then since you've already taken on to the Malayali footballers, and an extension of which is the Indian footballers, do you think there is a realistic chance? Because this is one joke that we football fans share, like, will we be able to see an Indian team play a World Cup match in our lifetime? So, one, is there a realistic chance, yes, realistically speaking? I think so, yes. Because, let's say, 20-something years ago, one process around the world started, where actually many countries realized that everything goes and starts from a youth development. If you want to create one strong senior national team, you have to create it from your youth roots. And it starts from a football education from the age of
15, 16, where actually throughout that process, these players, they become better. They get as a proper education. The same example, if you want to go and study in university, first you have to go to primary school. You have to learn how to write and read, okay? Because later you cannot go to study if you don't know to read and write. No chance. So that's why in today's world of football, where many countries, more than 100 countries, today we have more than 200 something countries participating in World Cup qualification. So more than 100 countries are already into that process of developing youth players who later become the top players on a senior level. How? Going through that process, they go to better clubs, they have better education, they become better, playing in better competition, playing on a more serious level, even in ISL. And then what happens? Them becoming better in a youth system, they will be participating in new national teams, participating in big tournaments. Later, when this generation grows up, it becomes your senior generation, fitting in with good players, and then you create one good unit for the next 10 years. And then you can hope that you can achieve through the Asian Cup something more serious, and it is possible. It is possible with the right process, right education, that you arrived to that level. Many countries, they proved it. And it started from some South American countries, European countries. I've been part of this Belgium education process, which started 2006. Today, you have so many top Belgian players in the top level. National team was for years first on a FIFA ranking. And Belgium is a small country, small country of 11 million people. They created the process, they created the project, they said, let's go for it. So India has talent. It must work a little bit more on infrastructure to develop these training centers and all these things. One day, I think it's possible. കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലൊന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും
അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകളെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി, ഡാൻ തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ വി ടി ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. നേതാവ് വി ടി ബൽറാം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, ഇതാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കിഫ്ബിയുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തോമസ് ഐസക് കേരളം കണ്ട ഒരു വലിയ ധനകാര്യ ശാസ്ത്രജ്ഞനാണ് എന്നുള്ള അവകാശവാദമാണ് ആദ്യം പിൻവലിക്കേണ്ടത്. ആ നിലയിലുള്ള പുകഴ്ത്തലുകളൊന്നും നീതി അർഹിക്കുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. കാരണം അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു, കിഫ്ബി എന്ന് പറയുന്നത് കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം മാത്രമാണ്. FRBM ആക്ടിന്റെ പരിധിയിൽ വന്നുകൊണ്ട് കടമെടുപ്പിന് പരിധി നിശ്ചയിക്കപ്പെട്ടപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള എക്സ്ട്രാ ബജറ്ററി ബോറോയിങ് മാത്രമാണ്. അതിന് കിഫ്ബി പേരിട്ട് കുറെ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും ഒക്കെ രൂപത്തിൽ കൂടുതൽ കടമെടുക്കാനുള്ള ഒരു ഉപായം എന്നതിനപ്പുറത്ത് ഇതിലൊന്നുമില്ല എന്നുള്ളതാണ് ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. കാരണം ഈ 11 million in a small country. This is one benchmark or measuring glass that we use. Such a huge country, such a huge population. Look at that country, look at this country with 1/100th of our population, 1,000th of our infrastructure, but they're winning gold in Olympics and going through in World Cups, this, that. So what is lacking? I mean, it's high time you looked at it frankly. What is lacking? Is it infrastructure? Is it the physique? Is it the diet? Is it the body? Or is it emotional? Starting from infrastructure, starting for correct education, sports education on a football level. And it starts also from federation part, where actually, I'll give you again example from Belgium, where actually they started that process in 2006, and in 2009-10, they realized they don't have coaches who can push further on for that project. And they said, okay, what we have to do? Let's educate new coaches. So then you have new educational coaching system coming on. I was part of that first generation. And so with all these together, then together with the fans, then you unit all the clubs saying, okay, we as a federation, we will work like that because we want our players to be developed on that way in order to get them on a higher level. So then all the clubs have to organize their youth system. I think that half of the clubs in ISL, they don't have youth systems, So every year, what they're doing? They go into transfer market, they go and buy players, okay? And so what? So you play one season, you arrive at the end of the season, okay, it's done, go back to zero, restart. So again, you go back to zero. So you don't have this continuity, this consistency of that process, where actually if you oblige and say all the clubs, you must have all of you youth system, senior team, B team, under 21, under 19, under 17, under 15, and these guys, they will go step by step, like in a school, all the clubs. Then you will plunge so many talents to your national teams. Your national teams will become better. Your national young teams will be recognizable more on an international level. These players, young, they become better, coming
to senior level, and you have better national team. And you can go with your talent. India has a great talent, has a great dedication of survival spirit, you know, and that's important in a football level. Fighting spirit, you know, for that game, for that victory. And then you start winning here around in Asia. And then you become recognizable. One day, you will be there. Then later on deciding, or you in your coaching education getting your domestic coach as a national team, international coach, doesn't matter. It goes like together because many teams, even the top national teams, they have international coaches. Doesn't matter. It's about the coexistence of that system which will provide all this. This is a project. And like I say, more than 20 years, more than 100 countries, they're doing that. Whoever is not doing that, they're left behind because that gives results. So you have to change those things together with infrastructure, approach, cooperation, clubs, federation, creating this new generation because the market of Indian football is small. You have 11 teams in ISL, 12 teams in the I-League. Okay, 23 teams, half of the players not available because they are under contracts. Half of the players you cannot get because they are not affordable from budget-wise. Then the market is so small that you can choose between players you have or similar players. So why do you change? The only thing you have to create new players because these players, they will turn around for a couple of more years. If you then don't have new project, who's going to play in the next 3-4 years? If you don't have that process. So we as a club, we started last year. We want to do that because it's our idea. And we think that it will bring new results, new young players going to national teams, and new young Malayali guys going onto the level of ISL. We want to see that. Given that, yes, we build infrastructure, we bring in coaches, we have a coaching system, everything in place. Is there a problem with the physique, with the diet? Because you look at those, European players, the African players, you look at the way their muscles stand out, the way they physically fit, the speed, the skill. Do you think we have it in us to match that? Yes, I think yes. Look, if we go back in, a couple of years ago or something, Barcelona in the golden period, you know, all the players, they were quite small, you know, quick with the ball, quick in the passing, you know. There were some tough players, but not all of them. And everybody was saying, how the hell these guys, they are so small, they can win the Champions League a couple of times. That's a process, that's a system. Of course, genetics is important, but what I've seen so far in India, there is talent, there is physics. Indian players are really quick, you know. Then being capable of playing into these weather conditions puts you into advantage. So many players, international coming in India, they suffer, they cannot play here because weather conditions, humidity, it's not easy. So many of those things you can use as an extra weapon. Then when you start those process with the youth, of course there's education about feeding, there's education about all other things that you push through those systems, and when they arrive on a senior level, they're ready. Physically, they're ready. Mentally, well, you push them to be ready to playing in front of the crowd. This is part of your growing up process as a football player. So there is everything you need with, I think, even better infrastructure that you have to provide with training centers, every club. I would also advise and oblige as a head of ISL that every club must build up a new training center, okay? Training facilities, because there is a lack of training facilities. Many times we go around India playing these games far away. You have to go 2 days in advance. You go there, like you face in the city of 12 million people, you don't have a football ground to practice. This is not acceptable. So you cannot advance and you cannot improve if you don't have this kind of infrastructure. You know, with all due respect to any other sport, that India is really good in it. But if you want to advance in football, you have to do that. You have to, as a club, because it's also an asset. Tomorrow it brings you value. Many coaches, many players, international, when you say, you know, we as a club, we have a really nice training center. This is the first question one player asks in Europe, for example, when he got offer from one club. Do they have a training center? Let me see it. If they don't have these qualities, they don't consider going there. These things are really important. So if you want to attract later players of highest level, coaches of the highest level, more quality, the first thing, you have to provide facilities, you have to provide infrastructure that these people come and say, wow, I want to be here. I don't want to consider going anywhere else. I like being here.
this infrastructure, this marvelous. These people, they're marvelous. I want to stay here. This is very important. It's a long way to go before you look at the Step by moment step. where you roar with that goal. Step by step, many countries, they didn't have that, and they started doing that 10, 15 years ago, and very quickly they reached the level. Many Asian countries, they did it. Speaking about South Korea, Japan, all that thing. And we could see that in the... Exactly. You see that in World Cups, you see that in competitions, in the level of their players developing, the league becoming stronger, the league having more teams, more quality, more players, more teams. Everything's connected. Now 2 more games to go. Where do you see the team? Well, we see the 2 last games, like with the fighting spirit, that we can achieve a couple of more points to qualify for playoffs, and then get ready to playoffs to be again one nice surprise in the playoffs, to reach the highest possible level. So this is our objective. Let's hope for that. So how much have you adapted to the food, the culture, the habits? Without any problem, I think. I like everything what we have here, especially the food, especially the way we... Very often when we have this free time, we go around, we try these local specialities. So it's nice. I like it. I really like it. From all the way from the East Bloc to... Yeah. This is kind of life experience. A life-changing experience that stays for all your life in your heart. So I like being here. I like being part of this community. I like being in Kochi. I like every moment being part of this club. The moment when we play this home game, and the moment we go out of that tunnel into that pitch, and I hear the chants, I hear the fans, this is something priceless. It's like goosebumps, giving something in your heart. This is something that you don't want to change. I want to be here. Just one question. How did you become a coach? I was close to the end of my playing career. I was playing in Belgium. And one day, I was working with one coach for about 3 years. I was already for a long time into that club. And one day during one training session, my coach asked me, have I ever thought about writing me into the coaching education system program in Belgian Federation? I was surprised, saying no, and asking him why. And he was telling me that the way how he sees the way how the other players are looking at me in the dressing room. I was back then kind of captain, leader, and I was thinking, yeah, maybe right. And then after that season, I went playing in China. Coming back after the next season, he was asking me to come back to the club, play for the club. I arrived back, starting pre-season. He was asking me, have I done that, like writing me into educational coaching system? I said no. So then he said, okay, I'll do that. You'll be in my group because I want you to go there. And actually it was August. I decided to stop during the pre-season. Even I had the contract. I decided to stop playing because I felt it was the time to stop. And in September, I started coaching education program. And then very quickly it started being serious. The way I look at it now, it changed my perspective for a big deal, because playing period, coaching periods, two different worlds. So this playing period now gives me only facility, like easing my time, like, okay, I recognize why one player is feeling like that, or I recognize what he's doing, because I was doing that the same a long time ago. Now as a coach, it's a different world. You have so many other things, but I'm really glad that I went through it. It was pleasure. For about 4 years in that education, it was pleasure, really pleasure. And now I look at football with a different view. So it wasn't very well schemed, but it wasn't an accident either. No, it was maybe planned to be, but the coach was kind of, because as a player, closer you are to the end, you think about your future. You think about what will I do, because the unbearable truth moment of one football player throughout your whole career. Every season you start a new season, you start the pre-season preparation, trainings, and you go with it. One day, it just stops. And then, let's say a student, you finish your university, you start one career, whatever it is, and you go through, like, your life is going on, till 65 something, pension, you go to retirement. As a football player, you start doing something when you are young enough, you grow up, you become serious guy, there is family, wife, kids, and then you're doing something for 15, 20 years if you're lucky.
without injuries. One day, it stops. And one day you say to yourself, okay, what should I do now? And many players, they lost themselves. If you don't prepare this part of your life, whether is it related to staying in football or a management part or whatever it is, any kind of business, if you don't get ready for that, you get lost. So, and for me, football was always like, I want to be part of that. I want to be, especially as a coach, I like that feeling of a dressing room, before the game, after the game, during the game. I like that. So I'm really doing it with pleasure. Such a pleasure, Coach Thank you very much. Vijayan Vukamanovic, and I hope that you're not just part of Kerala Blasters, you'll be part of Kerala and be part of that Indian team which one day will play the World Cup. Let's hope. Let's hope. Thank you very much. Thank you so much for joining. Thank you. My pleasure. Kerala. Thank you. കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലൊന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. അത് പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയ ഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകളെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി ഡാൻ, തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ വി ടി ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലൊന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്.
അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ച പറഞ്ഞതാണ്. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ടത് ഇതൊക്കെ ചെയ്തു വെച്ചാണ്. സൈതാവ് വിറ്റി ബൽറാം ചേരുന്നുണ്ട്. ശ്രീ വിറ്റി ബൽറാം, ഇതാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കിഫ്ബിയുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തോമസ് ഐസക് കേരളം കണ്ട ഒരു വലിയ ധനകാര്യ ശാസ്ത്രജ്ഞനാണ് എന്നുള്ള അവകാശവാദമാണ് ആദ്യം പിൻവലിക്കേണ്ടത്. ആ നിലയിലുള്ള പുകഴ്ത്തലുകളൊന്നും നീതി അർഹിക്കുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. കാരണം അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു, കിഫ്ബി എന്ന് പറയുന്നത് കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം മാത്രമാണ്. CPM ആക്ടിന്റെ പരിധിയിൽ വന്നുകൊണ്ട് കടമെടുപ്പിന് പരിധി നിശ്ചയിക്കപ്പെട്ടപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള എക്സ്ട്രാ ബജറ്ററി ബോറോയിങ് മാത്രമാണ്. അതിന് കിഫ്ബി പേരിട്ട് ചെല്ലപ്പേരിട്ട് കുറെ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും ഒക്കെ രൂപത്തിൽ കൂടുതൽ കടമെടുക്കാനുള്ള ഒരു ഉപായം എന്നതിനപ്പുറത്ത് ഇതിലൊന്നുമില്ല എന്നുള്ളതാണ് ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. കാരണം ഇവിടെ ഇപ്പോ തോമസ് ഐസക് 50,000 കോടി രൂപയുടെ പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ കിഫ്ബി പ്രാവർത്തികമായി 5 വർഷമായിട്ട് ഇപ്പോഴും 22,000 കോടി രൂപയുടെ പദ്ധതികൾ മാത്രം. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18. മുഖ്യമന്ത്രിയുടെ പരിപാടികളിലെ കറുപ്പ് വിലക്കാണ് ഇന്നത്തെയും പ്രധാന വാർത്തകളിലൊന്ന്. മീഞ്ചന്ത കോളേജിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി തുടങ്ങും മുമ്പേ വിദ്യാർത്ഥികൾക്ക് കോളേജിന്റെ നിർദ്ദേശമെത്തി. കറുത്ത വസ്ത്രമോ മാസ്കോ ധരിക്കരുത്. പരിപാടിയുടെ വേദിയിലും പുറത്തും കർശനമായ നിരീക്ഷണം. ഈ നടപടിയൊക്കെ കേരള പോലീസ് സ്വമേധയാ സ്വീകരിക്കുന്നതാണോ? ഇതിനൊക്കെ സർക്കാരിന്റെ മൗനാനുവാദമുണ്ടോ? കോഴിക്കോട്ടെ മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ജൈവ വൈവിധ്യ കോൺഗ്രസ് ആണ് വേദി. പരിപാടി തുടങ്ങും മുന്നേ വിദ്യാർത്ഥികൾക്ക് കോളേജ് അധികൃതരുടെ നിർദ്ദേശമെത്തി. കറുത്ത വസ്ത്രമോ മാസ്കോ ധരിക്കരുത്. പരിപാടിയുടെ വേദിയിലും കർശന നിരീക്ഷണം. നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ആളുകളെ അകത്തേക്ക് കടത്തിവിട്ടത്. ID കാർഡോ പരിപാടിയുടെ ടാഗോ ഇല്ലാത്തവർക്ക് പ്രവേശനമില്ല. ID കാർഡുള്ള മാധ്യമപ്രവർത്തകരിൽ പലരെയും അരമണിക്കൂറോളം സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചു. വേദിക്ക് പുറത്ത് പരിശോധനാ കോലാഹലം. ഇതേ വേദിയിൽ കറുത്ത ഷർട്ടിട്ട് മന്ത്രി PA മുഹമ്മദ് റിയാസ് എത്തിയത് കൗതുകമായി. ജൈവ വൈവിധ്യ കോൺഗ്രസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതും വൻ പോലീസ് അകമ്പടിയിൽ മുഖ്യമന്ത്രി ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദിന്റെ വീട്ടിലേക്ക് തിരിച്ചു. ജൈവ വൈവിധ്യ കോൺഗ്രസിൽ മുഖ്യമന്ത്രി എത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് വെസ്റ്റ് ഹില്ലിൽ 2 KSU പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരിങ്കൊടി കാണിക്കാനെത്തിയവരാണ് KSU പ്രവർത്തകരെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 കോഴിക്കോട്. കറുത്ത വസ്ത്രം പാടില്ലെന്ന് നിർദ്ദേശം നൽകിയത് പോലീസാണെന്ന് മീഞ്ചന്ത ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി പറഞ്ഞു. കറുപ്പ് വിലക്കിനോട് കോളേജിലെ ഒരു സർക്കുലറും നൽകിയിട്ടില്ലെന്നും പ്രിൻസിപ്പൽ ന്യൂസ് 18 പറഞ്ഞു. ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല കോളേജിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ എല്ലാ കുട്ടികളും അവരുടെ ID കാർഡ് ധരിക്കണം. അതേപോലെ തന്നെ അവര് കറക്റ്റ് 9:15 ആവുമ്പോഴേക്കും കോളേജിൽ എത്തണം, ഓഡിറ്റോറിയം ഓക്യുപ്പൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻ, അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, കൈൻഡ്ലി റിക്വസ്റ്റ് ദ സ്റ്റുഡൻസ് ടു അവോയ്ഡ് ബ്ലാക്ക് ഡ്രസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് റിക്വസ്റ്റ് ചെയ്തു. സർക്കുലറിലില്ല, ഇങ്ങനെ നമ്മളോട് ഡയറക്റ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ കുട്ടികളോട് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രി വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. ആരെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത്? മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ പേടിയാണെന്നും സതീശൻ പറഞ്ഞു. അദ്ദേഹം 2 മാസം മുമ്പ് കറുപ്പിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. കറുത്ത മാസ്ക് വയ്ക്കാൻ പാടില്ല, കറുത്ത ചുരിദാർ പാടില്ല, കറുത്ത ഷർട്ട് പാടില്ല, ഒന്നും ധരിക്കാൻ പാടില്ല. കറുപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസ് കൊണ്ടുപോകും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെളുപ്പിനോടായിരുന്നു ദേഷ്യം. കതറിട്ട് ആരെങ്കിലും റോട്ടിൽ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവരെ കരുതൽ തടങ്കലിൽ കൊണ്ടുപോകും. മുഖ്യമന്ത്രി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി വരുന്ന വഴി മുഴുവൻ വിജനമാകണമെന്ന് ഇപ്പോൾ നിർബന്ധമാണ്. മനുഷ്യനെ കാണാൻ പാടില്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, മുഖ്യമന്ത്രി വീട്ടിലിരിക്കുന്നതാണ് നല്ലത്.
ആളുകൾക്ക് സ്വൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാനുള്ള അവരുടെ അവകാശത്തിന്മേലാണ് കൈയെടുത്തണം. മരുന്ന് മേടിക്കാൻ പോകാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ പാടില്ല, ബാങ്കിൽ പോകാൻ പാടില്ല, ജോലിക്ക് പോകാൻ പാടില്ല എന്ന് എന്തു പറ്റി മുഖ്യമന്ത്രിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരെ പേടിച്ചാണ് അദ്ദേഹം പറയുന്നത്? പ്രതിപക്ഷത്തിനെ കളിയാക്കി പറഞ്ഞു പ്രതിപക്ഷത്തിന് സത്യാഗ്രഹ സമരം മാത്രം നടത്താൻ അറിയുള്ളത്. സത്യാഗ്രഹ സമരം മാത്രം നടത്താൻ അറിയാവുന്ന ഈ പാവപ്പെട്ട പ്രതിപക്ഷത്തിനെ പേടിച്ച് 42 വണ്ടിയുടെ സെക്യൂരിറ്റി അദ്ദേഹത്തിന്. അതുകൂടാതെ ഏത് പോലീസ് ജില്ലയിൽ ചെന്നാലും ആ പോലീസ് ജില്ലയിലെ 100 കണക്കിന് പോലീസുകാർ എല്ലാ പോലീസ് സ്റ്റേഷനിലും ക്രമസമാധാന നിലയും കേസന്വേഷണവും മാറ്റിവെച്ച് പോലീസ് മുഴുവൻ റൂട്ടിൽ നിൽക്കുകയാണ്. എന്തൊരു അപകടകരമായ സ്ഥിതിയാണ്. VVIP ഇന്ത്യയിൽ എത്രയോ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഈ റോഡിലൂടെ പോയിട്ടുണ്ട്. വഴിയരികിൽ ആളുകൾ അഭിവാദ്യം ചെയ്യുമ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ പേടിയാൻ വഴിയിൽ നിന്ന് 2 യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു കറുത്ത തുണിപൊക്കി കാട്ടി പ്രതിഷേധം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇത്തരം ഭയക്കണെന്തിനാ? മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പേരിൽ പ്രവർത്തകരെയും നേതാക്കളെയും അനധികൃതമായി കരുതൽ തടങ്കലിനെടുക്കുന്നതിനെതിരെ കോൺഗ്രസ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. മുഖ്യമന്ത്രിക്ക് പൊതുപരിപാടികളുണ്ടെങ്കിൽ ജനത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്.